ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ബിസ്മില്ലാ. സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു വെച്ചത് ദ സീക്രട്ട് ഓഫ് സക്സസ്. എന്താണ് വിജയത്തിന്റെ സീക്രട്ട്? ദുനിയാവിലുണ്ടാവുന്ന വിജയത്തിന്റെ സീക്രട്ട് എന്ത്? ആഖിറത്തിൽ ഉണ്ടാകുന്ന വിജയത്തിന്റെ സീക്രട്ട് എന്ത്? ഇതാണ് നമ്മൾ സംസാരിച്ചു വെച്ചത്. അതിന്റെ അവസാന ഭാഗത്ത് ആയിരുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അത് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ മൂന്നാമത്തെ മെറ്റീരിയൽ നമ്മൾ തുടങ്ങാം. അത് വിധി വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിധി വിശ്വാസത്തിൽ നമ്മൾ ഒരു പ്രോപ്പർ അല്ലാത്ത ഒരു രീതിയിലാണ് ഇത് മനസ്സിലാക്കിയത് കൊണ്ട് ശരിക്കും നമ്മൾ ഒരു ഒരു ഭയങ്കരമായിട്ടൊരു സ്പിരിച്വൽ ബ്ലോക്കിലാണ് നമ്മുടെ പല ആളുകളും ജീവിച്ചു പോകുന്നത്. അത് അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഡെപ്ത് ആൻഡ് ഡയമെൻഷൻസ്. അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച ഫോക്കസ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി വെച്ചത് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്നാണ്. എന്താണ് ഈ ക്വാണ്ടം എൻടാങ്കിൾമെന്റ്? ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതില് മെറ്റാഫിസിക്സ് അറിയാത്തവർ, അല്ലെങ്കിൽ ഫിസിക്സ് ടെർമിനോളജി അറിയാത്തവരുണ്ട്. സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കി തരുവാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഒരു പന്താണ്. ഒരു പന്ത്. ഈ പന്തിന് ഈ പന്തിന് ശ്രദ്ധിച്ചോളൂ. ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾ അതിവിദൂരത്താണെങ്കിലും ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊന്നിനെ കുറിച്ച് പറയാതെ ആ ഒന്നിനെ കുറിച്ച് പറയാൻ കഴിയില്ല. ദാറ്റ് മീൻസ് രണ്ടും ഒന്നാണ്. ഒരു സാധനം രണ്ട് അതിവിദൂരത്താണെങ്കിൽ പോലും, അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു, അതിവിദൂരത്താണെങ്കിലും അത്രയും ക്ലോസ് റിലേഷൻ ഉണ്ട് എന്നർത്ഥം. ഒന്നിനെ കുറിച്ച് പറയാതെ മറ്റൊന്നിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇത് ഈ പന്ത്, ഈ പന്തിന് ഈ പേന ഇവിടെ ഇങ്ങനെ വെച്ച് വിചാരിച്ചു, അല്ലെ ഇതിനകത്തൂടെയാണ് വിചാരിച്ചു. ഈ പേനയുടെ ഈ ഭാഗം ഞാൻ അമർത്തിയാൽ ഈ ഭാഗത്ത് ചലിക്കുമല്ലോ, ചലിക്കും. ഈ ഭാഗവും ഈ ഭാഗവും അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മാത്രമല്ല, രണ്ടും ഒന്നാണ്. അതായത് പേനയുടെ നിബും പേനയുടെ ബാക്കും ഒന്നാണെന്ന് അർത്ഥം. ഇതിന്റെ പേരെന്താ? നിബ്. ഇതെന്താ പേര്? ബാക്ക്. രണ്ടും രണ്ടല്ലേ? ബാക്കിലെ സൈഡ്. രണ്ടും രണ്ട് പേരല്ലേ? അതെ, രണ്ടും രണ്ട് വസ്തുവല്ലേ? അതെ. പക്ഷെ അവർ തമ്മിലെ ബന്ധം എന്താണ്? അത് ഒന്നാണ്. ഇവിടെ അമർത്തിയാൽ ഇവിടെ ചലിക്കുന്നു. ഈ ഒരു സാധനം ഇത്രയും വലിപ്പമുള്ളത് ഒരു പന്തിലാണ് ഞാൻ കാണിച്ചത്. സപ്പോസ് ഇത് ഭൂമിയാണ് വിചാരിച്ചോ. ഈ ഭൂമിക്കകത്തൂടെ ഒരു ദണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വലിയൊരു ദണ്ട, ഇരുമ്പിന്റെ ദണ്ടെന്ന് വിചാരിച്ചു. ഈ ദണ്ടിൽ ഇവിടെ അമർത്തിയാൽ ഇവിടെ ചലിക്കും. ഭൂമി എത്ര കിലോമീറ്റർ ഉണ്ട്? 40,075 കിലോമീറ്റർ സർക്കംഫറൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ചലിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഭൂമിയേക്കാൾ എത്രയോ വലിയ വലിപ്പമുള്ളൊരു ഒരു ഗോളം. ആ ഗോളത്തിൽ ആ ഗോളത്തിൽ ഇതുപോലെ ആ ഗോളത്തിൽ ഇതുപോലെ ഒരു ദണ്ടുണ്ട് വിചാരിച്ചോ. ഇരുമ്പിന്റെ ദണ്ടാണ് വിചാരിച്ചോ. അപ്പോഴും ഇത് സംഭവിക്കൂലേ? അതെ. എന്നാൽ ഈ കുറെ ഗോളങ്ങൾ, ഇപ്പൊ ഭൂമിയും ചന്ദ്രനും അങ്ങനെ ഒരുപാട് ഗ്രഹങ്ങളിലൂടെ ഒന്നായിട്ട് പോകുന്ന ഒരു ദണ്ടാണ് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ അമർത്തിയാൽ ഇവിടെ പൊങ്ങൂലേ? പൊങ്ങും. അപ്പൊ ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന എത്രയോ കിലോമീറ്റർ അതിവിദൂരത്താണെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. എങ്ങനെ? ഒന്നിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ മറ്റതിൽ മാറണം. ഇതിൽ മാറ്റം ഉണ്ടോ അവിടെയും മാറും. അതാണ് ഇത് ബന്ധം. അപ്പൊ പറഞ്ഞ മനസ്സിലായാലും. എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സ് അതിവിദൂരത്തുള്ള വസ്തു, ഈ മനസ്സ് എവിടെ എത്തുവോ അതിവിദൂരത്ത് ആണെങ്കിലും ഇവിടെയുള്ള മാറ്റം അവിടെയും മാറ്റം വരുന്നു അർത്ഥം. ഉദാഹരണം, ഇതിപ്പോ ഭൂമി. ഈ ഭൂമിയില് ഈ രണ്ട് ഇരുമ്പാണ്. ഈ ഇരുമ്പിന് പകരം നമുക്ക് മനുഷ്യന്മാരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു സാധനമാണെന്ന് വിചാരിച്ചോ. ഇവിടെ ഉള്ള അതേ എഫക്റ്റ് ഇവിടെ ഉണ്ടാവുമല്ലോ. ഇരുമ്പായതുകൊണ്ടാണ് നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്നത്. പക്ഷെ കാണാനും കേൾക്കാനും പറ്റാത്തൊരു വസ്തുവാണ് ഇതെന്ന് വിചാരിച്ചോ. ഇരുമ്പിന് പകരം ഒരു ദണ്ടുണ്ട്, ഈ കാണാനും കേൾക്കാനും പറ്റുന്നില്ല, ഗൈബിയായ അല്ല മെറ്റാഫിസിക്കലായ. അപ്പോൾ ഇത് ബന്ധം അവിടെ അല്ലേ? ഉണ്ട്. എന്ന് ഇതിന് പകരം ഇതൊരു പ്രകാശ കിരണാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ പ്രകാശ കിരണം എന്തായി? ഇവിടെ ഉണ്ടായ മാറ്റം ഇവിടെ
പിന്നെ 3,50,25,000 കിലോമീറ്റർ സെക്കൻഡ് അത്രയും പിന്നെ വൈകിട്ട് ഇത് ഇവിടെ ഫലിക്കും. അത്രയും വൈകിട്ട് ഇവിടെ ഫലിക്കും. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോ ഈ സൂര്യനേക്കാൾ കൂടുതൽ സ്പീഡിൽ ഉള്ള ഒരു കിരണാണെന്ന് വിചാരിച്ചോ, ഉടനെ ഇവിടെ ചലിച്ചാൽ അവിടെ ചലിക്കും. അതുപോലെയാണ് മനുഷ്യന്റെ തോട്ട്സ് എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് ചിന്തിക്കുന്ന ഒരു ചിന്ത, അതേ ചിന്ത ഇത് ആ ചിന്ത മനുഷ്യന്റെ ചിന്ത എവിടെയാണോ എത്തുന്നത് അവിടെ അവിടെ അപ്പൊ ഫലിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ പറഞ്ഞു മനസ്സിലായി എനിക്ക്? അപ്പൊ മനുഷ്യന്റെ ചിന്തയുടെ അത് സ്പീഡൊന്നൊന്നുമല്ല, അത്രയും വലിയ ഫാസ്റ്റ് സ്പീഡിലാണ് ഈ ചിന്തകളുള്ളത്. ചിന്തകൾ ഉള്ളതെന്ന് മാത്രമല്ല, ഈ ഈ ആത്മാവിന്റെ പ്രകാശം, ഈ ചിന്ത എവിടേക്ക് എത്തും അവിടേക്ക് ഈ ആത്മാവിന്റെ പ്രകാശം എത്തുന്നുണ്ട്. അപ്പൊ നോക്കുങ്ങൾ, നമ്മുടെ പ്രകാശം നമ്മളിപ്പോ ലോകത്ത് ഇപ്പൊ ഞാൻ സൗദി അറേബ്യയിൽ പോയിട്ടുണ്ട്. പിന്നെ മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ ഞാനൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അതിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനും കുട്ടികളൊക്കെ അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. അതിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് എന്റെ ആത്മാവ്, ദാറ്റ് മീൻസ് അതിന്റെ ഫങ്ഷൻ, എന്റെ തോട്ട്സ് മക്കാം ഇബ്രാഹിമിലെത്തി. അവിടെ എന്റെ നൂറായിട്ട് കണക്ഷൻ. അപ്പോ റൗദയിൽ ചെന്നിട്ട് ഞാൻ ഇരുന്നത് ഓർക്കുകയാണ്, ആ പച്ച കാർപ്പറ്റിൽ ഇരുന്നത് ഓർക്കുകയാണ്. അത് ഓർക്കുന്ന സമയത്ത് എന്റെ ഇവിടെ നിന്ന് പോകുന്ന എന്റെ ആത്മാവിന്റെ പ്രകാശം റൗദയിൽ എത്തിപ്പോ മദീനത്തുള്ള. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ പോയിട്ട് പിന്നെ മൈസൂർ പാലസ് പോയിട്ടുണ്ട്. അതിങ്ങനെ ഓർത്തപ്പോ എന്തായി, ഇവിടുന്ന് മൈസൂർ പാലസിലേക്ക് അപ്പൊ കണക്ഷൻ. പ്രകാശം ഒന്നൊന്നുമില്ല. അപ്പൊ ആത്മാവിന്റെ പ്രകാശം എന്ന് പറയുന്ന സാധാരണ നമ്മൾ ഈ ഓപ്റ്റിക് എന്ന് പറയുന്ന ഈ ലൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ സ്പീഡിലൊന്നുമല്ല ഇത് ഒരുമിച്ച. ഇതിന് സമയം ഇവിടെ നിന്ന് വിട്ട് അവിടെ എത്താൻ സമയമൊന്നും വേണ്ട. ദാറ്റ് മീൻസ് ഇന്റർ കണക്റ്റഡ്, അതിവിദൂരത്തുള്ള രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് ഒരേ സമയത്ത് കണക്റ്റഡ് ആയി നിൽക്കുന്ന സാധനം. ചുരുക്കി പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, മനുഷ്യന്റെ ചിന്ത, അവൻ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പ്രകാശം ഇവിടുന്ന് പുറത്തു പോകുന്നുണ്ട്. അതിന്റെ അളവും തൂക്കവും മെഷർ ചെയ്യാൻ കഴിയില്ല, അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള കണക്റ്റഡാ. എന്ന് വെച്ചാൽ നമ്മള് ലോകത്തുള്ള മനുഷ്യന്മാരെ കുറിച്ച് ഒന്നായിട്ട് നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന്മാരിലൊക്കെ കൂടെ നമ്മൾ കണക്റ്റഡാ. മനുഷ്യന്മാരുടെ ആത്മാവുകൾ തമ്മിൽ കണക്റ്റഡാ, ആ പ്രകാശം കണക്റ്റഡാ. ഐഡിയ മനസ്സിലായില്ലേ? അപ്പോ നമ്മള് അള്ളാഹുവിന്റെ വലിയ കർമ്മ പദ്ധതിയിലെ ലൗഹിൽ മഹ്ഫൂദിലെ കിതാബ് മുബീനിലെ ആകാശിക റെക്കോർഡിലെ കളക്റ്റീവ് അൺകോൺഷ്യസിലെ എല്ലാവരും നമ്മൾ കണക്റ്റഡ് ആണ്. ആ കണക്ഷൻ ഒരു ഭയങ്കരമായിട്ട് ഒരു പ്രകാശത്തിന്റെ കണക്ഷനാണ്. ആ പ്രകാശം ഫിസിക്സിന്റെ ലോകത്തല്ല, അത് മെറ്റാഫിസിക്സിന്റെ ലോകത്താണ്, ഗൈബിയായ ലോകത്താണ്, അദൃശ്യമായ ലോകത്താണ്, ആത്മാവിന്റെ നിന്നുണ്ടാകുന്ന പ്രകാശമാണ്. അതുകൊണ്ട് ഈ പ്രകാശം വഴി നമ്മൾ എല്ലാവരും കണക്റ്റഡ് ആണ്. ആ കണക്ഷനെ കുറിച്ചാണ് ടു പാർട്ടിക്കിൾസ് ബിക്കം കോറിലേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സ്റ്റേറ്റ് ഓഫ് വൺ പാർട്ടിക്കിൾ cannot be described independently without the others even they are separated by large distance. ഇത് മെറ്റാഫിസിക്സിൽ ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്ന സാധനമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇനി അതിന്റെ ബാക്കി അത് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം പെട്ടെന്ന്. നമ്മളൊരു നീയത്ത് വെച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾ ആ നീയത്ത് രേഖപ്പെടുത്തുന്നില്ലേ? ഉണ്ട്. നല്ലൊരു കാര്യം ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇത് രേഖപ്പെടുത്തുന്നു. രേഖപ്പെടുത്തിയാൽ അത് നല്ലൊരു സൽക്കർമ്മമാണെങ്കിൽ അതിനൊരു പ്രതിഫലം മാർക്ക് ചെയ്യുന്നു. അതവൻ ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെ മാർക്ക് ചെയ്യുന്നു. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അള്ളാഹ് നമ്മൾ തിരിച്ചു ഓർക്കുന്നില്ലേ? അള്ളാഹ് എവിടെയാ? ഗൈബിയായ ലോകത്തല്ലേ? അള്ളാഹു എല്ലാത്തിനെയും പിന്നെ അർഷിന്റെ പോലെ ഇസ്തവ ചെയ്തവനാണ്. അപ്പൊ ആ നമ്മളിപ്പോ അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഒറ്റക്ക് ഓർത്താൽ നമ്മൾ ഒറ്റക്ക് ഓർക്കും. നമ്മൾ അള്ളാഹുവിനെ ഒരു സദസ്സിൽ വെച്ച് ഓർത്താൽ അതിലേറെ നല്ല സദസ്സിൽ നമ്മൾ ഓർക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു ചാണ് വന്നാൽ അള്ളാഹ് ഒരു മുഴം വരും. നമ്മളൊരു മുഴം ചെന്നാൽ അള്ളാഹ് ഒരു മാറ് വരും. നമ്മൾ നടന്നു ചെന്നാൽ അള്ളാഹ് ഓടി വരും. എന്റെ അടിമ എന്നെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതുപോലെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അത് ഹദീസാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ രൂപഭാവങ്ങളല്ല നമ്മൾ ഇവിടെ കുറിച്ച് പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള കാരുണ്യം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു അതുപോലെയാണ് അള്ളാഹ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയാണ് അള്ളാഹ്. ദാറ്റ് മീൻസ് അപ്പൊ അള്ളാഹുമായിട്ടുള്ള സാമീപ്യമായ രീതിയിലാണ്. ഇവിടെ നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ സദസ്സിൽ വെച്ച് പറയാം, ഓൺലൈൻ സദസ്സാണ്. അൽഹംദുലില്ലാ 19 പേര് 20 പേരുള്ള സദസ്സിലാണ് നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അള്ളാഹു ഇതിനേക്കാൾ വലിയ മലക്കുള്ള സദസ്സിൽ ഇന്ന ആളുടെ മകൻ ഇഫ്സുർ റഹ്മാൻ ഒരു സദസ്സിൽ വെച്ച് എന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് അള്ളാഹ് മലക്കളോട് വിളിച്ചു പറയും. ഇപ്പത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ മലക്കളുടെ സാന്നിധ്യം, അറിവിന്റെ സദസ്സിൽ മലക്കളുടെ സാന്നിധ്യം ഉണ്ടാവും. ഇപ്പൊ ഈ അർത്ഥത്തിലുള്ള കണക്ഷൻ മാത്രമല്ല, കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാം. നമ്മൾ ഒരാൾ ചോദിക്കുകയാണ്, അള്ളാഹുവെ
എനിക്ക് സ്വർഗമുണ്ട, എനിക്ക് സ്വർഗം, അള്ളാഹു മാത്തിരൽ ജന്ന, അള്ളാഹു മാത്തിരൽ ജന്ന, അള്ളാഹുവിന ആത്തിരൽ ജന്ന എന്ന് 3 തവണ പറഞ്ഞാൽ സ്വർഗം ആ സമയത്ത് സ്വർഗം അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവെ ആ മനുഷ്യനെ എനിക്ക് വേണം, അവൻ എന്നെ ചോദിക്കുന്നുണ്ട്. അള്ളാഹു മജർന മിനന്നാർ, അള്ളാഹു മജർന മിനന്നാർ, അള്ളാഹു മജർന മിനന്നാർ 3 തവണത്തെ പറഞ്ഞാൽ നരകം ആ സമയത്ത് അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവെ അവൻ എനിക്ക് വേണ്ട, അവൻ എന്നിൽ നിന്ന് അഭയം തേടിക്കൊണ്ടിരിക്കുകയാണ്, വേണ്ട. ആ സമയത്ത് നരകം സ്വർഗം അള്ളാഹുവിനോട് സംസാരിക്കുക, നമ്മളിവിടെ സംസാരിക്കുക അനുസരിച്ച്. പറഞ്ഞ മനസ്സിലായില്ല? അപ്പൊ അതുപോലെ ഒരു ഭാര്യ തന്നെ ഭർത്താവിനോട് പിന്നെ പിണങ്ങി കിടന്നാൽ അവൾ കിടക്കുന്ന സമയത്ത് ഹൂറുല്ലീങ്ങൾ പറയുകയാണ്, എടി പെണ്ണെ, നീ പിണങ്ങി കിടക്കണ്ട, ഇദ്ദേഹം നല്ല മനുഷ്യനാണെങ്കിൽ കേട്ടോ, ഇദ്ദേഹം വരാനിരിക്കുന്നത് ഞങ്ങളുടെ അടുത്തേക്കാണ്. സോ നൗ ഇപ്പൊ നിന്റെ ചാൻസ് ആണ്, നിന്റെ കിടപ്പറയാണ് ഇപ്പൊ നിന്റെ ചാൻസാ, ഇപ്പൊ ഇനി ഹൂറുല്ലീങ്ങളെ ഞങ്ങളുടെ അടുത്ത് കൈകൾ വരാനുള്ളത് എന്ന് ആ സമയത്ത് ആ ഭാര്യയോട് ഹൂറുല്ലീങ്ങൾ, സ്വർഗത്തിലുള്ള പിന്നെ കന്യകകൾ പറയുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഞാനത് വിശ്വസിക്കുന്നു, പ്രവാചകൻ പഠിപ്പിച്ചതുകൊണ്ട്. പറഞ്ഞ പോയിന്റ് ആണല്ലോ. അപ്പൊ ഈ കണക്ഷൻ എങ്ങനെ നിലനിൽക്കുന്നത്? ആ കണക്ഷനാണ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആത്മാവിന്റെ പ്രകാശം ഇത്രയും പവറുള്ള സാധനം, ആ പ്രകാശം വെച്ചുകൊണ്ടാണ് ഇനി നമ്മുടെ ലൈഫ് പേഴ്സണാലിറ്റി റീഫ്രെയിമിങ് നടത്താൻ പോകുന്നത്. ഇത്രയും പവറുള്ള സാധനം നമ്മളെ മൈൻഡിൽ അല്ല തന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്റെ പ്രശ്നം തീർക്കാനും, എന്റെ സൈക്കോളജിക്കൽ പ്രശ്നം തീർക്കാനും, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പിന്നെ പരിഹരിക്കാനും എന്നെ കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ധാരെ കൊണ്ടാണോ കഴിയുക? ഇത്ര വലിയ സാധനം തന്നിട്ട്. യെസ്, അതാണ് വിഷയം. 2, സിങ്ക്രോണിസിറ്റി എന്ന് പറയും. അതായത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിച്ചാൽ അയാൾ ആ സമയത്ത് ഇങ്ങോട്ട് ഫോൺ ചെയ്യാണ്. അപ്പൊ എന്താ നമ്മൾ ചിന്തിച്ചാൽ അതൊരു ടെലിപ്പതി കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനാണ് ഈ കണക്ഷൻ. ഏത്? എന്റെ ആത്മാവ് ഞാൻ ചിന്തിക്കുന്ന വ്യക്തിയായിട്ട് കണക്റ്റഡാ. പലപ്പോഴും ഉണ്ട് അത്. എന്നെ ലൈഫ് കോച്ചിങ് കൊടുക്കുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ഞാൻ രാവിലെ രണ്ടുപേരും അങ്ങനെ ഇരുന്ന് സംസാരിച്ച് നല്ല ഇതാണ്. ഞാൻ കോച്ചിങ് ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്തെങ്കിലുമൊക്കെ പറയും, നല്ല. പക്ഷെ പലപ്പോഴും ഞങ്ങൾ ഒരേ പോയിന്റ് ഒരു ദിവസം സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവരാം. പല ദിവസവും രാവിലെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഒരേ പോയിന്റ് ആയിരിക്കും ഞങ്ങൾ പരസ്പരം സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവരാം. ദർ ഇസ് എ സിങ്ക്രോണിസിറ്റി. അപ്പോ നമ്മൾ ഒരു എന്ന് വിചാരിക്കുന്നു, ആ മറ്റൊരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ആ വിചാരിക്കുന്ന അതേ സംഭവം അപ്പോൾ അവിടെ നടക്കുന്നു എങ്കിൽ ഇതിനെ കോ ഇൻസിഡൻസ് എന്ന് പറയാം. എന്താണ് കോ ഇൻസിഡൻസ്? ഒരു ഒരു എന്തായാലും പറയാം മലയാളത്തിൽ, ഒരു അവിചാരിത സംഭവം എന്നൊക്കെ. നോ, ദുനിയാവിൽ കോ ഇൻസിഡൻസ് എന്ന് പറഞ്ഞ സാധനമല്ല. എല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗ്രേറ്റ് പ്ലാൻ. അവിചാരിത സംഭവം ഒന്നുമില്ല. അത് എല്ലാം ഒരു വലിയ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. അത് മൊത്തത്തിൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റിയാൽ അത് മനസ്സിലാവും സിങ്ക്രോണിസിറ്റിയാണ്. അതുകൊണ്ട് സിങ്ക്രോണിസിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാള് മനസ്സിൽ വിചാരിക്കുന്നത് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പൊ നമ്മളെ ചിന്ത ഭൂമിയിൽ നടക്കുന്നുണ്ട് എന്നർത്ഥം. നമ്മളിപ്പോ ചിന്തിക്കുന്നത് ഭൂമിയിൽ നടക്കുന്നുണ്ട് എന്നർത്ഥം. നമ്മൾ ചിന്തിക്കുന്ന സംഗതിയിൽ ഭൂമിയിൽ പലതും നടക്കാൻ തുടങ്ങുന്നുണ്ട് എന്നർത്ഥം. ഒരു ചിന്തയിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മുടെ മുമ്പിൽ 2-3 ഓപ്ഷൻ ഉണ്ട്. ഒരു ബിസിനസ് തുടങ്ങണോ വേണ്ടേ, അത് ഏത് ബിസിനസ്, എവിടെ, എങ്ങനെ. അത് നമ്മളിങ്ങനെ ചിന്തിച്ചൊരു തീരുമാനം എടുത്താൽ ആ പ്രവൃത്തി നടന്ന് ആളെ റിയാലിറ്റി ആകുന്നതിന് സ്റ്റാർട്ടിങ് ഇന്നത്തെ ചിന്തയിലാണ്. ആ ചിന്തയിൽ നിന്ന് എന്റെ ഉദ്ദേശത്തിലാ. ആ ഉദ്ദേശമാണ് നാളെ പ്രവൃത്തിയായി മാറുന്നത്. ഇന്നമല്ല മനുബിന്നിയ, നീയത്താണ്. നീയത്ത് കൊണ്ടാണ് ഈ പ്രവർത്തനം ഉണ്ടാകുന്നത്. ആ നീയത്ത് കൊണ്ട് പ്രവർത്തനം ഉണ്ടാകാനുള്ള നീയത്താണ് ഈ ഈ ചിന്ത. അപ്പൊ പറഞ്ഞു വരുന്നത്, ലോകത്ത് നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനെ എന്താ ഒരു പ്രത്യേക ഒരു നമ്പർ ഇങ്ങനെ ഒരു മനസ്സ് നമ്പർ ഇങ്ങനെ തോന്നുന്നു. ആ നമ്പർ ഉള്ള വണ്ടി ഫ്രണ്ടിൽ കാണുന്നു. അല്ലെങ്കിൽ ചില വ്യക്തികളെ കുറിച്ചുള്ള. അപ്പോ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് ഭൂമിയിൽ നടന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന പലതും നമ്മളെ ചിന്തയിൽ വരുന്നു. ഇതിനൊക്കെയാണ് ടെലിപ്പതി കണക്ഷൻസ് എന്നൊക്കെ പറയും. ഇതിനെ സിങ്ക്രോണിസിറ്റി എന്ന് പറയും. മെറ്റാഫിസിക്സിൽ കാൾ ജങ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഈ ഒരു ബന്ധം മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ ബന്ധം അധികവും പരസ്പരം സ്നേഹവും സന്തോഷവും ഉള്ള ആളുകളിലൂടെ ഉണ്ടാവുക. പരസ്പരം സ്നേഹവും സന്തോഷമുള്ള എത്രയോ അമ്മമാർക്ക് ഉമ്മമാർക്ക് ഉണ്ടാവണം. എന്റെ എന്റെ കുട്ടിയോടെ പോയി പെട്ടെന്ന് അറിയുമ്പോൾ കുട്ടി അപകടത്തിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതിനാണ് സൈക്കിക് ഇൻട്യൂഷൻസ്, കശ്ഫ് എന്ന് പറയും. നമ്മുടെ നാട്ടിലേക്ക് ഷിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല സാധനത്തെ മുജാഹിദുകള് മറ്റേ പോട്ടെ. സൈക്കിക് ഇൻട്യൂഷൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വലിയ പേജ് കണക്കിന് എഴുതി, 10-26 പേജ് എഴുതിയിട്ടുണ്ട്. സൈക്കിക് ഇൻട്യൂഷൻ. അപ്പൊ കുഞ്ഞിന് എന്താ സംഭവിക്കുന്നത് ഉമ്മാക്ക് തോന്നും, അല്ലെങ്കിൽ ആ പിന്നെ കുഞ്ഞിന് തോന്നിന്റെ ഉമ്മാക്ക് എന്താ സംഭവിക്കുന്നത്. അപ്പൊ കാരുണ്യത്തിന്റെ കണക്ഷനാണ് പ്രപഞ്ചത്തിലെ സകല ജന്തുക്കളെയും സകല ആത്മാക്കളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ വന്നത് അർറാഹിമൂന യർഹമുർ റഹ്മാൻ, കാരുണ്യം കാണിക്കുന്നവരെ നിങ്ങളോട് അള്ളാഹു കരുണ കാണിക്കും. അർഹമു അഹ്ലിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക്, ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും.
അതുകൊണ്ടാണ് നമ്മൾ കുടുംബബന്ധം ചേർക്കണം, കുടുംബബന്ധം ചേർക്കണം എന്ന് പറഞ്ഞ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ പോയിട്ട് പായസം കുടിച്ചു പോരല്ല. അതൊരു ആത്മീയമായ കണക്ഷനാണ് മക്കളെ. ആ കണക്ഷൻസ് ഇല്ലെന്ന് അറിഞ്ഞു നോക്കണം. ഇപ്പൊ നമ്മള് ഉദാഹരണം, ഞാൻ എന്റെ ഒരു ബന്ധു, ആ ബന്ധു ഒരു വർഷത്തിലൊരു തവണയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുള്ളൂ വിചാരിച്ചോ. പക്ഷെ ഒരുത്തൻ എന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്കന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ, ആ ബന്ധം അവിടെ പോയി. അവൻ സ്നേഹിക്കുന്നില്ല, പക്ഷെ എന്റെ മനസ്സിൽ എന്തായി, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ മനസ്സിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ബന്ധങ്ങൾ ചേർക്കുക. അപ്പൊ മനുഷ്യന്മാരുടെ പ്രപഞ്ചം മുഴുവൻ കണക്ട് ചെയ്ത് കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പ്രത്യേകിച്ച് മനുഷ്യന്മാരുടെ ബന്ധം കണക്ട് ചെയ്ത് കിടക്കുന്നത് റഹ്മത്തിലാണ്. അതോടെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞത് അവിടെ മവദത്തും റഹ്മത്തും എന്ന് പറഞ്ഞത്. മാത്രല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ച ഉടനെ റഹ്മ, കുടുംബബന്ധം എന്ന് പറയുന്ന സാധനം മുന്നോട്ട് വന്നിട്ട് അള്ളാഹുവേ, ആകാശഭൂമിയെ സൃഷ്ടിച്ച സമയത്ത് ചോദിക്കുകയാണ് അള്ളാഹുവിനോട്, അള്ളാഹുവേ എന്നെ മുറിച്ചവരെ നീ ബന്ധം മുറിക്കൂല ചോദിച്ചു. അള്ളാഹ് പറഞ്ഞു തീർച്ചയായിട്ടും. ദാറ്റ് മീൻസ് കുടുംബബന്ധം എന്ന് പറയുന്ന സാധനം വന്നിട്ട് അള്ളാഹിനോട് ചോദിക്കുകയാണ്, എന്നെ മുറിച്ചവരെ നീ ബന്ധം മുറിക്കൂലേ? മുറിക്കൂ. അപ്പോ മനുഷ്യന്മാര് തമ്മിലുള്ള ബന്ധം, പ്രപഞ്ചവുമായിട്ട് നമ്മളുടെ ബന്ധം, യൂണിവേഴ്സുമായിട്ട് ബന്ധം, നമ്മളെ പ്രപഞ്ചത്തിന് അപ്പുറത്തുള്ള ഒന്നാനാകാശവും അഞ്ചാനാകാശവും ഏഴാനാകാശവും ലൗഹുൽ മഹ്ഫൂദും അതിനപ്പുറത്തുള്ള എല്ലാ ബന്ധവും റഹ്മത്ത് എന്ന് പറഞ്ഞ സാധനമാണ്. അതെന്താ? വറഹ്മത്തി വസിഅത കുല്ല ഷൈഇൻ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നു. ഇത് എവിടുന്നാ വരുന്നത്? അള്ളാന്റെ അറിവിൽ നിന്ന്. അള്ളാന്റെ അറിവോടെ അള്ളാഹു മുഹീത്ത്, അള്ളാഹുവിന്റെ അറിവ് എല്ലാ വസ്തുക്കളും ചൂഴ്ന്നു നിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ല, അപ്പൊ അറിവ് എല്ലായിടത്തും ഉണ്ട്. അതെന്താ അള്ളാന്റെ അറിവ്? ആ അറിവുകൾ എല്ലായിടത്തുള്ള എല്ലാ അറിവിലും അതിൻ്റെതായിട്ടുള്ള എമോഷൻസ്, ഡിസയർ ഉണ്ടാവും, മഷിയത്ത് ഉണ്ടാവും. അത് മനുഷ്യന്മാരുടെ ആത്മാവിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നിയ്യത്ത് വരും. ആ നിയ്യത്ത് പിന്നെ ഇറാദത്താവും, അതാണ് കൂവത്തായി മാറുന്നത്. അതുകൊണ്ട് എന്റെ നെഞ്ഞിലുണ്ടാകുന്ന ഈ കൽബ്, ഈ ആത്മീയമായ കൽബ്, ഈ കൽബിൽ നിന്നുണ്ടാകുന്ന പ്രകാശം എന്റെ കൽബിൽ നിറയെ, അതിന് പുറമെ എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ, പിന്നെ എന്റെ ശരീരത്തിന്റെ പുറത്ത്, പിന്നെ ഞാൻ ആരുമായിട്ടൊക്കെ ബന്ധമുണ്ടോ അവരിലേക്ക്, ഞാൻ ആരെക്കുറിച്ചൊക്കെ എനിക്ക് അറിയോ അവരിലേക്ക്, അത് പിന്നെ ഞാൻ നിൽക്കുന്ന ഈ റൂം, ഇവിടെ ഈ ബിൽഡിങ്, ഇവിടെ ബാംഗ്ലൂര് ഇലക്ട്രോണിക് സിറ്റി, ബാംഗ്ലൂർ ടൗണ്, കേരളം, ഇന്ത്യ, ഏഷ്യ, ഭൂമിക്കപ്പുറത്ത് ഒന്നാനാകാശം, ഭൂമി, കടല്, ഭൂമിന്റെ അടിയില് കടല്, ഒന്നാനാകാശം, 2, 3, 4, 5, 6, 7 ലൗഹുൽ മഹ്ഫൂദ്, അങ്ങനെ എല്ലാ അർഷിന്റെ ഉപരിതലം എല്ലാം. അപ്പൊ പ്രവാചകൻ നമ്മൾക്ക് എന്തെല്ലാം അറിവുണ്ടോ അവിടെയൊക്കെ നമ്മൾ ആ അറിവുള്ളിടത്ത് മുഴുവൻ എന്റെ പ്രകാശം എത്തും. ആ പ്രകാശം എത്തും. ഏതുപോലെ? ഈ പന്തിന്റെ ഇതിവിടെ അമർത്തി ഇവിടെ വെക്കുന്നത് പോലെ. അപ്പൊ എത്ര വലിയ സാധനമാണ് ഇതിനകത്തുണ്ടാകുന്ന നൂറ് പ്രകാശം. അതുകൊണ്ട് എല്ലായിടത്തും എത്തുന്ന ഒരു പ്രകാശം നമ്മളെ കൽബിലുണ്ട്. ആ പ്രകാശം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ മാറ്റി തിരുത്തുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിന്റെ മാറ്റം ഈ പ്രകാശത്തിലൂടെ മാറ്റി കൊടുത്താൽ മതി. അത് അറിവ് മാറ്റിയ ഈ പ്രകാശം മാറും. ഈ അറിവ് നമ്മുടെ ഉള്ളിൽ അറിവ് മാറ്റിയ പ്രകാശം മാറും. ഓക്കെ. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നോക്ക്, നമ്മളെ പിന്നെ ഇപ്പം ഞാൻ ഈ സ്ട്രക്ചറിലേക്ക് കാണിച്ചു തന്നല്ലോ. നമ്മളെ കൽബിന്റെ പ്രവർത്തനം, ഇന്റലക്ച്വൽ പ്രവർത്തനം ആ റോസ് കളറിൽ കാണാം, ഉള്ളിലുള്ള അതിന്റെ അടിയിലുള്ള മെമ്മറി. ആ മെമ്മറി, അപ്പൊ അടിയിലുള്ള ഭാഗം എന്താ? ഫിസിക്കൽ വേൾഡ്, മറ്റത് യൂണിവേഴ്സൽ മെറ്റാഫിസിക്കൽ വേൾഡ്. അപ്പോൾ നമ്മുടെ മെമ്മറി, അതിലുണ്ടാകുന്ന നോളജും ബിലീഫും, അതാണ് നമ്മുടെ ശരീരത്തിലൂടെ പ്രവൃത്തിയായി മാറുന്നത്. അതാണ് നമ്മുടെ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന്റെ പ്രകാശവുമായിട്ട് ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും വിജയമാക്കി മാറ്റുന്നത്, പല വിജയങ്ങളെയും പരാജയമാക്കി മാറ്റുന്നത്. അവിടെ വിജയപരാജയങ്ങൾക്കിടയിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് നീങ്ങുക. അപ്പൊ എന്തായി? ഇല്ലല്ലദീന ആമനു, നോളജ് ആൻഡ് ബിലീഫ്, വഅമലു സ്വാലിഹാത്തി, പ്രവർത്തനം, സ്പ്രെഡിങ് ഗുഡ്നെസ് ടു ദ ബിൽ ഹക്കി, ജനങ്ങൾക്ക് ഹൈർ നൽകുക, ദാറ്റ് മീൻസ് സ്പ്രെഡിങ് ഗുഡ്നെസ്, നന്മ പ്രചരിപ്പിക്കുക. വതവാസൗ സബർ, പരാജയത്തിലും പരിശ്രമത്തിലും, ദുനിയാവിൽ ജീവിച്ചു പോകുമ്പോൾ പരാജയത്തിലും പരിശ്രമത്തിലും ക്ഷമ അവലംബിക്കുക. അപ്പൊ വൽ അസ്ർ എന്നുള്ള സൂറത്തിന്റെ അത് ഈ അനാട്ടമിയിലുണ്ട്. ഇതിനപ്പുറത്തേക്ക് കൽബ്, ലുബ്, ഫുആദ്, സദർ, അതുപോലെ അകല്, ഫിക്ർ, ദിക്ർ, ഹിഫ്ള്, ഹിക്മ, ഇതൊക്കെ ഉലമാക്കൾ പഠിപ്പിച്ച ഈ സാധനം എല്ലാം കൂടെ ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ
ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സൂറത്തിലുണ്ട് എല്ലാം. ഇമാം ഷാഫി പറഞ്ഞ ഉദ്ധരണി അങ്ങനെയാ. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, അറിവ് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ ഫറലാക്കപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജനങ്ങളെ നന്മ പഠിപ്പിക്കലാണ്. അത്തരക്കാർക്കാണ് ആകാശത്തുള്ള പറവുകളും പിന്നെ ആകാശത്തുള്ള മലക്കളും അതുപോലെ മാളത്തിനടിയിലുള്ള ഉറുമ്പുകളും കടലിനടിയിലുള്ള മത്സ്യങ്ങളും അത്തരക്കാർക്ക് വേണ്ടി പ്രാർത്ഥന ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഹദീസിനെ വെച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം. അതുകൊണ്ട് അറിവ് കൊണ്ട് ഞാനിപ്പോ എന്തൊരു ഒരു കുട്ടിയോട് സംസാരിച്ച് ഓൺലൈൻ, അത് ഒരു കാഷ്വൽ ക്ലാസ്സിൽ സംസാരിച്ച ഓൺലൈൻ. അപ്പൊ എന്നോട് ചോദിച്ച കുട്ടിയുടെ സ്ത്രീയാ, ഹിഫ്സുൽ യു ഹാവ് എ ലോട്ട് ഓഫ് ക്വാളിഫിക്കേഷൻസ് എന്ന് ചോദിച്ചു. ആ, ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. സോ യു ആർ സ്റ്റിൽ ലേണിംഗ്, യു ആർ സ്റ്റിൽ ലേണിംഗ്. സോ വാട്ട് എൽസ് ക്യാൻ ഐ ഡു ഇൻ ദ ലോ ഇൻ ദ വേൾഡ്? എനിക്ക് എന്ത് ചെയ്യാനാ, വേറെ എന്ത് ചെയ്യാനാ ഈ ലോകത്ത്? വേറെ എന്ത് ചെയ്യുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും നല്ലത്? പറ. ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ അൽഹംദുലില്ലാ സെറ്റിൽഡ് എവറിത്തിങ്, അൽഹംദുലില്ലാ. എന്റെ വീടും എന്റെ എല്ലാം സെറ്റിൽഡ്, മക്കളും അവരുടെ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസം, അവർക്ക് ഇൻഷാ അല്ലാഹ് എവറിത്തിങ് ഈസ് ക്വാളിഫൈഡ് ആൻഡ് ദേ ആർ പ്രിപ്പയറിംഗ് ഫോർ ദ ജോബ്. ഞാൻ ഐ ആം സെറ്റിൽഡ്. സോ ഞാൻ എന്റെ ഹെൽത്തും എന്റെ മെന്റൽ ഹെൽത്തും എന്റെ ഫിസിക്കൽ ഹെൽത്തും എന്റെ എല്ലാം നോക്കിക്കൊണ്ട് ഒപ്പം പഠിക്കുക. അതിനപ്പുറത്തേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്തുണ്ട് ലോകത്ത് ചെയ്യുവാൻ? ആ ചോദിച്ചപ്പോൾ സ്ത്രീക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ഞാൻ ഇന്നലെ വേറൊരാളുടെ എന്നോട്, നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പോലും പഠിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. 48-49 വയസ്സായ സ്ത്രീയാണ്. അവര് പറയാ, എനിക്ക് പഠിക്കണം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ പഠിക്കുക. ഇത് വേറെന്താ ഈ ലോകത്ത് ചെയ്യാനുള്ളത്? വേറെ എന്താ ഈ ലോകത്ത് ചെയ്യാനുള്ളത്? പഠിക്കുക. ആ അറിവ് കരസ്ഥമാക്കുക, അറിവ് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. അതുകൊണ്ട് ഈ പ്രകാശം, ഇത് ഞാൻ വെറുതെ ഇങ്ങോട്ട് പറയുന്നതല്ല, അള്ളാഹുന്റെ റസൂൽ നമ്മോട് പ്രാർത്ഥിക്കപ്പെട്ട പ്രകാശം. അള്ളാഹു ഖൽബി നൂറൻ ബസറി നൂറൻ സമഈ നൂറൻ എന്നൊക്കെ പറഞ്ഞ എന്റെ കണ്ണിൽ പ്രകാശം കൊണ്ട, എന്റെ കരളിൽ കൊണ്ട, എന്റെ ചെവിയിൽ കൊണ്ട, പിന്നെ യമീനി എന്റെ ഇടത്ത്, എന്റെ വലത്ത്, യമീനി എന്റെ വലത്ത്, എന്റെ ഇടത്ത്, എന്റെ മുകളിൽ, എന്റെ പിന്നിൽ, എന്റെ ബാക്കിൽ, എന്റെ മുമ്പിൽ, 6 സൈഡിൽ വജഅല്ലിനൂറ, എന്നിൽ പ്രകാശം നിറക്കിറപ്പ്. ഈ പ്രകാശത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഈ പ്രകാശത്തെ കുറിച്ചാണ് ഇമാം ഇബ്നു അബ്ബാസ് പറഞ്ഞത്. ഈ പറഞ്ഞ ഈ ഹദീസുകളൊക്കെ വെച്ചിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ ഗ്രന്ഥത്തെ ഈ പോയിന്റ് വിശദീകരിച്ചിട്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയണം, ഒരാളുടെ സൽപ്രവർത്തനങ്ങൾ അയാളുടെ മുഖത്ത് പ്രകാശം കൊണ്ടുവരും, ഹൃദയത്തിൽ മുഖത്ത് തിളക്കം കൊണ്ടുവരും, ഹൃദയത്തിൽ പ്രകാശം കൊണ്ടുവരും, ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉപജീവനം വർദ്ധിക്കും, അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആരോഗ്യം നൽകും. സഹജീവികളുടെ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ, മഹ്ലൂക്കുകളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തോട് സ്നേഹം തോന്നിക്കും. ഈ സ്നേഹമാണ് ക്രിപ്റ്റോസോളജിയുടെ വിഷയം. ക്രിപ്റ്റോസോളജി പറഞ്ഞ വന്യമൃഗങ്ങൾ മരിക്കുന്ന, സിംഹവും കടുവയും പുലിയൊക്കെ മരിക്കുന്ന ആളുകളുണ്ട്. മരിക്കുന്നതിന് പിന്നിൽ എന്താ അറിയോ? സ്നേഹം എന്ന് പറയുന്ന മേഴ്സി, കാരുണ്യം, ലവ്, കമ്പാഷൻ, എമ്പതി, സിമ്പതി, ഈ സാധനം കൊണ്ടാണ് മൃഗങ്ങളെ മരിക്കുക. അതല്ലാതെ നമ്മളെ പോക്കിരിത്തരം കൊണ്ടല്ല. തന്റെ ജനങ്ങളെയും അട്രാക്ട് ചെയ്യുന്ന സാധനം അതാണ്. ശൈത്താന്മാരെ റിട്രാക്ട് ചെയ്യുന്ന സാധനം അതാണ്. ശൈത്താന്മാരെ അകറ്റുന്നത്. കാരണം റഹ്മത്തിൽ നാട്ടി അകറ്റപ്പെട്ടതാണ് ശൈത്താന്. അപ്പൊ നമ്മളുള്ളിൽ ഈ റഹ്മത്ത് എന്ന സാധനം ഉണ്ടായി പിന്നെ വിട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് ആ റഹ്മത്ത് കൂട്ടാനാണ് അന്നാണ് ഖുർആൻ ഓതുന്നത്. ശൈത്താന്മാരെ പുറത്തിറക്കാൻ വേണ്ടി ഖുർആൻ ഓതുന്നത് എന്തുകൊണ്ടാ? നമ്മളെ റഹ്മത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാ. ആ റഹ്മത്ത് കൂട്ടുന്ന സമയത്ത് ശൈത്താന്മാരെ പുറത്തു പോകുക. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ശൈത്താൻ ഉണ്ടെങ്കിൽ ശൈത്താൻ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി റഹ്മത്തിന്റെ അകത്ത് വെക്കുക. മനസ്സിലല്ലേ? ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം. പിന്നെ റഹ്മത്തിന്റെ ആയത്തുകൾ ധാരാളം ഓതി കൊടുത്താൽ മതി. മനസ്സിലല്ലേ? റഹ്മത്തിന്റെ ആയത്തുകൾ ധാരാളം ഓതി കൊടുത്താൽ ആ ശൈത്താന്മാർക്ക് ഭയങ്കര പ്രയാസമാണ്. എനിവേ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പറഞ്ഞു വരുന്നത്, ഇതിനകത്തുണ്ടാകുന്ന പ്രകാശം അതാണ്. ആ പ്രകാശത്തെ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്തിന്? ജീവിതത്തിൽ ഹൈറും വരുത്താൻ. അതെങ്ങനെ? ഈ പ്രകാശത്തിന് തടസ്സമായി വരുന്ന എന്റെ മെമ്മറിയിലുള്ള, എന്റെ തന്നെ ആത്മാവിലുള്ള, അല്ലെങ്കിൽ എന്റെ മെമ്മറിയിലുള്ള, എന്റെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള വിഷമം, ദുഃഖം, പേടി, സങ്കടം, നിരാശ, ഇതൊക്കെ കൂടെ ഒഴിവാക്കുക. അത് ഒഴിവാക്കാൻ സ്വന്തം കഴിയില്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കോലത്തിൽ തെറാപ്യൂട്ടിക് കൗൺസിലിങ്ങും മറ്റൊക്കെ ചെയ്തിട്ട്, അതൊരു വലിയ സംഭവമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ വിചാരം കൗൺസിലിംഗ് തന്നെ അത് ഡൈവോഴ്സിന് മുമ്പ് ചെയ്യുന്നതല്ലേ ഒരാൾ. വിദ്യാഭ്യാസമുള്ള ചെക്കന, MBA BBA ഒക്കെ കഴിഞ്ഞേക്കന. അല്ല, അത് ഡൈവോഴ്സിന് മുമ്പ് ചെയ്യുന്നതല്ലേ. കൗൺസിലിംഗ് അത് ഭ്രാന്തന്മാർക്ക് കൊടുക്കണമല്ലേ. ഇതിങ്ങനെയാണ് വരുത്തി വെച്ചിട്ടുള്ളത്. എന്ത് ചെയ്യാനാ? നോ. പുറത്തിറങ്ങിയപ്പോൾ എല്ലാ വീട്ടിലും ഒരു കൗൺസിലർ ഉണ്ടാവും, ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവും. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, കുട്ടികൾക്ക് ചെറിയൊരു ഒരു ബിഹേവിയർ പ്രോബ്ലം കണ്ടാൽ പിറ്റേന്ന് കൗൺസിലറെ വിളിക്കും, അത് അറ്റൻഡ് ചെയ്യും. ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് കുട്ടികളെ വഴിവിട്ട് പോകുന്നത്. പറഞ്ഞു വരുന്നത്, നമ്മളകത്തുണ്ടാകുന്ന ഈ വിഷമം, ദുഃഖം, പേടി, സങ്കടം, പ്രയാസം എല്ലാം കൂടെ നമുക്ക് ഫ്രീ ആക്കി എടുത്താൽ ഈ പ്രകാശം പുറത്തു വരും. ഈ പ്രകാശത്തെ പിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് അതെങ്ങനെയാ? ബ്രെയിൻ സ്കിൽ.
ഈ ബ്രെയിൻ സ്കില്ലിന്റെ 86 ബില്യൺ ന്യൂറോൺസ് ഇതിനകത്ത് ഇതിനെ നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ സൈനാപ്റ്റിക് കണക്ഷൻസ് ന്യൂറോൺസുകൾ തമ്മിൽ കണക്ഷൻ ആകും. ഒരു എനർജി കൂടെ പാസ് ചെയ്യും. ഈ എനർജിയാണ് വൈറ്റൽ എനർജി ഓഫ് ദി ബോഡി ആൻഡ് സ്പിരിച്വൽ എനർജി ഓഫ് ദി മൈൻഡ്. ആത്മാവിന്റെ ആ സ്പിരിച്വൽ എനർജിയും ശരീരത്തിന്റെ വൈറ്റൽ എനർജിയും അതാണ് നമ്മളെ എനർജി. അതുകൊണ്ട് കൂടുതൽ പുതിയ പുതിയ അറിവ്, പുതിയ സാഹചര്യം, പുതിയ വിഷയം, പുതിയ ചിന്ത, പുതിയ കാഴ്ച, പുതിയ ഇമാജിനേഷൻ, പുതിയ കേൾവി, പുതിയ സൗണ്ട്, പുതിയ 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 കിട്ടുമ്പോൾ ന്യൂറോൺസ് പുതുതായിട്ട് വർക്ക് ചെയ്യും. പുതിയ പുതിയ ന്യൂറോൺസ് വർക്ക് ചെയ്യും. ഈ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നത് ഇതുപോലെ നമ്മളെ മസിലിന്റെ സെല്ലും വർക്ക് ചെയ്യും. മസിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയും. നമ്മളൊരു പണിയെടുത്തപ്പോ നമ്മളെ മസിൽ ഇങ്ങനെ ഉണ്ട്, ഇതൊരു 10 കൊല്ലമായിട്ട് ഉപയോഗിക്കണില്ലായിരിക്കും. ഇതില് ഈ മസിൽ 10 വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ല വിചാരിച്ചു. അതിന്റെ അർത്ഥം ഈ മസിലിന്റെ ഒരു 40% ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി 60 റിക്രൂട്ട് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പറഞ്ഞ മനസ്സിലല്ലേ? അപ്പൊ മസിൽ റിക്രൂട്ട്മെന്റ് കൂടുതൽ ബോഡി വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മസിൽ പിന്നെ നമ്മളെ എന്താ പറയാ നെർവസ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് കൂടുതൽ ബ്ലഡ് അവിടെ എത്തുമ്പോൾ മസിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയാം. എന്നതുപോലെ ഇതിനെ എന്താ പറയാ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയാം. കൂടുതൽ ന്യൂറോൺസിന് അത് 97 വയസ്സ് വരെ പുതിയ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യും. 97 വയസ്സ് വരെ പുതിയ ന്യൂറോൺസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെ റിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ്ട്രോക്ക് ഒക്കെ വന്ന ആളുകൾക്ക് ബ്രെയിൻ ജിം നല്ലോണം കൊടുത്തിട്ട് നമ്മൾ ശരിയാക്കി എടുക്കുക. സ്ട്രോക്ക് വന്ന ആളുകൾക്ക് ബ്രെയിൻ ജിം ഇഷ്ടം പോലെ ബ്രെയിൻ സ്കില്ല് കൊടുത്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളപ്പോ ബ്രെയിൻ സ്കില്ല് പുതിയ 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 സംഗതികളിൽ നമ്മളെ മൈൻഡും ശരീരവും വർക്ക് ചെയ്യുമ്പോഴാണ് ആത്മാവിലെ പ്രകാശം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് വെറും ഒരു കൗൺസിലിംഗ് നടത്തി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അയാളുടെ ലൈഫിനെ മാറ്റാൻ ലൈഫ് സ്റ്റൈല് മാറ്റിക്കൊടുത്ത് അദ്ദേഹത്തിന്റെ ചിന്തയെ, കാഴ്ചപ്പാടിനെ, അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ബോഡി വർക്കൗട്ടിനെ മാറ്റണം. ഇപ്പൊ അസുഖങ്ങൾ 10, 20, 30 ഒക്കെ അസുഖങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആൾക്കാരുടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് കയറില്ല മക്കളെ, ഒരു മാസം സമയം തന്നേക്ക്. ഇതൊന്നും ഏറൂല, അങ്ങനെ തന്നെ പറയുന്നത്. ഇതൊന്നും ഏറൂല, ഒരു മാസം സമയം തന്നേക്ക്. എന്റെ ഈ ഹീലി ഡിവൈസും ഉണ്ട്. ഈ ഡിവൈസും വെച്ചിട്ട് ആ ഡിവൈസിന്റെ ഹെൽപ്പോട് കൂടി ഒരു 1 മന്ത് കൗൺസിലിംഗ് കൊടുക്കും. ഒരു 2 വീക്സ് 3 വീക്സ് ആകുമ്പോൾ അവന്റെ ഫിസിക്കൽ പ്രോബ്ലംസ് പോയി. ഇപ്പൊ എന്റെ കയ്യിലുള്ള പേഷ്യൻസ് അങ്ങനെയാണ്. എന്റെ ഫിസിക്കൽ പ്രോബ്ലംസ് എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, എന്ത് പ്രോബ്ലം ആയാലും വേണ്ട, അവന്റെ പ്രോബ്ലം പോയി. കാരണം അവനെ രോഗത്തിന്റെ ആ മേഖലയിൽ നിന്ന് ഞാൻ ആരോഗ്യത്തിന്റെ മേഖലയിലേക്ക് എടുക്കുകയാണ്. പിന്നെ അവന്റെ ചിന്തയും കാഴ്ചയും കേൾവിയും ഒക്കെ ആരോഗ്യമാണ്, രോഗമല്ല. രോഗത്തെക്കുറിച്ചുള്ള പഠനം നിർത്തി, രോഗത്തിലെ ഗവേഷണം നിർത്തി, രോഗത്തെക്കുറിച്ചുള്ള ചിന്തയെ മാറ്റി കൊടുത്തതാക്കി. അപ്പോഴാണ് അവന്റെ ബോഡി വർക്ക് ചെയ്യുന്നത്, അവന്റെ എമോഷൻ വർക്ക് ചെയ്യുന്നത്, അവന്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ഈ വർക്കിംഗ് ആണ് ഞാൻ പറഞ്ഞ ക്വാണ്ടം എൻടാങ്കിൾമെന്റ്. ഇവിടുന്ന് പോകുന്ന 100 എവിടെ എത്തുന്നത്, എവിടേക്കും എത്തും. അപ്പൊ നമ്മൾ സ്വർഗം ചോദിച്ചാൽ ദൂരം സ്വർഗത്തിലേക്ക് എത്തും. സ്വർഗം ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ മലക്കത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അവിടെ മലക്ക് ഇവിടെ കേൾക്കുക ഇല്ലേ? കേൾക്കുന്നത് കണക്റ്റഡ്. അപ്പൊ നമ്മൾ മലക്ക് ലോകത്തേക്ക് കണക്റ്റഡ് ആണ്. ഇതേമാതിരി ചൈത്തന്മാരെ ലോകത്തേക്ക് കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ സ്വർഗം ചോദിച്ചാൽ ആ മലക്കത് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു നെയ്യത്ത് വെക്കും, മനസ്സിൽ നെയ്യത്ത് വെക്കുക, മലക്ക് എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മലക്കുടെ ലോകത്ത് കണക്റ്റഡ് ആണ്. ഇതുപോലെ ചൈത്തന്മാരുടെ ലോകത്ത് കണക്റ്റഡ് ആണ്. ഇതുപോലെ തന്നെ മനുഷ്യന്മാർ തമ്മിൽ കണക്റ്റഡ് ആണ്. അങ്ങനെ തമ്മിൽ കണക്റ്റഡ് ആവുന്നത് നല്ല 2-3 കണക്ഷൻസ് ഉണ്ടാവും. കാരുണ്യത്തിന്റെ കണക്ഷൻസ് ഉണ്ടാവും, ശത്രുത കണക്ഷൻസ് ഉണ്ടാവും, അസൂയന്റെ കണക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അസൂയയുടെ കണക്ഷൻസ് ഉണ്ടാവുമ്പോൾ ഒരുത്തൻ അസൂയ കൂട്ടുമ്പോൾ മറ്റേന് ഇവിടെ ഉപദ്രവം ഉണ്ടാവുന്നത് അല്ലേ? അസൂയ കൂട്ടുമ്പോൾ ഇവിടെ ഉപദ്രവം ഉണ്ടാവും. അസൂയ ചെയ്യുന്നവൻ ചിലപ്പോ ഉഗാണ്ടയിലായിരിക്കും, അല്ലെങ്കിൽ അവനെ വേറെ എവിടെയെങ്കിലും രാഷ്ട്രത്തിലോ പിന്നെ UK എവിടെ ആയിരിക്കും, അവിടൊപ്പം സമയം വേറെയാ. അവിടെ നിന്ന് അസൂയ കൂട്ടുമ്പോൾ ഇവിടെ അസ്വസ്ഥത ഉണ്ടാകുന്നത് അവന്റെ അസൂയ ഇവിടെ എത്തുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ്. അസൂയയുടെ കണക്ഷൻ അവിടെ ഉള്ളത്. ഈ കണക്ഷൻ അല്ല വേണ്ടത്, കാരുണ്യത്തിന്റെ കണക്ഷനാണ്. അങ്ങനെ വരുന്ന സമയത്ത് വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സൗദി തുമ്മ എന്ത് പറ്റിമ്മ, എന്തൊരു സുഖം തോന്നില്ല, വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിട്ട് വിളിച്ചു ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ഈ കണക്ഷൻ, ഇതൊരു ടെലിപ്പതി കണക്ഷനാണ്. ഇതാണ് വാസ്തവത്തിൽ സൈക്കിക് ഇൻട്യൂഷൻസും ക്വാണ്ടം എൻടാങ്കിൾമെന്റും സിങ്ക്രോണിസിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ മൈൻഡ് എന്ന് പറഞ്ഞ ഈ സാധനത്തിലെ ചിന്തയും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശവും മക്കളെ ലോകത്തിൽ വെച്ച് ഏറ്റവും ഇതുള്ള സാധനമാണ്. അത് അറിവിൽ നിന്നാണ് ഉണ്ടാവുക. നല്ല അറിവിൽ നിന്ന് ഇത് കൂടും, ചീത്ത അറിവിൽ നിന്ന് ഇത് കുറയും. ചീത്ത അറിവിൽ നിന്ന് കൂടും എങ്ങനെ? ചീത്ത പവർ കൂടും. മനസ്സിലായില്ലേ? ദുലുമാത്ത് കൂടും. അതുകൊണ്ടാണ് ഈ സിഹിറിന്റെ പിന്നിൽ എന്താ പ്രവർത്തിക്കുന്നത്? ചീത്ത പ്രവർത്തനം. അപ്പൊ ചീത്ത പ്രവർത്തനത്തിന്റെ ചീത്ത എനർജി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞത്, അറിവ് എന്നതിന് ഒരു ഭൗതികമായി കാണാൻ പറ്റുമെങ്കിൽ, ഭൗതികമായി കാണാൻ പറ്റുന്ന സാധനമാണ് ഈ അറിവെങ്കിൽ സൂര്യനേക്കാൾ കൂടുതൽ അതിന് തിളക്കമുണ്ടാകും, ചന്ദ്രനേക്കാൾ കൂടുതൽ അതിന് തിളക്കമുണ്ടാകും. അറിവ് ഏതിന്?
ആത്മാവിൽ എൻ്റർ ചെയ്ത അറിവിനെ, ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ച അറിവിനെ എന്താ വിചാരിച്ചത്? ഈ അറിവാണ്. അപ്പൊ ഈ മനസ്സ് എന്ന് പറഞ്ഞ സാധനം എന്താ? അത് അറിവ്. മനസ്സിനടിയിൽ എന്താ ഉള്ളത്? അറിവ്. ശരീരത്തിൽ എന്താ ഉള്ളത്? 99.99999% അറിവ്. ഈ അറിവിന്റെ പ്രകാശമാണ് ഈ പറഞ്ഞത്. സൂര്യനേക്കാൾ കൂടുതൽ പ്രകാശം ഉണ്ടാവും. ഇപ്പൊ നൂറ് എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് ഐഡിയ കിട്ടിയത് നിങ്ങൾക്ക് എങ്കിൽ ആ സാധനം വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മളെ റീഫ്രെയിം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ട്രാൻസ്പേഴ്സണൽ കൗൺസിലിംഗ് മീൻസ് അഡ്രസ്സിംഗ് ദ സ്പിരിച്വൽ പേഴ്സൺ ഇൻസൈഡ് ദ ഫിസിക്കൽ പേഴ്സൺ. ശരീരത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ അകത്തുണ്ടാകുന്ന ഒരു ആത്മീയ ശരീരം ഉണ്ടല്ലോ, ആത്മാവ്, അവരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവനെ നമ്മൾ പ്രകാശമുണ്ടാക്കി മാറ്റാണ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അടുത്ത സ്റ്റഡി മെറ്റീരിയൽ തുടങ്ങണം. സെക്ഷൻ 7 ലെക്ചർ 3, ഫെയ്ത്ത് ആൻഡ് വേഴ്സസ് ഫെയ്റ്റ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പല ആളുകളുടെയും മനസ്സിലുണ്ടാകുന്നതും ഇപ്പോഴും അവിടെ കെട്ടിപ്പണിഞ്ഞ് കിടക്കുന്ന ഒരു ചോദ്യം. അല്ല, വിധി ഉണ്ടല്ലോ. ഉണ്ട്. വിധിയിൽ വിശ്വസിക്കണ്ടേ? വിധിയിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഈമാൻ കാര്യത്തിൽ ഒന്ന് പോകില്ലേ? മുസ്ലിം അല്ല. ഓക്കെ. അപ്പൊ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ അള്ളാഹു എല്ലാ കാര്യവും 7 ആകാശവും 7 ഭൂമിയും സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് എഴുതി വെച്ചിട്ടില്ലേ? ഉണ്ട്. എല്ലാ സംഗതികളും അള്ളാഹ് ആൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കണ്ടേ? വേണം. അതുപോലെയല്ലേ നടക്കുള്ളൂ? അതെ. എങ്കിൽ പിന്നെ ഒരാൾ നന്നാകോ, ഒരാള് കുരുത്തം കെട്ടവനാകോ, ഒരാൾ സ്വർഗത്തിന്റെ ആളാകോ, ഒരാൾ പിന്നെ നരകത്തിന്റെ ആളാകുവോ, ആ മനുഷ്യനെ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യൂല, ഇത് ആൾറെഡി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മനുഷ്യന് എന്ത് റോളാണ് ഈ ലൈഫിലുള്ളത്? അപ്പൊ ശരിയൊരു ഒരു 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 മോലിയർ വ്യാഖ്യാനം വരും. അല്ല, അള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ മാറ്റിക്കോളി, നിങ്ങൾ പ്രാർത്ഥിച്ചോളി, ഞാൻ വിധി മാറ്റിത്തരാം. ഏ അള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഞാൻ പ്രാർത്ഥന കൊണ്ട് വിധി മാറ്റാം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഞാൻ മാറ്റിത്തരാൻ അള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ എനിക്ക് ചോദിച്ചങ്ങാതി, ഒന്ന്, ഈ പ്രാർത്ഥന നടന്നത് മാപ്പിളാർക്കല്ലേ ഉള്ളൂ? ലോകത്ത് ഏത് കാലത്തെടുത്ത് നോക്കിയാലും മാപ്പിളാരല്ലാത്തവരില്ലേ ലോകത്ത്? ഉം അപ്പൊ ഈ മാപ്പിളാരല്ലാത്തവരെന്താ ചെയ്യുക? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പൊന്നാര കുഞ്ഞാപ്പൂ, ഈ മൂലയാരോട് ഞാൻ ചോദിച്ചു, ഇന്റെ വരുന്ന മൂലയാരന്മാരെ മുഴുവൻ ഞാൻ കറക്കിയിട്ടേ പാടില്ലുള്ളൂ. മോല് ഏത് കൊല കൊമ്പം മൂലയാര വന്ന ഈ കറക്കി അവിടെ കറങ്ങി. പൊന്നാര കുഞ്ഞാപ്പൂ, അല്ല നീ നന്നാകും, അല്ലെ നിനക്ക് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് വരും എന്നുള്ള അവിടെ എഴുതിയാലേ പൊന്നാര ചങ്ങാതി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നിനക്ക് പ്രാർത്ഥിക്കാനുള്ള മനസ്സ്, സന്മനസ്സ് പോലും നിനക്ക് ഉണ്ടാവില്ല എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? മൂലയാര് ഇരിക്കും. പിന്നെ ചുരുങ്ങി പറയും, ഇസുക ഇതേ ഒരു ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് കുറെ കാലമായിട്ടുണ്ട്. വല്ല IAS പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് എന്റെ ബന്ധത്തിൽ. ആ കുട്ടി എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു, കാക്കണ്ണി, ഈ ചോദ്യം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ചോദിച്ചിരുന്ന ഉത്തരം കിട്ടി, എനിക്ക് ഈമാൻ ഇല്ലടാ, എനിക്ക് ഈമാൻ ഉറച്ചിട്ടില്ലല്ലേ. ചോദിക്കാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. ചോദിക്കാൻ പാടില്ല, എനിക്ക് ഈമാൻ ഉറച്ചിട്ടില്ല. ഈ ചോദ്യം കൊണ്ട് ഈ ഒരു കുളത്തും കൊണ്ട് അവരൊക്കെ നടക്കുന്നത്. ഈ കുളത്തും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഉത്തരം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ മനസാക്ഷി ബോധ്യപ്പെടുത്താൻ പറ്റുമോ നിങ്ങൾക്ക്? അവർ പറയും, അല്ല, അല്ല ചാൻസ് തന്നിട്ടില്ല, ചോയ്സ് തന്നിട്ടില്ല, തെരഞ്ഞെടുക്കാനോ ബുദ്ധി തന്നിട്ടില്ല, നന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അല്ല നീ ഏത് തെരഞ്ഞെടുക്കും, അല്ലെ തെരഞ്ഞെടുക്കാം എന്ന് അല്ല അവിടെ എഴുതി വെച്ചിട്ടില്ല. ഇതെന്നെ കൊണ്ട് തെരഞ്ഞെടുക്കാൻ പറ്റുമോ? നീ പ്രാർത്ഥിക്കാം, മനസ്സിൽ മാറ്റാം, ഒക്കെ ചെയ്യാം. ഐ അഗ്രി വിത്ത് ഇറ്റ്. നീ പ്രാർത്ഥിച്ച അല്ല മാറ്റിത്തരാന്ന് പറയും. അല്ല നിനക്ക് ചോയ്സും തന്നു. പക്ഷെ പൊന്നാര ചങ്ങാതി, അല്ല നിനക്ക് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് വരും എന്നുള്ള എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് വരുമോ? തിരിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടി. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോ ലൈഫ് കോച്ചിങ്ങിൽ പറയുന്നല്ലോ, ഇതിനകത്ത് ഈ ഒരു ചോദ്യം കിടക്കുന്നത് കൊണ്ട് ശരിക്കും നമ്മുടെ ചിന്തകൾ ഉയരങ്ങളിലേക്ക് എത്തുന്നില്ല. നമ്മളെ മുമ്പിലുണ്ടാകുന്ന സൗഭാഗ്യങ്ങളുടെ മഹാപ്രപഞ്ചം നമുക്ക് കയറി ചെല്ലാനും എടുക്കാനും പറ്റുന്നില്ല. നമ്മുടെ സ്പിരിച്വൽ ബ്ലോക്കിന്റെ മെയിൻ ആയിട്ടുണ്ടാകുന്നത് ഈ ശരിയല്ലാത്ത രീതിയിൽ വിധി വിശ്വാസത്തെ കുറിച്ച് ശരിയല്ലാത്ത രീതിയിൽ മനസ്സിലാക്കിയതുകൊണ്ട്. ഈ അല്ലാഹ്, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കള്ളാ കതിര് എന്നൊക്കെ പറയും. കള്ളാ കതിര് ഏത് തമ്മിൽ എന്താ വ്യത്യാസം? അത് വ്യത്യാസം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന അറിയപ്പെടുന്ന തഫ്സീറുണ്ട്, 4 വോളികൾ. അതിലൊക്കെ ഇങ്ങനെ കലക്കി കുത്തി എഴുതിയിട്ടുണ്ട് ഒരുപാട്. കള്ളാവും കതിറിലും വ്യാഖ്യാനക്കുറിപ്പിൽ വായിച്ചു നോക്ക്, ഒരു കഥയില്ല.
ഇത് തമ്മിൽ തമ്മിൽ യഥാർത്ഥത്തിൽ വ്യത്യാസമില്ല. അങ്ങനെയാണ് അഹ്ലുസുന്നയുടെ സലഫി പണ്ഡിതന്മാർ, അലഹിസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. പിന്നെ ഇവര് പതപ്പിച്ചതാണ്, അതൊക്കെ വെറുതെ ഒരു കഥയില്ല. വാസ്തവത്തിൽ കളാവും കതിരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. കള എന്ന് പറഞ്ഞാൽ കതിരും, കതിർ എന്ന് പറഞ്ഞാൽ കളാവും, രണ്ടും അർത്ഥം വരും, രണ്ട് പദമുണ്ടെന്ന് മാത്രം. ഖുർആനിൽ രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഉപയോഗിച്ചെടുത്തത് അധികം ഉപയോഗിച്ചത് കതിർ 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 എന്നാണ്. ഇത് തമ്മിൽ തമ്മിൽ വ്യത്യാസമില്ല. സുന്നത്തിൽ അതിന് സ്ഥിരപ്പെട്ട വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ സുന്നത്തിൽ കിതാബിന് സുന്നത്തിലൊന്നും തെളിവുമില്ല എന്ന് ഷെയ്ഖ് മുനീറത്തിന്റെ സൈറ്റിൽ 49,004 സൈറ്റിൽ കയറിയാൽ കിട്ടും, ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് അതിൽ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ ഖളാന്റെ വിഷയത്തിൽ, ഖദറിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താ മനസ്സിലാക്കേണ്ടത്? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയുന്നത് 4 പോയിന്റിലാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഉദാഹരണം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അഖീദത്തുൽ വാസിത്തിയ, അതിന് ഷെയ്ഖ് ഹുസൈമീനൊക്കെ വിശദീകരിച്ചത്, ഈ ഷെയ്ഖ് ഇബ്നു ബാസ് ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പെട്ടെന്നില്ല ബുക്കിന്റെ പേര് പറഞ്ഞു എന്ന് മാത്രം. 4 പോയിന്റ്. ഈ പോയിന്റിന്റെ പ്രാക്ടിക്കലായി ഞങ്ങൾക്ക് എന്ത് ചെയ്ത് നിങ്ങളെ ചോദ്യം ഇതാക്കാൻ പറ്റും. ഞാൻ 4 പോയിന്റ് എന്താണെന്ന് അറിയും. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് എല്ലാ കാര്യവും അറിയാം. ഡീറ്റെയിലും ആയിട്ട് അറിയാം, ജനറലും ആയിട്ട് അറിയാം. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിന്റെയും ഉള്ളിലുള്ളതും ഡീറ്റെയിൽ ആയിട്ടും അറിയാം, ജനറലും അറിയാം. അത് ഏത് വരാനിരിക്കുന്നതും ഇപ്പോഴുള്ളതും കഴിഞ്ഞ കാലത്തും എല്ലാം അറിയാം. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ആഖിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവൽ അവ്വലു ആദ്യത്തേത്, ഹുവൽ ആഖിറു ലാസ്റ്റത്തേത്, ബാത്തിന് ഏറ്റവും അടിയിലുള്ളത്, വൽ ആഖിറു ഏറ്റവും മുകളിൽ. സ്ഥലത്തിന്റെ രണ്ടറ്റ് മുകളിൽ വടിയിൽ എന്ന് പറഞ്ഞു, സമയത്തിന്റെ രണ്ടറ്റം പറഞ്ഞു, ആദ്യ അവസാനം പറഞ്ഞു. സ്ഥലകാല നൈരന്തര്യത്തിനുള്ളിലുള്ള ടൈം ആൻഡ് സ്പേസ് കണ്ടിന്യൂത്തിലുള്ള എല്ലാ സംഗതിയും. ടൈം ആൻഡ് സ്പേസ് കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭൂമിയിലുള്ള ടൈം ആൻഡ് സ്പേസ് കണ്ടിന്യൂത്തെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് മറ്റു ലോകത്തിൽ ടൈം ആൻഡ് സ്പേസ് കണ്ടിന്യൂ വേറെ രീതിയിലുണ്ട്. അങ്ങനെ മാത്രമല്ല, ഇത് ഇങ്ങനെ പോയി ടൈം ഇല്ലാത്തൊരു സമയമുണ്ടോ, അല്ലെ ടൈം ഇല്ലാത്തൊരു മേഖലയുണ്ടോ? ഇല്ല. സ്പേസ് ഇല്ലാത്തൊരു മേഖലയുണ്ടോ? ഇല്ല. അത് ഫിസിക്സ് പറയും. ഫിസിക്സുകാർ പറയുന്നുണ്ട്, എന്ത് പറയോ, സമയവും സ്ഥലവും ഇല്ലാത്ത ഒരു അവസ്ഥ ഇല്ല. സ്ഥലമുണ്ട്, സമയവും ഉണ്ട്, പക്ഷെ ഡിഫറെന്റ് മെഷർമെന്റ് ആയിരിക്കും, അളവ് വ്യത്യാസം ഉണ്ടാവും. എന്ന് മാത്രമല്ല, ഈ സ്ഥലത്തോ എം ടി സ്പേസ് എന്ന സാധനമല്ല. ഒരു സ്ഥലത്ത് എവിടെ ഏത് ആകാശത്ത് പോയി കഴിഞ്ഞാൽ എം ടി സ്പേസ് ഇല്ല. അവിടെ മറ്റൊന്നുണ്ട്. അവിടെ ഉള്ളത് എം ടി ഫീൽഡിലുള്ളത് നോളേജ് ആണ്. അപ്പം പിന്നെ ബ്ലാക്ക് ഹോളിൽ പോയാലൊന്ന്, ബ്ലാക്ക് ഹോളിൽ പോയാൽ അവിടെ വേറെ ചിലതുണ്ട്, അത് അത് അങ്ങോട്ട് വലിക്കുന്നത്, അവിടെ വേറെ ചില ഇതുണ്ട്. പക്ഷെ അപ്പോൾ അവിടെ ഈ സാധനമുണ്ട്, എന്ത്, അവിടെ എം ടി സ്പേസ് അല്ല. അവിടെ അതിനാണ് ക്വാണ്ടം ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ നോളേജ് ആണ് എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ നോളേജ് ആണ് ഇത് പറഞ്ഞത്. അള്ളാഹു എല്ലാ കാര്യത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹു മുഹീത്ത് മീൻസ് അള്ളാഹുവിന്റെ അറിവ് എല്ലാ സംഗതിയിലും ചൂന്നു നിൽക്കുന്നു. മാത്രമല്ല, അള്ളാഹ്ക്ക് എല്ലാ സംഗതിയും അറിയാം. ഇനി ഒരു 10 കോടി വർഷം കഴിഞ്ഞ് ഇവിടെ മനുഷ്യന്മാരുണ്ടെങ്കിൽ അന്നത്തെ മനുഷ്യന്റെ അന്നത്തെ മനുഷ്യൻ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന വീട് ഏത് വീടാണോ ആ വീട്ടിലുണ്ടാകുന്ന ആ മനുഷ്യന്റെ തലയിൽ ഉണ്ടാകുന്ന മുടിയിൽ എത്ര എണ്ണം ഉണ്ടാവും ഇപ്പൊ നമുക്കറിയാം. ഏയ് 10 കോടി വർഷം കഴിഞ്ഞാൽ ഇപ്പത്തെ ഭൂമിയിൽ അന്നുണ്ടെങ്കിൽ, 10 കോടി വർഷം കഴിഞ്ഞാൽ അന്ന് ഭൂമിയിൽ ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഈ ഇലക്ട്രോണിക് ഈ വീട്, ഈ വീട്ടിൽ ഇവിടെ അന്ന് പുതിയ വീടായിരിക്കും. അന്ന് ഇവിടെ ഉണ്ടാകുന്ന ഒരു മനുഷ്യനെ ഇവിടെ ഇരിക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ തലയിൽ ഉണ്ടാകുന്ന മുടിയുടെ എണ്ണത്തിൽ ഉണ്ടാവുന്നത് എന്താ പറയും. കഴിഞ്ഞ കാര്യം. ഈ രീതിയിൽ അള്ളാഹ്ക്ക് എല്ലാ കാര്യവും അറിയാം. ഒന്ന്. രണ്ട്, എല്ലാ അറിവിലും അള്ളാഹിന്റെ മഷിയത്തുണ്ട്. അള്ളാഹ് എല്ലാ അറിവിലും അതിന്റെ ഒരു ഡിസയർ, ഒരു എമോഷണൽ, ഒരു ഡിസയർ, ഒരു ഫീലിംഗ് എന്ന സാധനം എല്ലാ അറിവിലും ഉണ്ടാവും. അതെന്താണെന്നുള്ളത് അത് ഏതെങ്കിലും ഒരു ആത്മാവിലേക്ക് ആ അറിവ് എത്തുമ്പോഴേ അതിന്റെ ഫീലിംഗ് എന്താണെന്ന് അറിയുള്ളൂ. പക്ഷെ ആ സ്പേസിലുണ്ട്, എല്ലാ സ്പേസിലും. അപ്പൊ ഈ എല്ലാ സ്പേസിലും അറിവുണ്ട്. അറിവിൽ മുഴുവൻ അതിന്റെ മഷിയത്ത്, അതിന്റെ ഡിസയർ ഉണ്ട്. അതാണ് അള്ളാഹുവിന്റെ മഷിയത്ത് എന്ന് പറഞ്ഞ സാധനം. മൂന്നാമത്തത്, ഈ അറിവും അതിന്റെ മഷിയത്തും, ആ മഷിയത്തും ആ അറിവും അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്രി ചെയ്തു. ഡിക്രി ചെയ്തു എന്ന് പറയുമ്പോൾ ചിലയിടത്ത് കത്തബ എഴുതിയെന്ന്, ചിലയിടത്ത് കിതാബ് മുബീൻ, കത്തബല്ലാഹു അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുതി എന്നതിൽ നമുക്ക് വഴിവെക്കുന്ന എവിടെയാണെന്ന് അറിയോ? എഴുതി എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി അതിങ്ങനെ മടക്കി അത് ആ ഷെൽഫിന്റെ അടിയിൽ വെച്ചു എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അല്ല. അപ്പൊ എഴുതി വെച്ചു, അത് അവിടെ എടുത്ത് വെച്ചു, പിന്നെ അവിടെ എഴുതി വെക്കും ഇവിടെ ഇങ്ങനെ നടക്കുന്ന അല്ല. എഴുതി മീൻസ് പേപ്പറിൽ എഴുതി എന്നതല്ല, ലൗഹൽ മഹ്ഫൂദിൽ എഴുതി എന്നാണ്.
ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകാശത്തുള്ള പലക എന്ന് അത് പിന്നെ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞ വിശദീകരണം അങ്ങനെ വന്നത്, കാരണം ആളുകൾക്ക് അത് അങ്ങനെ മനസ്സിലാവുള്ളൂ. പക്ഷേ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ അതൊരു വലിയ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്, വലിയൊരു കർമ്മ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ആ പദ്ധതിയിലാണ് ഞാനും നിങ്ങളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ പേജുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്, അതിലുള്ള ഇൻഫർമേഷൻ നമ്മൾ സംസാരിക്കുന്നത്, അത് അവിടുന്നല്ല, ആ ഇൻഫർമേഷൻ നമ്മൾ സംസാരിക്കുന്നു. അവിടെയുള്ള ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ അതിന്റെ ഒരു ഡിസയർ വന്നപ്പോ അത് പവറായി ഞാൻ എന്റെ ഒറ്റ കയ്യിലടിച്ചു. ലൗഹിൽ മഹ്ഫൂദിലുള്ള ആ ഇൻഫർമേഷൻ പവറായി അടിച്ചത്. യാ. അപ്പോ ഇങ്ങനെ ക്രിയേറ്റഡ് എ ബിഗ് സ്കീം ഓഫ് അഫയേഴ്സ്, ഒരു വലിയ കർമ്മ പദ്ധതി, എ പ്രോഗ്രാം, എൻ അലിഗോരിതം, ചാൻസസ് ചോയ്സസ്. ഈ ഒരു സാധനം പന്ത്, ഇതൊരു സൂചി കൊണ്ടോട്ടാൽ എന്ത് സംഭവിക്കും? കാറ്റയിലൂടെ പോകും. ഇതൊരു കൈ കൊണ്ടിടിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഇത് നിലത്തിട്ടാൽ എന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് പൊങ്ങിച്ചോടും. ഇത് തീയിലേക്ക് വീണാൽ ഇത് കത്തിപ്പോകും. അപ്പൊ ഇതിന്റെ എന്തെല്ലാം സാധ്യതകളുണ്ടോ, ഇതിന് എന്തെല്ലാം ചാൻസസും സാധ്യതകളും ചോയ്സസും ഉണ്ടോ, അത് ആരിലേക്കൊക്കെ കണക്റ്റഡ് ആണോ, ഈ പന്തിന് ആരൊക്കെ കാണുന്നുണ്ടോ അവരെ മൈൻഡിൽ ഉണ്ടാകുന്ന ചിന്തയുടെ വിശദാംശങ്ങൾക്കനുസരിച്ച് ഇതിന്റെ ഭാഗ്യ നിർഭാഗ്യം വരും, ഇതിന്റെ ഫെയ്റ്റ് വരും. അപ്പൊ ഈ പന്ത് ഇപ്പൊ ഒരു സൂപ്പർ പൊസിഷനിലാണ്. ദാറ്റ് മീൻസ് ഇതിന്റെ തീരുമാനമായിട്ടില്ല ഈ പന്ത് എന്താവുന്നു. ഇതിവിടെ എടുത്തു വെക്കാം. ഇതിലേക്ക് ഇങ്ങനെ 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 എക്സസൈസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച പന്ത. ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ നമ്മള് വിരലുകൾക്ക് എല്ലാം എക്സസൈസ് ഇട്ടു ഇങ്ങനെ ചെയ്യാൻ, അതിനു വേണ്ടി വാങ്ങിച്ചത് പന്ത. അപ്പോ ഈ പന്തിന്റെ ഒരു സൂപ്പർ പൊസിഷനിൽ ഈ പന്ത് എന്റെ വിധി ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇത് ഈ പന്തിന്റെ വിധി, ഈ പന്തിനെ കാണുന്നവനോ ഉപയോഗിക്കുന്നവനോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഇനി വരുന്നവനോ അവന്റെ ചിന്തയിൽ എന്തൊക്കെയാണോ അതിനനുസരിച്ച് അതിന്റെ വിധിയാകാൻ പോകുന്നത്. അപ്പൊ പലതിന്റെ വിധി പൂർണ്ണമായിട്ടില്ല. അപ്പൊ ആ വിധി പൂർണ്ണമാകാത്തതാണ് എന്ത് ചെയ്യുന്നത്? സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. അത് ഒബ്സർവർ എഫക്ട്. അത് ആ പന്തിനെ കണ്ട ആ പന്ത് തിരക്കടത് വീട്ടിൽ കൊണ്ടുപോയി കുട്ടിക്ക് കളിക്കാൻ പറ്റും. അതോടുകൂടി ആ പന്തിന്റെ വിധി മാറാൻ പോവുക. ആ കുട്ടിക്ക് കളിക്കും, കാരണം പിന്നെ ചിന്തയില്ല. അപ്പൊ ഒബ്സർവർ എഫക്ട്. ഈ പന്ത് കുട്ടിയിലേക്ക് എത്തുക എന്നുള്ളത്, ഈ പന്ത് അടുത്ത താഴത്തെ ഫ്ലാറ്റിലെ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് ആ കർമ്മത്തിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ ചിന്തയിലാണ്. അതിനാണ് ഒബ്സർവർ എഫക്ട്. അതിന്റെ ഒബ്സർവർ എഫക്ട് എന്ന് പറയാം. പന്ത് സൂപ്പർ പൊസിഷനിലും ഒബ്സർവർ എഫക്റ്റും. അപ്പൊ ഈ ഒബ്സർവർ എഫക്റ്റും സൂപ്പർ പൊസിഷനും കൂടി തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് കാര്യകാരണ ബന്ധത്തിലൂടെ, അത് ഫിസിക്കൽ വേൾഡിലല്ല ഈ കാര്യകാരണ ബന്ധം. ഈ കാര്യകാരണ ബന്ധം വെച്ചിട്ട് തൗഹീദ് ഉണ്ടാക്കിയവരൊക്കെ ഇപ്പൊ ഒളിഞ്ഞു പോയത്. കാര്യകാരണ ബന്ധത്തിന് അതീതമായി അള്ളാഹു സഹായിക്കും, ഉപദ്രവിക്കുന്നു, വിശ്വസിച്ച ശിർക്ക് വേണ്ടതൊക്കെ പറയും. എവിടെയൊക്കെയുള്ള ശിർക്ക് തൗഹീദൊക്കെ ഈ ഫിസിക്സിനെ മാറിയനുസരിച്ച് മാറ്റണ്ടേ? ഇത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, കിതാബിലില്ല, ഉലമാക്കൾ പഠിപ്പിച്ചിട്ടില്ല. ഇത് നിങ്ങളെ മൂല്യന്മാരുണ്ടാക്കിയതാ. കേരളത്തിലെ കുറച്ച് മൂല്യന്മാരും മലയാളി മൂല്യന്മാരുണ്ടാക്കിയത് കാര്യകാരണ ബന്ധം, ഭൗതികം അഭൗതികം എന്നൊക്കെ. ഇതൊന്നും കിതാബിൽ സുന്നത്തിലുമില്ല. അത് ഞാൻ പണ്ടേ പറയാറുണ്ട്. പണ്ട് സ്റ്റാർട്ടിങ് പോയിന്റിലേ പറയാറുണ്ട്. വരെ നിങ്ങളെ നിർവചനം തന്നെ തെറ്റാണ്. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, അള്ളാന്റെ അറിവ് എല്ലായിടത്തും ഉണ്ട്. ആ ഉള്ള അറിവില്ലാത്തൊരു സ്ഥലമില്ല. പ്രപഞ്ചം എവിടെയുണ്ടോ അവിടെയൊക്കെ ഉണ്ട്. ആ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം ഇല്ലാത്തൊരു സ്ഥലമില്ല. ആ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അള്ളാന്റെ അറിവുണ്ട്. ആ അറിവിൽ മുഴുവൻ അള്ളാന്റെ മഷിയത്തുണ്ട്. ആ മഷിയത്ത് ഒരു പ്രോഗ്രാം ആയിട്ടാണ് അള്ള വെച്ചത്, ഒരു വലിയൊരു കർമ്മ പദ്ധതിയായി വെച്ചത്. ആ കർമ്മ പദ്ധതിയുടെ ഉള്ളിൽ പല കാര്യങ്ങളും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നിന് കാരണം മറ്റൊന്ന് കാര്യകാരണ ബന്ധത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അടിയിലുള്ളത് അർ-റഹ്മ, കാരുണ്യം. അതുകൊണ്ട് കാരുണ്യത്തിന്റെ ഒരു മഹാസാഗരമാകുന്ന, ഈ ലോകം മുഴുവൻ കാരുണ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന റഹ്മത്തുൽ പ്രവാചകൻ അയച്ചത് അങ്ങനെയാണെന്ന് മാത്രമല്ല, വറഹ്മത്തി വസീത കുല്ല ഷൈഇൻ, എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളും ചൂഴ്ന്നു നിൽക്കുന്നു, എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ വസ്തുക്കളും ഉള്ളിൽ നിങ്ങൾക്കറിയാം, വാണിയമ്പലം പാറ എന്ന് പറയും. എത്ര കയറുണ്ട്. ആ പാറയുടെ നടുവില് വാണിയമ്പലത്തിൽ വലിയൊരു പാറ ഉണ്ട്. ആ പാറന്റെ ഉള്ളിന്റെ നടുവിലുണ്ടാകുന്ന, അതിന്റെ ഏറ്റവും നടുവിലുള്ള ഒരു പാറ കഷ്ണത്തിന്റെ അതിനുണ്ടാകുന്ന ചെറിയ കഷ്ണത്തിന്റെ ഒരു ആറ്റത്തിന്റെ ഉള്ളില് അള്ളാന്റെ കാരുണ്യുണ്ട്, അള്ളാന്റെ നോളേജ് ഉണ്ട്. ആലോചിക്കട്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ നോളജ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അള്ളാന്റെ കാരുണ്യമുണ്ട്. ആ കാരുണ്യം ആ കാരുണ്യമാണ്. അതുകൊണ്ടാണ് എന്റെ കോപത്തെ എന്റെ കാരുണ്യം മറികടക്കും, അല്ലെ? റഹ്മത്തി വസീത്ത കൊല്ലശൈ. ആ പ്രപഞ്ചം, അതില് അള്ളാഹു കാര്യകാരണ ബന്ധങ്ങൾ പലതും വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൽ മുസബ്ബബുൽ അസ്ബാബ് എന്നൊരു പേരുണ്ട് അള്ളാഹ്. കാരണങ്ങളാൽ കാര്യങ്ങൾ നടത്തുന്നവൻ, അൽ മുസബ്ബബുൽ അസ്ബാബ്. യെസ്. അപ്പൊ അതുകൊണ്ട് അതിലെന്താണ്, അതിൽ വെച്ച്
വലിയ കർമ്മ പദ്ധതിയിൽ മനുഷ്യ അതിലൂടെ നീ ജീവിച്ചു പോകുമ്പോൾ, അതിലൂടെ നീ ജീവിച്ചു പോകുന്ന സമയത്ത് പലതും നിനക്ക് സാധ്യമാണ്, പലതും നിനക്ക് സാധ്യമല്ല. അത് ഏത് സാധ്യമാണ്, ഏത് സാധ്യമല്ല എന്ന് അത് നീ എന്ത് പ്രവർത്തിക്കുന്നു, എപ്പോൾ പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എവിടെ വെച്ച് പ്രവർത്തിക്കുന്നു, ഏത് കോലത്തിൽ പ്രവർത്തിക്കുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ച് അതൊക്കെ മാറും. അപ്പൊ മനുഷ്യൻ നിനക്ക് ചാൻസും ചോയ്സസും ഫ്രീ ആയിട്ട് വിട്ടു തന്ന കുറേ സംഗതികളാണ്. അവിടെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യ, നീ പിന്നെ ഇപ്പൊ ഒരു വ്യക്തി ചില സംഗതികൾ ഒരാളെ കൊണ്ട് കഴിയും, ഒരാളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ അയാളെ കൊണ്ട് കഴിയും, ഇയാളെ കൊണ്ട് കഴിയില്ല എന്നല്ല, അത് ഇന്നവനെ കൊണ്ട് കഴിയും, ഇന്നവനെ കൊണ്ട് കഴിയില്ല എന്നിങ്ങനെ എഴുതി വെച്ചിട്ടല്ല. അത് കഴിയുന്നവനെ കൊണ്ടൊക്കെ കഴിയും, പ്രവർത്തിക്കുന്നവനൊക്കെ പ്രവർത്തിച്ച് പ്രവർത്തിക്കേണ്ട രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ അതങ്ങനെ കഴിയും. അപ്പൊ വലിയൊരു കർമ്മ പദ്ധതിയുടെ പ്രായോഗികമായ വേൾഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ള ഈ പന്തിന്റെ അവസ്ഥ, ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇതെങ്ങനെയാ, ഈ പന്തിന്റെ ഇപ്പത്തെ സൂപ്പർ പൊസിഷൻ, ഇപ്പത്തെ അവസ്ഥയും ഈ പന്ത് ആരുമായിട്ടൊക്കെ കണക്ട് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ആരുടെ മൈൻഡിലേക്കൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടോ, അവന്റെ മൈൻഡിൽ ഉണ്ടാകുന്ന ഫ്യൂച്ചർ പോസിബിലിറ്റീസും. അതാണ് ഈ പന്തിന്റെ വിധി. ഈ പന്തിന്റെ സൂപ്പർ പൊസിഷൻ, ഇപ്പത്തെ അവസ്ഥയും, പിന്നെ ഇത് ആരുടെ മൈൻഡിലൊക്കെ കണക്ട് ആവുന്നുണ്ടോ ആ മൈൻഡിൽ ഉണ്ടാകുന്ന ഇതിന്റെ സാധ്യതയെ കുറിച്ച് ഉണ്ടാകുന്ന ചിന്ത, മഷീദ്, അതും ലൗഹുൽ മഹ്ഫൂദിലാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യന്റെ ചിന്തയും, ചിന്തയും അവന്റെ വിചാരവും വികാരവും മെമ്മറിയും, അതിനകത്തുള്ള ഓർമ്മയും, അതിനകത്തുള്ള അറിവും, അതിനകത്തുള്ള ഓരോ മനുഷ്യന്റെ എല്ലാ ഇൻഫർമേഷനും ഈ വലിയ അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്. ആ സാധനം മുഴുവൻ എഴുതി വെച്ചതാണ് ഈ പലക. അത് ചെറിയ പലക, ഇങ്ങനെ ഒരു ഒരു കബോർഡിന്റെ മേലെ എടുത്ത് വെച്ചതല്ല, ഒരു റൂഫിന്റെ മുകളിൽ എടുത്ത് വെച്ച പലകയല്ല. ആ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സിലാണ് നമ്മളുള്ളത്. ഇത് അങ്ങനെ പറയുന്നത് എവിടുന്ന നിങ്ങൾക്ക് അറിയോ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എഴുതിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഈ രീതിയിൽ എഴുതപ്പെട്ട ഒരുപാട് ഉദാഹരണങ്ങൾ മജ്മൂഉൽ ഫതാവയിൽ ഉടനീളമുണ്ട്. ഈ ഉടനീളം ഉള്ളത് ഇത് രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട്, അല്ല ഈ രീതിയിൽ എക്സ്പ്ലനേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ PhD എടുത്തു. ജോൺ ഹൂവർ എന്ന് പറയുന്ന ഒരുപാട് ഉലമാക്കളുടെ സഹായത്തോടു കൂടി വൺ മിസ്റ്റർ ജോൺ ഹൂവർ ഫ്രം UK, ഹി മേഡ് എ PhD. അതിന്റെ തീസിസ് ആണ് പബ്ലിഷ് ചെയ്തിട്ട്. ബുക്കിന്റെ പേര് വേണമെങ്കിൽ പിടിച്ചോ, ദ തിയോളജി ഓഫ് പെർപ്പച്വൽ ഓപ്റ്റിമിസം ബൈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. തിയോളജി ഓഫ് പെർപ്പച്വൽ ഓപ്റ്റിമിസം. എന്താ പെർപ്പച്വൽ ഓപ്റ്റിമിസം? എപ്പോഴും ശുഭവിശ്വാസം. അള്ള എന്ത് കാര്യം ചെയ്യുന്നതും, അള്ള എല്ലാ ഉദ്ദേശവും അള്ളാഹ്ക്ക് നല്ലതേ ഉള്ളൂ. അള്ള എല്ലാ കാര്യവും ചെയ്തതും ചെയ്യുന്നതും വിധിച്ചതും എല്ലാം പ്ലാൻ ചെയ്തതും എല്ലാം നല്ലതേ ഉള്ളൂ, ഒന്നും ചെയ്തല്ല. അതുകൊണ്ട് പിന്നെ അത് ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ച് ചിലത് തിന്മയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരാം. പക്ഷെ അൾട്ടിമേറ്റ്ലി അബ്സല്യൂട്ട് സെൻസിൽ മുഴുവനും നന്മയുള്ളൂ, മുഴുവനും നന്മയുള്ളൂ. അതിന്റെ ബ്യൂട്ടി വേറെ മക്കളെ, ആ ബുക്ക് എടുത്ത് വായിച്ചു നോക്ക്. എന്റെ ബ്യൂട്ടി വേറെ. അങ്ങനെ വരുന്ന സമയത്ത് ജനനവും മരണവും മുസീബത്തും വേദനയും യാതനയും ഒക്കെ അൾട്ടിമേറ്റ്ലി നല്ലതാ. ഈ മനുഷ്യനും നല്ലത്, പ്രപഞ്ചത്തിനും നല്ലത്, അതുമായിട്ടാണ് എല്ലാവർക്കും നല്ലതാണ്. അതാണ് പെർപ്പച്വൽ ഓപ്റ്റിമിസം, ദ തിയോളജി ഓഫ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇൻ പെർപ്പച്വൽ ഓപ്റ്റിമിസം. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് ഇനിയിപ്പം അപ്പൊ മനുഷ്യന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത, ഒരുപാട് വിഷയത്തിൽ സ്വാതന്ത്ര്യം കൊടുത്ത്, ചാൻസ് ചോയ്സസ് കൊടുത്ത രീതിയിലാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. ഇതാണ് 4ാമത്തെ പോയിന്റ്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെ പ്രവർത്തനം അള്ളാഹ് സൃഷ്ടിച്ചതാണ്. ഈ പന്തിനെ, ഈ ഇപ്പം ഈ മൊബൈൽ, ഈ വാച്ച്, ഈ വാച്ചിനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് എന്താ തൂങ്ങി കിടക്കുന്നത്? ഇതെന്താ ഇങ്ങോട്ട് വരാത്തത്? ഇതിങ്ങനെ പിടിച്ചാൽ ഇങ്ങോട്ട് എന്തുകൊണ്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്? ബിക്കോസ് ദർ ഇസ് സംതിങ് ഗോൾഡ്, വേറെ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രാവിറ്റി. ഇതൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഗ്രാവിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇത് തൂങ്ങി കിടക്കുന്നത്. ഇതെന്താ ഇങ്ങോട്ട് പോകാത്തത്? ഗ്രാവിറ്റി. ഇവിടെ കാര്യകാരണ ബന്ധത്തിലാണ് നിൽക്കുന്നത്. ഈ സാധനം ഇട്ടാൽ എന്റെ കയ്യിലായതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ഇതേ സാധനം നിലത്ത് ടൈൽസിലേക്കാണെങ്കിൽ പൊട്ടിയേക്കാം. ഇതേ സാധനം വെള്ളത്തിലേക്കാണെങ്കിൽ ഇതിനുള്ളിൽ വെള്ളം കയറി തന്നെ അടിയിൽ പോയേക്കാം. ഇതേ സാധനം വീഴുന്ന ഒരു സ്രാവിന്റെ വായിലേക്കാണെങ്കിൽ ആ സ്രാവ് വിഴുങ്ങി അങ്ങോട്ട് പോവാം. അപ്പൊ ഇത് എവിടെ വീഴുന്നു, എപ്പോ വീഴുന്നു, എങ്ങനെ വീഴുന്നു, അത് എവിടെ ചെല്ലുന്നു എന്ന കാര്യകാരണ ബന്ധത്തിനനുസരിച്ചും ഇതിന്റെ വിധി എന്നതിനനുസരിച്ചും ഇതിന്റെ വിധി. പറഞ്ഞു പോകാൻ മനസ്സിലായത്? അപ്പോ ഈ ഈ വാച്ചിന്റെ വിധി എന്താ? ഈ വാച്ചിന്റെ വിധി ഇപ്പൊ ഒരാൾ പറയാ, ഇതിനെ അടിച്ചു പിടിച്ചിട്ട് എന്താ ചെയ്യാ, അല്ല അങ്ങനെയല്ലേ വിധിച്ചത്.
എന്നിട്ട് അള്ളാനെ കുറ്റം പറയാം. ചില ആൾക്കാരുണ്ട് മണ്ടത്തരം തന്നെ ചെയ്യുള്ളൂ, പൊട്ടത്തരം തന്നെ ചെയ്യുള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ, അള്ളാന്റെ വിധിയല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പൊ അങ്ങനെ സംഭവിച്ചത്, അള്ളാഹ് അങ്ങനെ വിധിച്ചിട്ടുണ്ടില്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ സംഭവിക്കുമെന്ന്. ഇതൊരു മൊല്ലാക്ക വ്യാഖ്യാന, ഒരു 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 മൊല്ലാക്കാന്റെ വ്യാഖ്യാന ആ രീതിയിൽ. അല്ല ഭായി, അള്ളാഹ് അങ്ങോട്ടും വിധിച്ചിരുന്നു ഇങ്ങോട്ടും വിധിച്ചിരുന്നു. നീ കള്ള് കുടിച്ച് എന്നിൽ നിന്ന് കുടിച്ചത് കൊണ്ട് നിന്റെ കരള് പോയി, അതല്ല അങ്ങനെ വെച്ചത്. കാരണം എന്താ, കള്ള് കുടിച്ചാൽ എവൻ കുടിച്ചാലും, നീ അല്ല ഏത് എവൻ കുടിച്ചാലും പിടുത്തപ്പെട്ട് കുടിച്ചാൽ അവന്റെ കരള് പോകും, അല്ല അങ്ങനെ വെച്ചത്. പക്ഷെ കള്ളിന് പകരം നിനക്ക് പാല് കുടിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കള്ള് ഒരു പകരം നിനക്ക് ചായ കുടിച്ചാൽ ഇവിടെ എത്തൂലായിരുന്നു. അതുകൊണ്ട് ചായയോ പാലോ കള്ളോ എന്നത് ഇറ്റ് ഈസ് യുവർ സെലക്ഷൻ. ആ സെലക്ട് ചെയ്തതിനനുസരിച്ച് അതിന്റെ പ്രത്യാഘാതങ്ങൾ വരും. പറഞ്ഞ മനസ്സിലല്ലേ? അപ്പൊ നമ്മള് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്തൊക്കെയാണോ വരുന്നത്, വിധിയായത് കൊണ്ട് നമ്മളെ മുമ്പിൽ വരുന്ന സംഗതികൾ. അതൊറ്റക്കല്ല അല്ല വിധിച്ചത്, ഒരുപാട് സംഗതികൾ വെച്ചിട്ടുണ്ട്. ആ വിധിച്ചതിന്റെ എത്ര അൺലിമിറ്റഡ് നമുക്ക് പറയാൻ പറ്റില്ല, എന്നതൊക്കെ വെച്ചിട്ടുണ്ട്, പലതും വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി വ്യക്തമാക്കി തരാം എക്സാമ്പിൾ. ഇത് വ്യക്തമായിട്ട് പാറ്റിയ, കാരണം നിങ്ങളുടെ സ്പിരിച്വൽ ബ്ലോക്ക് പോകണമെങ്കിൽ ഇത് അത്യാവശ്യം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഞാൻ പറയാം, നിച്ച് ഓഫ് ട്രൂത്തിന്റെ വേദിയിൽ ഒരു ചോദ്യം ചോദിച്ചത് എനിക്കറിയാം, ഞാൻ CD കണ്ടതാണ് എനിക്ക് തോന്നുന്നത്, സൗദിയിൽ ഒരു അമുസ്ലിമായിട്ട് ചോദിക്കുന്നത്, ഞാൻ ഇപ്പൊ ഒരു പാലത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ടെന്ന് സങ്കല്പിച്ചു. ആൾ പറയാം, ഈ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീഴണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല, നിങ്ങൾ പറ, നിങ്ങളുടെ അള്ളാഹു എന്താ എഴുതി വെച്ചിട്ടുള്ളത്, നിങ്ങൾ അള്ളാഹ് എഴുതി വെച്ചത് എന്താ, നിങ്ങൾ എന്നോട് പറ. എന്താ ഞാൻ തീരുമാനമായിട്ടില്ല, ഞാൻ തീരുമാനിച്ചിട്ടല്ലേ ഉള്ളൂ. തീരുമാനിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പറ, നിങ്ങൾ അള്ളാഹു എന്ത് എഴുതി വെച്ചു. ഞാൻ ഈ പുഴയിലേക്ക് വീണാൽ നിങ്ങൾ പറയും, നിങ്ങൾ അള്ളാഹു അത് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സംഭവിച്ചു. ഈ പുഴയിലേക്ക് വീഴുന്നില്ല, ഞാൻ എന്റെ പുറത്തേക്ക് ഇറങ്ങി അതിലെ നടന്നു പോയി അവിടെ എന്റെ വീട്ടിലേക്ക് പോയാൽ നിങ്ങൾ പറയും, അള്ളാഹു നീ മരിക്കും എന്ന് പുഴയിലേക്ക് വീഴുന്ന അള്ള എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് നിന്നെ ഈ പുഴയിൽ വീണില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ള എഴുതി വെച്ചതെന്ന് പറയും മക്കളെ, ഞാൻ എന്റെ തീരുമാനിച്ചിട്ടില്ല, ഞാൻ നോക്കട്ടെ. നിച്ച് ഓഫ് ട്രൂത്തുകാരനോട് ചോദിക്കുന്നു. നിച്ച് ഓഫ് ട്രൂത്തുകാരൻ കുറെ ബബ്ബ അടിക്കുന്നു, വല്ലാഹി ബബ്ബ അടിക്കുന്നു. സപ്പോസ് ഈസ് ആസ്കിംഗ് ദി ക്വസ്റ്റ്യൻ ടു മീ, എന്നോടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഡു വാട്ട് എവർ യു വാണ്ട്. നിനക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. നിനക്ക് പുഴയിൽ വേണമെങ്കിൽ വീണു, അല്ല വീട്ടിലേക്ക് പോണേ പോയിക്കോ. ഇനി അതല്ല ഇവിടുന്ന് കെട്ടി തൂക്കി ചാവണി ചത്തോ. ഇതല്ല അപ്പുറത്തൊരു കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, അതിൽ കയറി കണേ പിടിച്ചോ, ചാവണോ ചത്തോ. ഇതല്ല ഇവിടുന്ന് വേണമെങ്കിൽ അവിടെ ട്രെയിനുണ്ട് അപ്പുറത്ത്, അതിൽ പോയി തലച്ചോ. അതല്ല അപ്പുറത്ത് കിണറ്റിൽ വേണമെങ്കിൽ ചത്തോ. എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. എന്തൊക്കെ സാധ്യമാകുമോ അതൊക്കെ ഞങ്ങൾ അല്ല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അപ്പൊ നിങ്ങൾ അല്ല ഒന്നൊന്നല്ല എഴുതി വെച്ചത്. അപ്പൊ ഞാൻ ചാവൊന്നും ചാവൂലെന്ന് എഴുതിയിട്ടുണ്ടോ നിങ്ങളല്ല? എടോ, ഞങ്ങളല്ല ചാവുന്നും ചാവൂലെന്നല്ല, നിന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്തു, അതൊക്കെ ഞങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അല്ല രണ്ട് മൂന്ന് ഓപ്ഷൻസിൽ എഴുതിയിട്ടുണ്ടാവൂലേ, ഒരു സംഗതി അങ്ങനെ എഴുതി വെച്ചതല്ല. ഏയ്, അപ്പൊ നിങ്ങൾ അല്ല എങ്ങനെ എഴുതി വെച്ച്? എടോ, ഞങ്ങൾ അല്ല എഴുതി വെച്ചു എന്ന് പറയുന്നത് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചതല്ല. ഞങ്ങൾ അള്ളാഹു ഒരു വലിയ കർമ്മ പദ്ധതിയായിട്ട് സ്കീമാക്കിയിട്ട് ഓപ്ഷൻ ബൈ ഓപ്ഷൻസ്, അതിൽ എന്തൊക്കെ നിന്റെ ദുനിയാവിൽ എന്തൊക്കെ നിനക്ക് സാധ്യമാണോ അതൊക്കെ സാധ്യമാകുന്നത് ഞങ്ങൾ അല്ല എഴുതി വെച്ച പോസിബിലിറ്റി ഉണ്ടാ. ആ പോസിബിലിറ്റി നിനക്ക് എന്തൊക്കെ സാധ്യമാവും ചെയ്തോളൂ. എന്തായാലും ഒരു കാര്യം, ചെറുതൊന്നും ഞങ്ങളെ അല്ല എഴുതി വെച്ചിട്ടില്ല, കാരണം നിന്നെ കൊണ്ട് കഴിയൂല എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പാലത്തിൽ നിന്ന് നീ ഒരു 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 10 പിന്നെ ഒരു 50-25 മീറ്റർ സ്ഥലത്തേക്ക് ഒന്ന് പറന്നേ പറ്റൂല, നിന്നെ കൊണ്ട് കഴിയില്ല, നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് തന്നെ ഞങ്ങൾ എഴുതി വെച്ച്. നിന്നെ കൊണ്ട് എന്നല്ല, മനുഷ്യന്മാരെ കൊണ്ട് പറക്കാൻ കഴിയില്ല. മനുഷ്യന്മാരെ കൊണ്ട് നിന്നെ കൊണ്ട് പറക്കാൻ കഴിയില്ല. പറക്കണമെങ്കിൽ നീ വിമാനം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പാരച്യൂട്ടൊക്കെ തട്ടിയൊപ്പിച്ചോളൂ. ഇങ്ങനെ ഞങ്ങളല്ല എഴുതി വെച്ചത്. അപ്പൊ ഓപ്ഷൻസ്, ചാൻസ്, ഭൂമിയിൽ എന്തൊക്കെ സാധ്യമാകുമോ ആ സാധ്യമാകുന്നത് മുഴുവൻ, സാധ്യമാകുന്ന അവസ്ഥയിൽ ഏതൊരവസ്ഥയിൽ ആ സമയത്ത് ഏതൊക്കെ സാധ്യമാകും, എങ്ങനെയൊക്കെ സാധ്യമാകുമോ, ആരാലൊക്കെ സാധ്യമാകുമോ, എന്തിനൊക്കെ സാധ്യമാകുമോ, എവിടെ വെച്ചൊക്കെ സാധ്യമാകുമോ അതൊക്കെ ആ ചാൻസസ്, ചോയ്സസ് ആയിട്ടാണ് ഞങ്ങൾ അല്ല എഴുതി വെച്ചത്. അത് എഴുതി വെച്ചു എന്ന് പറയാമെങ്കിലും അതൊരു ക്രിയേഷനാണ്, അതൊരു നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതിങ്ങനെ റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മൂല്യമാരെ എഴുതിച്ച് ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ചുണ്ടാക്കുമെന്നൊക്കെ, അതൊന്നല്ല മായി. സൃഷ്ടികർമ്മം നിലനിർത്തുന്നുവെന്ന പച്ച മലയാളത്തിൽ എന്നെ പറഞ്ഞാൽ, നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്ന സൃഷ്ടികർമ്മം, ഘട്ടം ഘട്ടമായി സൃഷ്ടിക്കുന്നവെന്നൊക്കെയാണ് നമ്മളെ വല്ലാക്കന്മാരെ എഴുതിച്ചത്. സ്റ്റുപ്പിഡിറ്റി. ഘട്ടം ഘട്ടമായി സൃഷ്ടിക്കുന്നില്ല, അത് സൃഷ്ടികർമ്മം നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് മാക്സ് പ്ലാങ്ക് പറഞ്ഞു. ആറ്റത്തിന്റെ ഉള്ളിലുണ്ട ഈ ഇലക്ട്രോണും ഇതിങ്ങനെ ചലിക്കുന്നുണ്ടല്ല, ആ ചലിക്കുന്നത് വി മസ്റ്റ് അസ്യൂം
there is an there is a this power is coming from a conscious and intelligent mind. ഒരു ബുദ്ധിയുള്ള ഒരു ആത്മാവിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഒരു ശക്തിയാണ് ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നത് എന്ന് മാക്സ് പ്ലാങ്ക് പറയുന്നത്. ഇതാണ് ഞങ്ങളറിവ്. അതപ്പോ എന്താ ഈ വസ്തുവിടെ നിലനിൽക്കുന്നത്, ഇതിനുള്ളിൽ ഉണ്ടാകുന്ന മാറ്റർ, ഇതിനകത്ത് ഉണ്ടാകുന്ന പിന്നെ ആറ്റത്തിനുള്ളിലാകുന്ന ഇലക്ട്രോൺ, അതിനിപ്പോ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ല. അതിനിപ്പോ ചലിപ്പിച്ചുകൊണ്ടാണ് ഈ സാധനം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നത്, ഇങ്ങനെ വലിക്കാൻ പറ്റുന്നത്. സോ ഈ ലോകത്തിലെ കാണുന്ന മുഴുവൻ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശക്തി. ആ ശക്തിയുടെ അത് എവിടുന്ന കോൺഷ്യസ് ഇന്റലിജന്റ് ബുദ്ധിയുള്ള ഒരു കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് വരുന്നത്. ദാറ്റ് ഒരു ആത്മാവിൽ നിന്നാണ്. അള്ളാഹു നൂറുസമാവാത് വൽ, അതിന്റെ എനർജിയാണ് ഈ എനർജി. അപ്പൊ ഈ അള്ളാന്റെ എനർജി, അള്ളാഹു നൂറുസമാവാതി വൽ അർദ്, ആ എനർജിയാണ് മക്കളെ ഈ ഭൂമി. അതിൽ അള്ള ഒരുപാട് ചാൻസസും ചോയ്സസും എല്ലാം വെച്ചിട്ട്, ഓപ്ഷൻ ബൈ ഓപ്ഷൻ, ചാൻസ് ബൈ ചാൻസ്, ചോയ്സ് ബൈ ചോയ്സ് വെച്ചിട്ടുണ്ട്. അതിലൂടെ മനുഷ്യ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തോ, അതിനനുസരിച്ച് നിനക്കുണ്ടാവും. അതില് നീ ചെയ്യാവുന്ന കൂട്ടത്തിൽ ഞാൻ ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യരുത് എന്ന ഒരു ധാർമ്മിക ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കൊണ്ട് ഞാനിതിന് സൃഷ്ടിച്ചിങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ചിലതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്, ചിലതൊക്കെ ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചു, ചിലതൊക്കെ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു, ചിലതൊക്കെ ഞാൻ നിരുത്സാഹപ്പെടുത്തി, ചിലതൊക്കെ ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചു തന്നു. ഇതാണ് ഹറാം അഹ്കാമുൽ ഹംസ എന്ന് പറയും. നമുക്ക് ആകെ കൂടെ അറിയാം ഫർള് സുന്നത്ത്, ഫർള് സുന്നത്ത്, ഫർള് സുന്നത്ത് എന്നാണ്. ഇതല്ല, അഞ്ചെണ്ണം ഉണ്ട് അഹ്കാമുൽ ഹംസ. ഹലാല്, മുസ്തഹബ്, ജായിസ്, മക്രൂഹ്, ഹറാം. ഹലാല് അനുവദിച്ചത്, ഫർള് നിർബന്ധമാക്കിയത്, മുസ്തഹബ് പറഞ്ഞ നിർബന്ധമല്ല, നല്ലതാണ് ചെയ്താൽ, ജായിസ് അല്ലെങ്കിൽ ഹലാൽ എന്ന് പറഞ്ഞത് അനുവദിച്ചതാണ്, മക്രൂഹ് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടതാണ്, ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്. അഹ്കാമുൽ ഹംസ. ഈ ഈ അഞ്ച് വിധിയാണ് സുന്നത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ നിബാർത്തുണ്ട്. മാ അഹല്ലല്ലാഹു ഇല്ല മാ അഹല്ലല്ലാഹു റസൂലു, മാ ഹലാല ഇല്ല മാ അഹല്ലല്ലാഹു റസൂലു. അങ്ങനെ ഓരോന്നിനും നിർവചനമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതിനെ വിശദീകരിക്കുന്ന ഇബ്നുൽ ഖയ്യിം, അത് അൽ ഈമാൻ ഖൗലും വഅമലും വഇഅ്തിഖാദ് എന്ന് പറഞ്ഞാൽ വിശ്വാസവും അമലും വഇഅ്തിഖാദ്, ഓരോരുത്തന്റെ ദൃഢവിശ്വാസവും അമലും ഖൗലും വഅമലും വഇഅ്തിഖാദ്. അങ്ങനെ ഈ മൂന്നെണ്ണത്തിൽ ഈ അഞ്ചെണ്ണം വന്ന 15 മർത്തബകൾ, 15 ബോക്സാ. മൂന്ന് സോറി 5എണ്ണം ഇങ്ങനെ, 3എണ്ണം ഇങ്ങനെ, അപ്പൊ 5 15. ഈ 15 കള്ളികളിലുണ്ട് അഹ്ലു സുന്നയുടെ അഖീദ മുഴുവൻ. അതാണ് ഉബൂദിയ. ഉബൂദിയ മീൻസ് അനുസരണം. ദാറ്റ് മീൻസ് അള്ളാഹിനെ അനുസരിക്കുക എന്ന് പറഞ്ഞ സാധനം ഈ 5എണ്ണത്തിലുണ്ട്. ഉബൂദിയ ഈ ഉബൂദിയുടെ അനുസരണത്തെ, ദീനുൽ ഇസ്ലാമിനെ, പിന്നെ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു 5 മർത്തബകളിൽ ഒതുക്കി. ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ സാദിൽ മാതിലുണ്ട്. പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് മതപരമായ, അത് ശർഈയായ ഹലാല് ഹറാം അനുവദിച്ചത് അനങ്ങാത്തത്, ശർഈയായി നടക്കുന്നത് നടക്കാത്തത് എന്നുള്ള സംഗതി. ഇപ്പൊ ഒരു കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ കിടന്നാലും കുട്ടികൾ ഉണ്ടാവും. പക്ഷെ അത് കൗനിയായിട്ട് പ്രാപഞ്ചികമായിട്ട് സാധ്യമാകുന്നതാണ്. അത് അല്ലാഹ് അങ്ങനെ സാധ്യമാകുന്ന രീതിയിലാണ് വെച്ചത്. അത് ആ കുട്ടികൾ ഉണ്ടാവണം ഇന്നാൾ തന്നെ കിടന്നോളൊന്നുമില്ല. പക്ഷെ അത് പാടില്ല. അത് വിവാഹം എന്ന് പറയുന്ന സമൂഹം അംഗീകരിക്കുന്ന, ഏത് ജാതി മതമായാലും സമൂഹം അംഗീകരിക്കുന്നതാണ് വിവാഹം. സമൂഹം അംഗീകരിക്കുന്ന വിവാഹേ ഇസ്ലാമിൽ അംഗീകരിക്കും, അള്ളാഹ് അംഗീകരിക്കുള്ളൂ. അതുകൊണ്ട് അല്ലാത്ത വിചാരിച്ചാൽ കാണാം. ഇപ്പൊ കുറെ ആൾക്കാർ 10-25 ആൾക്കാർ കൂടിയിട്ടാണ് ഒരുമിച്ച് ഇതായി വിചാരിച്ചോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ കളക്റ്റീവ് സെക്സ് ഒക്കെ ഉണ്ട്. 20-50 ആൾക്കാരൊക്കെ, പിന്നെ 10-100 ആൾക്കാർക്ക് 10-100 ആണ് 100 പെണ്ണ് ഒരുമിച്ച് ഒരു മറയില്ലാതെ സെക്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് കല്യാണം ഇല്ല. എന്നാൽ 2 സാക്ഷികളും വലിയും ഉണ്ടായി കഴിഞ്ഞാൽ കല്യാണമായില്ലേ? ആണ്. അപ്പൊ അത് തമ്മിലെ വ്യത്യാസം എന്താ? ഒന്ന് സമൂഹം അംഗീകരിക്കുന്നത്, മറ്റൊന്ന് സമൂഹം അംഗീകരിക്കാത്തത്. അതാണ് തമ്മിലെ വ്യത്യാസം. മാസ് സെക്സും കല്യാണം തമ്മിലെ വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഓക്കെ, അതൊക്കെ സാന്ദർഭികമായിട്ട് പറഞ്ഞതാ. എനിവേ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, അപ്പം മതപരമായ, എങ്ങനെ പറയാം, മതപരമായ വിധിവിലക്കുകൾ ശരിയോ അനുവദിച്ചതോ അനുവദിക്കാത്തോ എന്ന്, അതിന് ശർഈയായതെന്ന് പറയും, മറ്റതിനെ കൗനിയായതെന്ന് പറയും, പ്രാപഞ്ചികമായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അള്ളാഹു ഈ വലിയ എഴുതി വെച്ചു എന്ന് നമ്മൾ പറയാറില്ല. അതൊരു പേപ്പറിൽ എഴുതി ഒരു ഷെൽഫിൽ ഇങ്ങനെ എടുത്തു വെച്ചു, അത് വരെ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു വരുന്നു എന്ന വ്യാഖ്യാനം നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ്, ഒരു വിഡ്ഢിത്തപരമായ വ്യാഖ്യാനം കൊടുത്തത് കൊണ്ടാണ് ഇതിനുള്ളിൽ തലയിൽ കടന്നിങ്ങനെ ഉരുളുന്നത്, കറങ്ങുന്നത്. അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോഗ്രാംഡ്, ക്രിയേറ്റഡ്
ലൗഹുൽ മഹ്ഫൂദ്. ഇനി അതും ഞാൻ പറഞ്ഞുതരാം. മറ്റൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു, സമയം പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് വളരെ ഡീപ്പായിട്ട് സബ്ജക്റ്റാണ്. ഇത് ശരിയായാലേ നിങ്ങളെ മൈൻഡിൽ ഇത് പൊട്ടുള്ളൂ. നിങ്ങളെ സ്പിരിച്വൽ വർക്ക് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, അടുത്ത ക്ലാസ്സിൽ സ്പിരിച്വൽ വർക്ക് ബാക്കി ഒഴിവാക്കി തരാം ഇൻഷാ അല്ലാ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അത്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ മുറ്റത്തൊരു ചെടി. ആ ചെടിയിൽ ഉദാഹരണം ഉദാഹരണം എൻ്റെ അവിടെ ഉള്ളൊരു കുട്ടി. ആ കുട്ടി ആ ചെടിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെടി ഉഷാറായിട്ട് വളരുന്നു. പിന്നെ വെയിൽ ശക്തമായി അടച്ചു. വെയിൽ ശക്തമായി വന്നപ്പോൾ ആ ചെടിക്ക് വാട്ടം തുടങ്ങി ഇങ്ങനെ വന്നപ്പോൾ ഈ കുട്ടി ഒഴിക്കുന്ന വെള്ളം മതിയാവുന്നില്ല. അപ്പോ ആ ഇലയുടെ വെയിറ്റിനെ താങ്ങാൻ പറ്റാത്ത അത്രയും അതിന്റെ നെറ്റി വെള്ളമില്ലാതായിപ്പോയി. അപ്പൊ ആ നെറ്റിക്ക് വെള്ളം ഇല്ലാതായ വരുന്ന സമയത്ത് ഇതിങ്ങനെ വാടാൻ തുടങ്ങി. അപ്പൊ കുട്ടി എന്ത് ചെയ്തു, കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ ഇത് വീണ്ടും എന്തായി, തളിർത്തു. ഈ ഇല പച്ച വന്നു. പക്ഷെ ഇതിനിടയ്ക്കാണ് കുട്ടി സ്കൂളിൽ കൂട്ടി ഉമ്മാന്റെ വീട്ടിലേക്ക് വിരുന്ന് പോയി. ഉമ്മാന്റെ വീട്ടിലേക്ക് വിരുന്ന് പോയപ്പോ എന്തായി, ഈ കുട്ടി വെള്ളം ഒഴിക്കൽ ഒഴിവായപ്പോ ഈ ഇലയിൽ എന്ത് ചെയ്തു, വീണ്ടും വാടാൻ തുടങ്ങി. ഇല ഒറ്റക്കല്ല, നെറ്റിയും കൂടെ വാടാൻ തുടങ്ങി. ഇല വാടുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ നെറ്റി വാടാൻ തുടങ്ങി. കാരണം നെറ്റിക്ക് ഈ ഇലയെ താങ്ങുക എന്ന് പറഞ്ഞൊരു പരിപാടി കൂടിയിട്ട്. അതുകൊണ്ട് ഈ നെറ്റിയിൽ ഇലയെ താങ്ങാൻ പറ്റാത്ത അത്ര ഭാരം വന്നപ്പോ, പിന്നെ ഇലയുടെ ഭാരം വന്നപ്പോ നെറ്റിയിൽ നിന്ന് ഇല നെറ്റിയോട് കൂടി താഴത്തേക്ക് വീണു. കുട്ടിയെ അവിടെ വിരുന്ന് പോയിട്ടില്ലെങ്കിൽ വെള്ളം ഒഴിക്കുമായിരുന്നു, ഇത് വീഴില്ലായിരുന്നു. ഇതെന്താ, ഈ ലൗഹുൽ മഹ്ഫൂദിൽ ഇല്ലാതെ അള്ളാഹുവിന്റെ ഒരു കാട്ടിലെ ഒരു ഇല പോലും വീഴുന്നില്ല. അള്ളാഹുവിന്റെ ഒരു കിതാബ് മുബീൻ, വ്യക്തമായ ഒരു ഗ്രന്ഥത്തിലില്ലാതെ ഒരു കാട്ടിലെ ഒരു ഇല പോലും വീഴുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആന്റെ ആയത്താണ്. അപ്പൊ ഈ ഇല വീണത് എങ്ങനെയാ? അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാരണങ്ങൾ, അത് ആ കുട്ടിക്ക് സ്കൂള് പൂട്ടിയപ്പോ അവൻ വിരുന്ന് പോയതാ. വിരുന്ന് പോകാൻ സാധാരണ രീതിയിൽ സ്കൂളിൽ പോയി വിരുന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവന്റെ അമ്മാവൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ വിരുന്ന് പോയതാ. അപ്പൊ അമ്മാവന്റെ എന്താ ഈ ഗൾഫിൽ നിന്ന് എപ്പോ വരാൻ കാരണം, അമ്മാവന്റെ കഫീല് ഇപ്പോഴാണ് നാട്ടിലില്ല. അപ്പൊ കഫീല് വന്നപ്പോഴാണ് ഇപ്പോഴാണ് ലീവ് കിട്ടിയത്. അപ്പൊ വന്നു. അപ്പൊ കഫീൽ എവിടെ പോയത്? കഫീല് പോയത്, കഫീലിന്റെ മോനെ സുഖമില്ലാത്തതുകൊണ്ട് കഫീല് ഇപ്പൊ സൗദിന്റെ പുറത്തായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രത്തിലുണ്ടായിരുന്നു. മോൻ എന്ത് പറ്റി? മോൻ ആക്സിഡന്റ് ആയി. അതെന്താ? മോൻ കുതിര അടിച്ചപ്പോ പിന്നെ ആക്സിഡന്റ് ആയി. ബൈക്ക് എടുത്തുകൊണ്ട് അവൻ കുതിര അടിച്ചപ്പോ അവൻ ആക്സിഡന്റ് ആയത്. ഓഹോ, ബൈക്ക് എന്തിനാ കുതിര അടിച്ചത്? അതൊന്നുമല്ല, അവൻ എന്ത് ചെയ്തു, അവനെ ഉമ്മാനും അപ്പനോടുള്ള ധിക്കാരം കാണിച്ചത്. അപ്പൊ ഏതോ ഒരു കുട്ടി ഉമ്മാനോടും വാപ്പാനോട് ധിക്കാരം കാണിച്ച് അവൻ ബൈക്ക് എടുത്ത് പോയി, അങ്ങനെ ആക്സിഡന്റ് ആയി. അപ്പൊ ഇവന്റെ ആ കുട്ടിയുടെ വാപ്പയായ കഫീൽ അവിടെ പോയി. അതുകൊണ്ട് ഇവന്റെ ഷോപ്പിൽ നിന്ന് ഇവന് പോരാൻ പറ്റിയില്ല. കാരണം പൈസ കിട്ടണല്ലോ, പിന്നെ ലീവ് കിട്ടണല്ലോ. അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോ ഇവന്റെ വെക്കേഷൻ വൈകിയപ്പോ പിന്നെ ഇവന്റെ അമ്മാവൻ വരുന്നത് വൈകിയപ്പോ അത് കുട്ടിന്റെ സ്കൂളിൽ കൂടുന്ന സമയം ഒത്തു വന്നപ്പോ സ്കൂളിൽ കൂട്ടിയപ്പോ കുട്ടി പോയത്. അതുകൊണ്ട് ഈ ചെടിക്ക് വെള്ളം വന്നില്ല, ആ ചെടിന്റെ ഇല ഉണങ്ങി. ഈ പറഞ്ഞ സംഗതി ഒക്കെ കൂടെ എല്ലാം കൂടെ ഒറ്റ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ പ്രോഗ്രാമിലാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത്. ഈ പ്രോഗ്രാം ഇപ്പൊ നിൽക്കും. ഇതിന്റെ ഫ്യൂച്ചർ പോയാൽ, അല്ലെങ്കിൽ ഇപ്പൊ കറണ്ട് താഴത്ത് പോയാൽ, കറണ്ട് പോയത് വൈഫൈ ഇപ്പൊ കട്ടാവും. വൈഫൈ കട്ടായി ഇപ്പൊ പ്രോഗ്രാം ഇപ്പൊ പോകും. ഇതുപോലെ അപ്പൊ എല്ലാം കാര്യകാരണ ബന്ധം, ഒന്നുള്ളത് കൊണ്ട് മറ്റൊന്ന്, ഒന്നുള്ളത് കൊണ്ട് കാര്യകാരണ ബന്ധം. അത് ഭൗതിക ലോകത്താവട്ടെ അഭൗതിക ലോകത്താവട്ടെ ഒക്കെ. ഇപ്പൊ പെട്ടെന്ന് പിന്നെ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ഇവിടൊക്കെ ഭൗതികമായ കണക്ഷൻസ് നമ്മളൊക്കെ തമ്മിൽ അഭൗതികമായിട്ട് കണക്ഷൻസ് ഉണ്ട് മക്കളെ. യെസ്, നമ്മളെല്ലാവരും കണക്ഷൻ, ഒരു റഹ്മത്തിന്റെ കണക്ഷൻസ്. ഈ റഹ്മത്തിന്റെ കണക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് പല ആൾക്കാർക്കും തന്റെ ജീവിതത്തിൽ ചില ആൾക്കാർ വന്നിട്ട് ഞാൻ എന്ത് സ്വപ്നം കണ്ടാലും ഇത് യാഥാർത്ഥ്യമാവും. അപ്പൊ എനിക്ക് നല്ലതോ ചീത്തയോ? നല്ലതാണ് ആവാറുള്ളത്. എന്താ ഈ നല്ലതാവാറുള്ളത്? അപ്പാണോ വെച്ചു ആ സ്വപ്നം എന്തെങ്കിലും കാണുക? അത് ചില സ്വപ്നം ഒരാൾ വന്ന് പറയുന്നത് ശബ്ദം കേൾക്കും, അല്ലെ ഒരാളെ തന്നെ സ്വപ്നം കാണും. അതിന്റെ പിന്നിൽ ഈ വ്യക്തിയുമായിട്ട് കാരുണ്യത്തിന്റെ ബന്ധമുള്ള ഒരാളെ ഇയാളെ സ്വപ്നം കാണാം. എനിക്കുണ്ടായ ഒരു കേസ് അവിടെ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു, ഞാൻ നാളെ നമ്മളെ വീട്ടിൽ ആര് വിരുന്ന് വരുന്ന ഒരു പക്ഷേ നമ്മൾ ഇവിടുന്ന് കാണുന്നു. ഇന്ന് രാത്രി ഇവള് കാണും, നാളെ അവര് വിരുന്ന് വരും. അങ്ങനെ ഇവള് ഇങ്ങനെ ഒരു മുജാഹിദാട്ടോ, ഒരു ബീവി ലെവലിലേക്ക് വരിക വീട്ടില്. ഇവള് പറഞ്ഞ പിന്നെ പിറ്റേന്ന് സംഭവിക്കുന്നില്ല. ആ ഒരു ലെവലിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴേ പറഞ്ഞത്, മോളെ നിന്റെ സ്വപ്നത്തിനാൾ വന്ന് പറയുന്നില്ലേ, ആളെ ഞാൻ കാണിച്ചു തരാട്ടോ, കണ്ണടച്ചേതോ. ഞാൻ എന്താ എന്റെ പാരാസൈക്കോളജിക്കൽ ടെക്നിക്ക് ഉണ്ട്, അതാണ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അത് ഉമ്മാന്റെ ഉപ്പയാണ്, എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മാന്റെ ഉപ്പയാണ്. അപ്പൊ ഈ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാന്റെ ഉപ്പാക്ക്. മരിച്ചു പോയിട്ടുണ്ട്, പക്ഷെ അയാളാണെന്നാ. അത് മരിച്ച് കവർന്നു വരുമെന്നല്ല, ഇവരുടെ ഉള്ളിൽ കാരുണ്യത്തിന്റെ കണക്ഷൻസ് ഉള്ളത് കൊണ്ട് ദാറ്റ് ഈസ് വർക്കിംഗ്
ഈ അള്ളാഹുവിന്റെ വലിയ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സിൽ അവളുടെ കണക്ഷൻസിൽ വലിയ റോള് ഈ മനുഷ്യരോടുള്ള സ്നേഹത്തിലാണ്. ഇതുകൊണ്ടാണ് കുടുംബബന്ധം ചേർക്കണം എന്ന് പറയുന്നത്. കുടുംബബന്ധം ചേർത്ത് ഒരു മരിച്ചു പോയിട്ടുണ്ടാവും, പക്ഷെ ബന്ധങ്ങൾ നിലനിൽക്കും. അതുകൊണ്ട് വലിയ ഈ ഇവിടെയുള്ള ഈ വലിയ ഈ ഭൂമിയിലെ മുഴുവനും ഭൂമി, ഏഴ് ആകാശം ഏഴ് ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു എമോഷനും അറിവും അതിന്റെ വികാര ചിന്തകളും അതിന്റെ ഉപചിന്തകളും അതിന്റെ ചാൻസസും ചോയ്സസും എല്ലാം കൂടിയുള്ള ഒരു വേൾഡിലാണ് നമ്മൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് പോകുന്നത്. അപ്പൊ നോക്കുമ്പോൾ എന്തോ ഒരു ഈസിയായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്തൊരു ഈസിയാണ്. എന്റെ ചിന്തയാണ് മാറ്റി കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അങ്ങട് മാറുക. യെസ്, അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് വിധിവിശ്വാസം, അപ്പോ അള്ളാഹ് സൃഷ്ടിച്ചത് മനുഷ്യന്മാർക്ക്, അള്ളാഹ് എല്ലാ കാര്യവും അള്ളാഹ്ക്ക് അറിയാം. ആ പറയുന്ന എല്ലാ അറിവിലും അതിന്റെ മഷിയത്തുണ്ട്. അള്ളാഹ് ആ അറിവും അതിന്റെ ഉദ്ദേശവും പല ചാൻസസും ചോയ്സസും ഓപ്ഷൻസും ആയിട്ടുള്ള ഒരു അലിഗോറിതം ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ്. അത് ചിലതൊക്കെ നടക്കുമ്പോൾ ചിലതൊക്കെ ഉണ്ടാവും, ചിലതൊക്കെ നടന്നില്ലെങ്കിൽ ചിലതുണ്ടാവില്ല എന്ന് വലിയൊരു ഒരു 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 സ്കീമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന, അത് ആ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതാണ് റബ്ബ്. അതാണ് റബ്ബ് റുബൂബിയത്ത്. ആ റുബൂബിയത്തിൽ ഉണ്ടാകുന്ന ഈ സാധനം, അതിൽ മനുഷ്യ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് പലതിലും. പിന്നെ അള്ളാഹ് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് വേദഗ്രന്ഥങ്ങളിലൂടെ, തൗറാത്തും ഇഞ്ചീലും ഫുർഖാനും സബൂറിലൊക്കെ. ആ ആ സാധനമാണ് പിന്നെ നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അള്ളാഹ് എടുത്തു പറഞ്ഞത്, നിനക്ക് നന്മയും തിന്മയും ഏത് വേണോ നീ തീരുമാനിച്ചോ, അതിനനുസരിച്ച് പ്രതിഫലം നിനക്ക് തരാം എന്ന് മാത്രമല്ല, അതോടോ ഇങ്ങനൊരു സംവിധാനം തന്നെ ഉണ്ട്. ആ സംവിധാനം ഞാൻ പർവ്വതങ്ങൾക്കും ആകാശത്തിനും കാണിച്ചു കൊടുത്തു. അവരത് വേണ്ട, വാഷ്പഖ്ന മിൻഹ, ഞങ്ങൾക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അത് മനുഷ്യ നീ സ്വീകരിച്ചു. ഇന്നഹുക്കാന വലൂമ ജഹൂല. എവിടെ മനുഷ്യ വരെ കിടക്കുന്നത് നോക്ക്. അപ്പോ നന്മയും തിന്മയുണ്ട്. അത് നിനക്ക് വേണ്ടുന്ന തെരഞ്ഞെടുത്താൽ ഏറ്റവും നല്ലതാ സ്വർഗവും, ഏറ്റവും കഠിനമായ ഏറ്റവും വലിയ ശിക്ഷ തീയല്ലേ മക്കളെ. തീയിലേറെ വേദനയുള്ള സാധനം വല്ലതും ഉണ്ടോ? ആ തീയിന്റെ ശിക്ഷ നിനക്ക് തരാനുള്ള കാരണം ബിക്കോസ് യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ചോയ്സ്. അങ്ങനെയുള്ള ഒരു സ്കീമുണ്ട്, ഒരു അമാനത്തുണ്ട്. അറദിന് അമാനത്ത, ആ അമാനത്ത് പിന്നെ ആകാശത്തിനും പർവ്വതത്തിനും കാണിച്ചു കൊടുത്തത് സുഹൃത്ത് ആറാഫിൽ അങ്ങോട്ട് പറയുന്നത്. ആ അമാനത്ത്, ആ ഗ്രേറ്റ് പ്ലാൻ ഈ ദുനിയാവിൽ ആ പ്ലാനോട് കൂടിയാ. അതുകൊണ്ട് ആ പ്ലാനിൽ അല്ല പറഞ്ഞത് നിനക്ക് സെലക്ട് ചെയ്യാം. അതുകൊണ്ട് ആ സെലക്ഷനിൽ അള്ളാഹു, അപ്പൊ അറിയാലോ അല്ല ഇവൻ ഏത് സെലക്ട് ചെയ്യും ഏതെല്ലാം സെലക്ട് ചെയ്യില്ല എന്നുള്ളക്ക് മുൻകൂട്ടി അറിയില്ല, അറിയും. അതുകൊണ്ട് അള്ളാഹുന്നത്. പക്ഷെ അള്ളാഹ് അറിയുന്നു എന്നതല്ല നിനക്കിന്റെ കോൺസേഷൻ. നിന്റെ സെലക്ഷന് കാരണമാകുന്നത് അള്ളാഹ് അത് അറിയും എന്നതുകൊണ്ടല്ല. അള്ളാഹ് അത് അറിഞ്ഞു എന്നതുകൊണ്ടല്ല നിന്റെ കാരണം നീ ഇന്നത് സെലക്ട് ചെയ്തത്. അള്ളാഹ് അവിടെ അറിഞ്ഞു എന്നത് കൊണ്ടല്ല. അള്ളാഹിന്റെ അറിവ് നിനക്ക് കോൺസേഷൻ, നിന്റെ സെലക്ഷന് കാരണമാകുന്നില്ല. വേണോ വേണ്ടേ എന്നതിന്റെ കാരണമാകുന്നില്ല. അത് ദാറ്റ് ഈസ് കംപ്ലീറ്റ് യുവേഴ്സ്. നിന്റെ തീരുമാനവുമാണ്. നിന്നിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. നിന്നിൽ നിന്ന് ഉടലെടുക്കുന്നത്, പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോ, നിന്നിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ആ ഉടലെടുക്കുന്നതായതുകൊണ്ട് അതിന്റെ അനന്തരഫലം മുഴുവൻ നിനക്ക് വന്നെത്തും. അപ്പൊ എങ്ങനെ ഉണ്ടായി? ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ വിധിവിശ്വാസത്തിൽ കടന്ന ലൂപ്പ് ഇവിടെയാണ്. ആ അറിവാണ് ഇതിന്റെ കോസേഷൻ, ഇതിന്റെ കാരണമാകുന്നത് എന്ന് നമ്മളെ തലയിലുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട്. അത് അറിവാണ്. അത് അള്ളാഹുവിന്റെ മറ്റൊരു സിഫത്താണ്. ഇവിടെ ഈ ഗ്രേറ്റ് റബ്ബ് റുബൂബിയത്ത് കർമ്മം അത് മറ്റൊരു സിഫത്താണ്. അതുകൊണ്ട് ആ സിഫത്തല്ല ഈ സിഫത്തിന്റെ കോസേഷൻ, കാരണമാകുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് നിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നീ തെരഞ്ഞെടുത്തായത് കൊണ്ട് നല്ല സ്വർഗവും നല്ല നരകവും നിനക്ക് അതിനനുസരിച്ച് തരും. ഇപ്പൊ പറഞ്ഞു മനസ്സിലായി? അപ്പോ നമ്മളെ ലോകത്ത് കാര്യകാരണ ബന്ധത്തിലൂടെ എന്തൊക്കെ സാധ്യമാകും അതൊക്കെ സാധ്യമാക്കാം. അതുകൊണ്ട് നത്തിങ് ഇസ് ഇമ്പോസിബിൾ, നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്നാണ് കേട്ടിട്ടുണ്ട് നിങ്ങൾ. അതൊക്കെ ഞാൻ ആദ്യം കേട്ടപ്പോൾ എൻ്റെ ഒരു 18-ാം വയസ്സിലേക്ക് ഞാൻ എന്തെന്തോ സംഭവം വിചാരിച്ചിട്ട് ശരിയായി. ഞാൻ പോയിട്ട് ഒരു വെട്ടുകല്ല്, എനിക്കറിയാം, വെട്ടുകല്ലിനെ പിടിച്ച് നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ച് പൊട്ടിക്കാൻ. പൊട്ടി, കല്ലല്ല, എന്റെ കൈ. ഇവിടെ ആ പാടിപ്പോഴും ഉണ്ട് ഇവിടെ. എന്റെ കൈ ആണ് പൊട്ടി, ചോരട് വന്ന്. അന്ന് വിളിച്ചു, അയ്യോ ഇത് എന്ത് മണ്ടത്തരാണ്, നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ നിന്നപ്പോ എഴുതിയ കത്ത്, അതൊന്നും ശരിയല്ലല്ലോ. പിന്നെ ഞാനതെല്ലാം വിട്ടിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞുതരാം, ശരിയാണത്. നത്തിങ് ഇസ് ഇമ്പോസിബിൾ. പക്ഷെ അർത്ഥം ഒന്ന് മാറ്റണം. നത്തിങ് ഇസ് ഇമ്പോസിബിൾ മീൻസ് മനുഷ്യരെ കൊണ്ട് സാധ്യമാകുന്നത് എന്തൊക്കെ ഉണ്ടോ അത് മനുഷ്യ നിന്നെ കൊണ്ട് സാധ്യമാവും.
ആദമിന്റെ മക്കളെ കൊണ്ട് സാധ്യമാകുന്നത് എന്തൊക്കെ ഉണ്ടോ മനുഷ്യ, അത് നിന്നെ കൊണ്ട് സാധ്യമാകും. അതിന് വേണ്ടുന്ന ആ കാര്യമായ അതിന് വേണ്ടുന്ന എന്തൊക്കെയാണോ അതൊക്കെ നീ ചെയ്താൽ മതി. അതൊക്കെ നീ കരസ്ഥമാക്കിയാൽ മതി. ആ ആദമിന്റെ സന്തതികൾക്ക് എന്തൊക്കെ സാധ്യമാകും മനുഷ്യ, അതൊക്കെ നിന്നെ കൊണ്ട് സാധ്യമാകും. ഇതാണ് ഇതിന്റെ മീനിങ്. നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്ന് പറയുന്നത്. അല്ലാതെ നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചുമരണ്ട് എന്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോ അള്ളാഹു എല്ലാം നമുക്ക് എന്തൊക്കെ പ്രാപഞ്ചികമായിട്ട് എന്തൊക്കെ സാധ്യമാകുമോ ആ സാധ്യമൊക്കെ ഈ സാധനം ഇതിൽ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പാക്കാം. അതല്ല ഇതിലേക്ക് വെള്ളാക്കാം, ഇതിലേക്ക് കുറച്ച് സുറുക്കയാക്കാം, ഇതിലേക്ക് പാലുണ്ടാക്കി വെക്കാം, ഇതല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിക്കാം. ഇത് എന്തിനൊക്കെ സാധ്യമാകുമോ, ഭൂമിയിൽ എന്തിനൊക്കെ സാധ്യമാകും അതൊക്കെ അള്ളാഹ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് മുൻകൂട്ടി എഴുതി വെച്ചതാണ് സംഭവിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരം മുഴുവൻ സംഭവിച്ചത് അള്ളാഹ് എഴുതി വെച്ചോണ്ടാണ്. അള്ളാഹ് അതല്ല കുട്ടി, അതല്ലാത്ത 9999 വേറെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തേ നീ പോവാഞ്ഞത്, എടുക്കാഞ്ഞത്? ഇപ്പൊ സംഭവിച്ചൊന്നുമില്ലത് നീ അള്ളാനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ആദ്യം ഈ അള്ളാനെ കുറ്റം പറയുന്നത് എന്നാലേ അള്ളാഹ് നമ്മളിലേക്ക് തിരിഞ്ഞു കൊള്ളൂ. അള്ളാഹിനെ കുറ്റം പറയല്ലേ. ഇപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, അവളെങ്ങനെ ഇരിക്കും, ഒരു തബലീഗാന്റെ വൈഫാണ്, അങ്ങനെ ഇരിക്കും, എനിക്ക് ഒന്നിനും തോന്നണില്ലേ, കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തോന്നണില്ല. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉദ്ദേശിക്കും വരൂലേ. അപ്പൊ മതശാവുന്ന ഇല്ലാ റബ്ബുൽ ആയത്തും കൊണ്ടാ വരുന്നത്. ബാത്റൂം കഴുകൂല, കുളിക്കൂല, ഭക്ഷണം ഉണ്ടാക്കൂല, കുട്ടികളെ കെയർ ചെയ്യൂല, ഭർത്താവിനും കെയർ ചെയ്യൂല, ഇവിടെ കിടക്കും അല്ലെങ്കിൽ ഇരിക്കും. അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ചൂരലെടുത്തിട്ട് നാലെണ്ണം തരാൻ പരക്കെ അള്ളാഹ് ഉദ്ദേശിക്കേണ്ടി വരും? ഇവിടെ ചൂരലെടുത്തിട്ട് നാലെണ്ണം തന്നാൽ ഇവിടുന്ന് ഇറങ്ങിയാണ് ഓടുക. അതിന് പേർക്ക് അള്ളാഹ് ഉദ്ദേശിക്കുന്ന വേണ്ടിയില്ല, ഇറങ്ങിയാണ് ഓടും. അള്ളാഹ് ഉദ്ദേശിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വെള്ളം ബോർഡ് അടോ വെയ്യോ അടി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഉദ്ദേശിച്ചില്ല എനിക്ക് നോക്കൂല ഇറങ്ങി ഓടും. ഇല്ല വേണ്ട ചോദിച്ചു. അതിലൊരു ചിരി ഇങ്ങനെ ചിരിച്ചു. എന്നാ അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ വേറൊരു കാര്യം ചെയ്തു, ഇതൊന്നും അള്ളാഹ് ഉദ്ദേശിക്കാത്ത അള്ളാഹ് വേറൊന്നും ഉദ്ദേശിച്ചു. എന്താ പറയാ, ഇവന് നല്ല അടിപൊളി ഒരു പെണ്ണ് റെഡിയാക്കി കൊടുത്തു. നല്ലൊരു ഒരു ഗവൺമെന്റ് ജോലിയിൽ ഒരു പെണ്ണ്, അവിടെ രണ്ട് കുട്ടികളുണ്ട് ഇവന്. നല്ലൊരു പെണ്ണ്, ഇവന് ആഴ്ചയിൽ പോകും, അവിടെ 2 ദിവസം താമസിച്ച് പോരും. ഇവിടെ ഈ മുസീബത്ത് വെച്ച് ഇവിടെ ബാക്കിയുള്ള ദിവസം ചെലവാക്കും. അവിടെ പോകും, നല്ല അവിടുത്തെ മക്കൾ നല്ല ഹാപ്പി, നല്ല അടിപൊളി പഠിക്കുന്ന, വിദ്യാഭ്യാസമുള്ള, സംസ്കാരമുള്ള അടിപൊളി സുബ്ഹാനല്ലാഹ്. മോളെ, നീ അള്ളാഹ് ഉദ്ദേശിക്കാത്തവൻ ഇങ്ങനെ കിടന്നപ്പോ എന്തായി, അള്ളാഹ് വേറെ ഒന്ന് ഉദ്ദേശിച്ചു, ഈ ചകയ്ക്ക് നല്ലൊരു പെണ്ണിനെ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്ന് ഉദ്ദേശിച്ചിട്ട് അതിന് ഇവിടെ സ്വീകരിച്ചു. ഇവിടെ മണ്ടത്തരം അപ്പോഴാണ് മനസ്സിലായത്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ കുറ്റം പറയൽ നിർത്ത്. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഞാൻ എന്റെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കണം. അതിന്റെ അർത്ഥം വിധിയില്ലാന്നും അള്ളാഹ്ക്ക് റോളില്ല എന്നല്ല. അള്ള വെച്ച ഓപ്പൺ പ്രപഞ്ചത്തിൽ ഒരുപാട് പ്രപഞ്ചമുണ്ട്. ഇവിടെ ഒരുപാട് നീളമുള്ള സാധ്യതകളുള്ള സമ്പത്തും പിന്നെ പേരും പ്രശസ്തിയും ബുദ്ധിയും ആരോഗ്യവും ഒക്കെ ഉള്ള ഒരുപാട് മേഖല ഇവിടെ ഉണ്ട്. അതിലൂടെ സഞ്ചരിക്കാത്ത മനുഷ്യ, അത് നിന്റെ പാട്ടാണോ? അള്ള വെക്കാത്തത് കൊണ്ടല്ല, അല്ല എല്ലാവർക്കും ഓപ്പൺ ആക്കി വെച്ചു. അള്ള എല്ലാവർക്കും ഓപ്പൺ ആക്കി വെച്ചു, വേണ്ടവരൊക്കെ എടുത്തോളിയിടാന്ന് പറഞ്ഞിട്ട് വെച്ചു. നീ എന്തേ പോയി എടുക്കാഞ്ഞത്? ഇറ്റ്സ് യുവർ ഫാൾട്ട്. അതുകൊണ്ട് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതെന്താണെന്നറിയോ? ഞാൻ എൻ്റെ കഴിഞ്ഞ കാലത്തിനും എൻ്റെ പ്രസന്റ് ലൈഫിനും ഫ്യൂച്ചറിനും ഞാൻ ഉത്തരവാദിയാണ്. അപ്പോഴേ ഉള്ളൂ ഒരുത്തൻ അവന്റെ പേഴ്സണാലിറ്റി ശരിയാക്കി എടുക്കാൻ പറ്റും. ടേക്കിംഗ് ദി സെൽഫ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമാണ്. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള 12 പോയിന്റുകൾ നിങ്ങൾ മനപ്പാടാക്കിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ കോഴ്സിന് നിങ്ങൾ ചേർന്നാൽ അതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയും ചെയ്യും. യാ അല്ലാഹ്. അപ്പൊ പറഞ്ഞു വരുന്നത്, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ വിധി വിശ്വാസത്തിൽ ഇങ്ങനെ ഭയങ്കരമായൊരു വിഡ്ഢിത്തത്തിൽ കടന്നിട്ടാണ് നമ്മൾ കറങ്ങുന്നത്. ഇനി മേൽ പറഞ്ഞ, ഞാൻ പറയാറുണ്ട്, നോളജ്, മഷിയത്ത്, ഇറാത്ത്, നിയത്ത്, ഇറാത്ത്, കൂത്ത്, ഇതെങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്നത് എന്നത്, അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഉണ്ടാകുന്ന സകല സ്പിരിച്വൽ ബ്ലോക്കും പോകുന്ന ഒരു ഫോർമുല നിങ്ങളെ പഠിപ്പിക്കാട്ട്. പക്ഷെ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡീറ്റെയിൽ നിങ്ങൾ എന്റെ ക്ലാസ് ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നിയാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചോ, ലിങ്ക് കൊടുത്തോ, വേണേ ജോയിൻ ചെയ്യാൻ പറഞ്ഞോ. ബേസിക് ഇതൊക്കെ ഫ്രീ ക്ലാസ് ആണ്, 2 ആഴ്ച ഫ്രീ ആണ്. അതിന് ശേഷം 2 ആഴ്ചത്തെ ക്ലാസ് ഫീസ് വെച്ചിട്ടായിരിക്കും. അതിനപ്പുറത്തേക്കുള്ള ഫീസിന്റെ റേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ നിങ്ങൾ ഫീസ് കൊടുത്ത് ചേർന്നെങ്കിൽ തന്നെ കിട്ടുള്ളൂ. ഇതിങ്ങനെ വാരി വെച്ചിട്ട് എടുക്കേണ്ട ഇൽമൊന്നല്ല. അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് തന്നിട്ട് അതിൽ ജോയിൻ ചെയ്യാം. ഈ 2 ആഴ്ച, ഇപ്പൊ ഇന്ന് 3ാമത്തെ ക്ലാസ് അല്ലേ, 3 ക്ലാസ്സും കൂടി ഉണ്ടാവും. 2 ആഴ്ച ഫ്രീ ആണ്, പിന്നെ 3 ക്ലാസ്സും കൂടി ഫ്രീ ഉണ്ടാവും.
പിന്നെ ഫീസ് തന്നിട്ടാണ്. ആ, ഞാൻ പറഞ്ഞു വരുന്നത്, സീരിയസ് ആയിട്ട് എന്റെ ജീവിതത്തിന്റെ മാറ്റം ഞാൻ വരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ആരും എടുത്തു. എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്? ഈ ലോകത്ത് എന്ത് ചെയ്യാനാ? അറിവ് കരസ്ഥമാക്കുക, അതുകൊണ്ട് എന്റെ ജീവിതം ഹാപ്പി ആക്കുക. ഏതുപോലെ ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ ഇഹലോകത്തൊരു സ്വർഗമുണ്ട്. അത് അറിവിലൂടെയുള്ള സഞ്ചാരത്തിലാണ് സ്വർഗം. അതില്ലാത്തവന് അടുത്ത ലോകത്ത് കഴിഞ്ഞ് എന്നാ അഡ്മിഷൻ ഒന്നും കിട്ടൂല. ഇത് സലഫ് സാലികൾ പറഞ്ഞാന്ന് ഷെയ്ഖ് എന്ന് പറഞ്ഞോളൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതാ. അതുകൊണ്ട് ഈഹലോകത്തൊരു സന്തോഷം അത് അറിവിലൂടെ ഉയർച്ച, വളർച്ച. അതിന് കോഴ്സും കോളേജും ഒന്നും വേണ്ട മക്കളെ. നിങ്ങൾ 8ാം ക്ലാസ് 10ാം ക്ലാസ് തോറ്റതായിക്കോട്ടെ, നോ പ്രോബ്ലം. അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാ അടിക്കാം. ആ പഠിക്കാന്നുള്ളത് നിങ്ങൾ മൂല്യന്മാരെ വേലും കേട്ട് നടന്ന പിന്നെ ആ ഒരു അർത്ഥത്തിലേക്ക് നിങ്ങൾ പോകും. അത് വിട്ട് സ്വർഗം കിട്ടാനുള്ള ഇസ്ലാം കുറച്ചുള്ളൂ, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആൾക്കാരെ നിയന്ത്രിക്കാനുള്ള ഇസ്ലാമാ ബാക്കി. അതിനാ മൂല്യന്മാരെ വേദന്റെ പിന്നാലെ കൊണ്ടിരുന്നത്. മറ്റവന്റെ ലിപ്സ്റ്റിക് എന്താവും, മറ്റുള്ള ജീൻസ് എന്താവും, മറ്റുള്ള പിന്നെ മ്യൂസിക് കേട്ട എന്താവും, മറ്റേ ഇൻഷുറൻസ് മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞു എല്ലാവരും വേറെ പോലെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർഗം കിട്ടുള്ള ഇസ്ലാം കുറച്ചാ. നിങ്ങൾ മതപരമായ അറിവും ദുനിയാവിന്റെ അറിവും ഒരുമിച്ച് കമ്പയർ ചെയ്യും. മതപരമായ അറിവുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ജീവിക്കാൻ പറ്റില്ല ദുനിയാവിന്റെ അറിവില്ലാതെ. രണ്ടും ഉണ്ടെങ്കിൽ അത് ഉലമാക്കൾ, നൂറുകണക്കിന് ഉലമാക്കൾ പറഞ്ഞ ഉദ്ധരണി എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ദുനിയാവിന്റെ അറിവ്, അതിന് കോഴ്സും കോളേജിൽ നിന്നും വേണ്ട, വായിക്കാൻ തുടങ്ങുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പഠിക്കാൻ തുടങ്ങുക, വായിക്കാൻ തുടങ്ങുക, മനസ്സിലാക്കാൻ തുടങ്ങുക. അതിനുപോലെ അതാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം. എന്റെ സംസ്കാരവും എന്റെ ബുദ്ധിയും ഉയർച്ചയും വളർച്ചയും. അത് ഞാൻ വളർത്തിയാൽ എന്റെ മക്കളിൽ നിന്ന് അത് വരും. ഇത് ഞാൻ വളർത്താതെ ഞാൻ അയ്യോ ഞാൻ എന്താ ചെയ്യാ, എന്റെ കാലത്ത് ഞാൻ പഠിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് മക്കളെ പഠിപ്പിക്കട്ടെ, ഒരു കാര്യമില്ല. വേസ്റ്റ്. മക്കള് അതും എന്നെ അത് ദാറ്റ് മീൻസ് നമ്മളെ ഫ്രസ്ട്രേഷൻ അവരുടെ തീർക്കുക. അതല്ല വേണ്ടത്. മക്കൾ പഠിക്കണോ, സ്വർഗന്റെ പഠിത്തം അവരെ മക്കളായിട്ട് വിട്. നീ എനിക്കൊരു റീഡിംഗ് ടേബിൾ എന്റെ വീട്ടിൽ വേണം. എന്റെ വൈഫിന് റീഡിംഗ് ടേബിൾ വേണം. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്ക് എനിക്ക് വേണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 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 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്റെ മുമ്പിൽ വേണം. അത് ഇന്നതൊന്നുമില്ല, പലതുമാകാം. അൽഹംദുലില്ലാ ഞാൻ സൈക്കോളജി കഴിഞ്ഞു. അതേ മന്തിൽ തന്നെ ഞാനിപ്പോ ഇതെടുത്തു. ഇത് പിന്നെ പേഴ്സണൽ ട്രെയിനിങ്. അത് കഴിഞ്ഞാൽ എനിക്ക് ന്യൂട്രീഷൻ കോഴ്സ് ഉണ്ട്. അത് കഴിയുമ്പോൾ എനിക്ക് മറ്റേ PhD ഭാരത് യൂണിവേഴ്സിറ്റി റെഡി ആയിട്ടുണ്ട്. PhDക്ക് ഞാൻ എൻറോൾ ആകാൻ പോകും. നിർത്തൂല. മരണം വരെ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. മരണം വരെ. ഈ മരണത്തിൽ ഇപ്പൊ തന്നെ ആൾക്കാർ നമ്മളിപ്പോ എത്ര കാലം ജീവിക്കും, ഒരു 60 65 70 75, അതിനപ്പുറത്തൊന്നും പോകില്ല. അല്ല, ആദമിന്റെ മക്കൾ ഇന്നത്തെ എത്ര കാലം ജീവിക്കുന്നത്? 125 വർഷമൊക്കെ ആദമിന്റെ മക്കൾ ജീവിക്കത്തില്ലേ? ഉണ്ട്. എങ്കിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല 125 വർഷം ആരോഗ്യത്തോടു കൂടി, അന്ന് പോലും ഒരു ബുക്ക് എനിക്ക് വായിച്ച് പുതിയ അറിവ് പഠിക്കണം. 125 വയസ്സ് വരെ അന്ന് പോലും ഒരു ബുക്ക് വായിച്ച് എന്റെ മലമൂത്ര വിസർജനത്തിന് ഒരാളെ സഹായമില്ലാതെ ടോയ്ലറ്റ് പോകാനും വരാനും നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും, ആ വീട്ടിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ സ്റ്റെപ്സ് ഉണ്ടാവും ഓടി അത് കയറാനും ഇറങ്ങാനും പറ്റുന്ന ആരോഗ്യത്തോടു കൂടി എനിക്ക് 125 വയസ്സ് വരെ ജീവിക്കണം എന്ന് നെയ്യത്ത് വെച്ചോ. നെയ്യത്ത് പോലെയാണ് മയ്യത്ത് മക്കളെ. നെയ്യത്ത് പോലെയാണ്. ഇന്നമല്ല മനുവിനെയ്യ. ഇതാണ് നെയ്യത്തെങ്കിൽ നിങ്ങൾ അമലാതെ ഉൾക്കെത്തും. ഇനി വലിയ ഹിമതവല്ല, അവൻ തിരിഞ്ഞ വഴിയിൽ ഞാൻ അവനെ തിരിച്ചുവിടും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒരു 55 ആയി 60 ആയി, അതിനപ്പുറത്തൊക്കെ ഒന്നും ഉണ്ടാവില്ലല്ലേ. ഇങ്ങനെ ഇങ്ങനെ പ്രത്യേകിച്ച് സെൽഫി തട്ടക്കൂടി ഞാൻ തള്ളക്കോല കൂടിയില്ല. പെണ്ണുങ്ങൾ സ്ത്രീകൾക്കൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ തള്ളച്ചി ആയില്ലേന്ന്. സെൽഫി തട്ട ഇടണമെന്നല്ലെന്ന് പറഞ്ഞു, ഇടണം മാറി വർക്കാരൊക്കെ. പക്ഷെ ഈ യൂത്ത് ഓറിയന്റേഷൻ ആണ് വേണ്ടത്. ഒരു യൂത്ത് ഓറിയന്റേഷൻ വേണം. അൽഹംദുലില്ലാ ഞാൻ എന്റെ ന്യൂട്രീഷ്യസിന്റെ ബോഡി ഏജ് നോക്കുമ്പോൾ എത്ര, 59 വയസ്സ് ബോഡി ഏജ്. എന്റെ റിയൽ ഏജ് 55, ബോഡി ഏജ് 59. 80 ദിവസം കൊണ്ട് എന്റെ ബോഡി ഏജിനെ 55 ആക്കി തിരിച്ചു പിടിച്ചു. വ്യക്തമായ എക്സർസൈസ്, വ്യക്തമായ ന്യൂട്രീഷ്യസ് ഫുഡ്, അതുപോലെ ഫുഡ് സപ്ലിമെന്റ്, 7 മണിക്കൂർ ഉറക്കം, 3 മണിക്കൂർ വെള്ളം കുടിക്കും, ഓൾവേസ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്, നല്ല എക്സർസൈസ്. അതോടുകൂടി എന്തായി, എന്റെ വിസറൽ ഫാറ്റും ക്യൂട്ടാനിയസ് ഫാറ്റും ഒക്കെ പോയി കംപ്ലീറ്റ്. സോ ഒരു യൂത്ത് ഓറിയന്റേഷൻ, ഒരു തള്ള ഓറിയന്റേഷൻ, തന്ത ഓറിയന്റേഷൻ അല്ല വേണ്ടത്. യൂത്ത് ഓറിയന്റേഷൻ വേണം എപ്പോഴും. അപ്പോഴേ ഉള്ളൂ ഇതിനകത്തുള്ള ഇന്നർ ചൈൽഡ് ഉണ്ട്. അന്നത്തെ 27 വയസ്സ് 30 വയസ്സുള്ള ഇഫ്സുർ റഹ്മാൻ, ഹീസ് എൻജോയിങ് നൗ, ഹീസ് എൻജോയിങ്. യെസ്, അന്ന് ഞാനത് അതേ പറഞ്ഞത്. എന്റെ മെന്റൽ ഏജ് 27, അത് ഉയരാൻ പോകുന്നില്ല ഇൻഷാ അല്ലാ. 27 അപ്പുറത്തേക്ക് ഞാൻ കല്യാണം കഴിച്ച പ്രായമായിരുന്നു. 27 അപ്പുറത്തേക്കുള്ള ഒരു മെന്റൽ ഏജ് ഞാൻ വരുത്തുന്നില്ല. ആ 27 നല്ല ബുദ്ധിയും തന്റെ ഉഷാറും ഉന്മേഷവും ആരോഗ്യവും എല്ലാം ഉള്ള അതേ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എന്റെ എല്ലാ വർഷവും എന്റെ ഓരോ ദിവസവും എല്ലാ മാസങ്ങളും എനിക്ക് ജീവിച്ചു പോകേണ്ടത്. അപ്പോൾ ഞാൻ എന്റെ മെന്റൽ ഏജിനെ 27 ഫിക്സ് ചെയ്തു. ഇൻഷാല്ല അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ പലരും ചോദിക്കും, പിന്നെ വാട്ട് ഇസ് യുവർ ഏജ്? എന്റെ മൈ കലണ്ടർ ഏജ് ഇസ് 57, 50 to 55.
Current age? Yeah. My mental age is 27. Ha 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 ha. ചിരിക്കും. ചിരിച്ചോട്ടെ. ഐ എം എ റിയാലിറ്റി. ഇറ്റ്സ് എ റിയാലിറ്റി ഇൻ മൈ ലൈഫ്. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വ്യക്തിത്വം മാറ്റിയെടുക്കുക. റെഡി ടു ചേഞ്ച് ആകാൻ റെഡിയാണ്. ചേഞ്ച് ആവും. ഇന്ന അല്ലാഹ ലാ യുഗൈറു മാ ബിഖൗമിൻ ഹത്താ യുഗൈറു മാ ബിഅൻഫുസിഹിം. അല്ലാഹ് വിൽ നോട്ട് ചേഞ്ച് ദ കണ്ടീഷൻ ഓഫ് എ പീപ്പിൾ അൺലെസ് ആൻഡ് ദേ ചേഞ്ച് ബൈ ദംസെൽഫ്. ഒരാളുടെ മനസ്സിൽ മാറ്റം വരുത്താതെ അല്ലാഹ് അവരുടെ മനസ്സിൽ ഒരു മാറ്റം വരുത്തില്ല. ചേഞ്ച് ആവണം. എന്റെ ഈ ഒരു അഴകുഴമ്പൻ ജീവിതം ചേഞ്ച് ആക്കണം. ഞാൻ എന്റെ ജീവിതത്തെ ചേഞ്ച് ആക്കിയത്. എടോ, എന്റെ മതിലും വീടും പിന്നെ സമ്പത്തൊന്നുമല്ല, മക്കൾക്ക് വേണ്ടി ഞാൻ സമ്പാദിക്കുകയാണ്, അർത്ഥമില്ല. മക്കൾക്ക് വേണ്ടി ഞാൻ സമ്പാദിക്കുകയാണ്, അർത്ഥമില്ല. നീ മക്കളിൽ സമ്പാദിക്കുക. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും സംസ്കാരവും വ്യക്തിത്വവും കൊടുക്കുക. അത് നിനക്കില്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ല. അതിങ്ങനെ മൊല്ലാക്കാന്റെ വേലയായിട്ടാ കിട്ടുന്ന കാര്യമൊന്നുമില്ല. മൊല്ലാക്കാന്റെ വേല ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും. ആകെയുള്ള പണി കാറക്കാരെ വേല, വീട്ടിൽ വന്നാലും വേല. യാ അല്ലാ. അതുകൊണ്ട് എന്റെ മക്കളിൽ എന്തൊക്കെ വേണോ അത് എന്നിലുണ്ടാവണം. മക്കളിൽ എന്ത് വേണോ അത് എന്നിലുണ്ടാവണം. അവരിൽ നല്ല സൽസ്വഭാവം വേണോ അത് എന്നിൽ ഉണ്ടാക്കിക്കൊണ്ട്. അപ്പൊ അവരെന്നെ കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിക്കും. 30% അവരുടെ ഉള്ളിലേക്ക് എത്തുന്നത് നിന്നെ കണ്ടിട്ടാ. ഇപ്പൊ 70% അവരുടെ ഉള്ളിലേക്ക് എത്തുന്നത് നിന്റെ ഉള്ളിൽ നിന്നാണ്. മനുഷ്യ, മെറ്റാഫിസിക്കൽ എമോഷണൽ ട്രാൻസ്ഫറൻസ് ആണ്. അതുകൊണ്ട് ഇതിനകത്ത് എന്തെല്ലാം നെഗറ്റീവ് ഉണ്ടോ എടുത്ത് ഒഴിവാക്കിക്കോ. ഇല്ലെങ്കിൽ ഞാൻ എന്റെ മക്കളുടെ ബൗണ്ടറി വയലേറ്റ് ചെയ്യുന്ന ഓരോ സന്ദർഭത്തിലും എന്റെ നെഗറ്റീവ് കണ്ടെത്തും. ബൗണ്ടറി പ്രധാനപ്പെട്ട വിഷയമാണ്. കോഴ്സിൽ ചേരി അഡ്വാൻസ് ചെയ്തേക്കാം, പറഞ്ഞുതരാം. ബൗണ്ടറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എന്താ ബൗണ്ടറി വയലേഷൻ, ഹൂ കൺട്രോളസ്. നമ്മൾ ആരാ നിയന്ത്രിക്കുന്നത്? നമ്മൾ നിയന്ത്രിക്കുന്ന ആരാ? നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന ആൾക്കാർ. ഒരു മരിച്ചു പോയാലും നമ്മളെ നിയന്ത്രിക്കുന്നത്, കബറിന്ന് നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇത് നിർത്താം. ഇതിന്റെ കണ്ടിന്യൂഷൻ സംസാരിക്കും അടുത്ത ക്ലാസ്സിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ടൈം, എന്റെ സമയം ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ. യെസ്, എന്റെ ബുദ്ധി ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ ലൈഫിനെ ക്രിയേറ്റീവായിട്ട്, ഹാപ്പി ആയിട്ട്, അത് ഇന്നലത്തേക്കാൾ കൂടുതൽ ഇന്ന് മെച്ചപ്പെടുന്നത്, കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ കൂടുതൽ ഈ ആഴ്ച മെച്ചപ്പെടുന്നത്, അങ്ങനെയാക്കിയാൽ അതാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതെങ്ങനെ? ഞാൻ എന്നിലാക്കുന്നതോട് കൂടി എന്റെ മക്കൾക്കാണ് അത് കിട്ടുന്നത്. എന്റെ സംസ്കാരം, എന്റെ പക്വതയും എന്റെ എല്ലാം എന്റെ മക്കൾക്ക് കിട്ടുക. ഇത് എന്നിലില്ലാത്തതുകൊണ്ടാണ് മക്കളിൽ ഇല്ലാത്തത്. അതെന്താ? ഞാൻ കള്ളജാഹിലായിട്ട് ജീവിച്ചു. പിന്നെ ഒരു മുജാഹിദിനെ വാല്യൂ കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് മുജാഹിദായപ്പോ പിന്നെ എല്ലാവരെയും കൂട്ടത്തിൽ കൂട്ടാം. അപ്പൊ അതിന് വേണ്ടി അടയാളമൊക്കെ ഉണ്ടായി, താടിയും മുടിയൊക്കെ ഉണ്ടായി. ഇങ്ങനെ ഞാൻ ഇപ്പം ചോദിക്കും, മക്കൾ പറഞ്ഞ കേൾക്കുന്നില്ല. അങ്ങനെയാ, ഓക്കെ. ഇനിയിപ്പോ പറഞ്ഞ പിന്നെ ഇനിയിപ്പോ ഒരു 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 സലഫിയ, അങ്ങനെ ഉണ്ട് സലഫി. ഈ സലഫി ആകാൻ തുടങ്ങിയിട്ട് എത്ര വർഷം? ഞാനിപ്പോ ഒരു 5 വർഷമായി സലഫി പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട്. വൈഫിന്റെ വീട്ടുകാരെ അവര് കുറാഫികളാ. എടോ വിഡി, സെൽഫിയാണ്. നീ എന്തുകൊണ്ട് അവിടെ പോയി കെട്ടി? മിക്കവാറും സെൽഫികളെ പിന്നെ ഖുറാഫികളെ പോയി പെട്ടുള്ളൂ. എന്താ? പെണ്ണ്, പണം, ഈ രണ്ടും ഇഷ്ടപ്പെട്ട പിന്നെ ബാക്കിയൊന്നും നോക്കൂല മക്കളെ. നിങ്ങൾ അധിക മുജാഹിദ് നോക്കുക, അധിക മുജാഹിദ് പോയി കെട്ടിയിട്ടുണ്ടായ സുന്നിയാണ് പോയി കെട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? പെണ്ണ്, പണം, ഇത് രണ്ടും ഇഷ്ടപ്പെട്ടാൽ പിന്നെ സുന്നിയാണെന്ന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ചുരുക്കി പോട്ടെ. അല്ല, ഇപ്പൊ ജാഹിലായ കാലത്ത് മുജാഹിദ് ആയിരുന്നില്ല, ശരി, ഓക്കെ. അപ്പൊ നീ ഇപ്പൊ നന്നായിട്ട് എത്ര വർഷമായി? 5 വർഷം. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 40 വയസ്സായി. ഓഹോ, അപ്പൊ 35 വയസ്സ് വരെ എങ്ങനെയായിരുന്നു? അത് ഞാൻ ജാഹിലത്തിലായിരുന്നു. എങ്കിൽ പൊന്നാര മോനെ, നിന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ 35 വർഷത്തെ ജഹാലത്തും 5 വർഷത്തെ തൗഹീദും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ മകനിലേക്ക് ചെയ്യുന്ന എമോഷണൽ ട്രാൻസ്ഫറൻസ്, അതിന്റെ റേറ്റ് എത്രയാ? 35:5. നിന്റെ മകന്റെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ചെല്ലുന്ന എമോഷണൽ ട്രാൻസ്ഫറൻസ് 35:5. 35:5. 5 നല്ലതും 35/40 ചീത്തയാ. അതുകൊണ്ടാ കുട്ടി കേടിരുന്നത്. ഈജ് മുജാഹിദ എന്ന് പറഞ്ഞിട്ട് വഴക്ക് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നീ നിന്റെ ഉള്ളിലുള്ളതിനെ മാറ്റിക്കോ, മക്കൾ മാറും. റീഫ്രെയിം യുവർ സെൽഫ്, റീഫ്രെയിം യുവർ പേഴ്സണാലിറ്റി. നിന്റെ വ്യക്തിത്വത്തെ നീ റീഫ്രെയിം ചെയ്യുന്നു. അങ്ങനത്തെ കേസിൽ ഞാൻ മക്കളെ പിന്നാലെ നടക്കലില്ല. ഞാൻ മക്കളെ പിന്നാലെ ക്ലാസ് കൊടുക്കില്ല. ആ ഉപ്പാക്ക എവിടുന്ന ഏറ്റവും കൂടുതൽ കുട്ടിക്ക് എമോഷണൽ ട്രാൻസ്ഫറൻസ് വരുന്നത്, ബൗണ്ടറി വേരിയേഷൻ ഉണ്ടായത് നോക്കുന്നത്. അത് നോക്കി അപ്പാനെ നിർത്തി കൊടുത്താൽ കുട്ടികളിൽ മാറ്റം വരും. അവരെ അപ്പാനെ നമ്മൾ വിളിച്ചു പറയാം, എന്റെ മോനിലും എല്ലാ മാറ്റം കാണുന്നുണ്ട്. കാണും. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇനിയും ഒരു ഡീപ്പായിട്ട് പറയേണ്ടതുണ്ട്. ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് ഇതിലുണ്ടാകുന്ന സംശയങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ചോദിക്കൂ. ഇൻഷാ അല്ലാ ഞാൻ എനിക്കറിയുന്ന രീതിയിൽ അത് ആൻസർ ചെയ്തു തരും. ഇൻഷാ അല്ലാ.
യെസ്, മൈക്ക് ഓൺ ആക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സംശയം ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ പറയണമെങ്കിൽ അത് പറഞ്ഞോളൂ. അപ്പോഴാണ് ഇതിനൊക്കെ ഒരു ഭംഗിയുള്ളത്. ചില കാര്യങ്ങൾ സ്പീഡിൽ പറയുമ്പോ ശരിക്കും ഉൾക്കൊള്ളാനൊരു പ്രയാസം. ഓക്കെ, അത് ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടോ നിങ്ങൾക്ക്? ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്ന ആണുണ്ടോ? അങ്ങനെയുണ്ട് കുറച്ച്. ഓക്കെ, അത് ഞാൻ ശ്രദ്ധിച്ചോളാം, കുഴപ്പമില്ല. ഓക്കെ. മാത്രമല്ല ഇത്ര ഇത് ഇനി റിപ്പീറ്റ് ചെയ്തിട്ടേ വരും. ഇതല്ല, ഇതേ വിഷയം നിങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ പറയും. എന്തിനാന്ന് ചോദിച്ചാൽ ഓക്കെ ഓക്കെ. ഞാൻ അതുകൂടി പറഞ്ഞുതരാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു കുൽ എന്ന് പറഞ്ഞ, നബിയെ പറയുക എന്ന് പറഞ്ഞ വിഷയം, എല്ലാ വിഷയവും 3 തവണയെങ്കിലും ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ടാവും. ബിക്കോസ് റിപ്പീറ്റേഷൻ വഴിയാണ് ഒരാളുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് എന്റെ ലൈഫ് കോച്ചിങ്ങിന്റെ ഓരോ ഇമ്പോർട്ടന്റ് തീമും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ എന്റെ ലൈഫ് കോച്ചിങ് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ നടത്താണ്ടാവും. അഫർമേഷൻ തരും, നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കാനുള്ളത്. ആ എഴുത്തുന്നതിലൂടെ ഈ അറിവിനെ, ഇൻഫർമേഷനെ അഫർമേഷൻ ആക്കി നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും. അപ്പൊ നിങ്ങളെ ബ്ലഡിൽ അത് കയറും. ഈ പറഞ്ഞ ഇൻഫർമേഷൻ അഫർമേഷൻ ആക്കി നിങ്ങളുടെ ബ്ലഡിൽ അത് കയറും. അതിനപ്പുറത്തേക്ക് അതിന്റെ പരീക്ഷ നടത്തിക്കും ഞാൻ. ആ പരീക്ഷയ്ക്ക് നിങ്ങൾ ആൻസർ ശരിയായിട്ട് എഴുതുന്നത് മീൻസ് നിങ്ങൾക്ക് ആ പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാൻ ശ്രദ്ധിച്ചോളാം. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഈസി ആക്കിയിട്ട് സോഫ്റ്റ് ആയിട്ട് പറയാം. പക്ഷെ ആവർത്തിച്ച് വരും, നിങ്ങൾക്ക് ഒരു പോയിന്റും വിട്ടു പോകില്ല ഇൻഷാ അള്ളാ. അതുപോലെ പിന്നെ 3 മണിക്കൂർ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞപ്പോ അത് അല്ല, ഏത് രൂപത്തില്? 3 മണിക്കൂറല്ല, 3 ലിറ്റർ ആയിരിക്കും. ഞാൻ മണിക്കൂർ നിങ്ങൾ ശരി. അങ്ങനെ പറഞ്ഞിട്ടില്ല, മറ്റേ രീതിയിലാ പറഞ്ഞു. 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുന്നത്. അത് ചില ആളുകൾക്ക് 2.5 മതിയായിരിക്കാം. പക്ഷെ എന്തായാലും 2.5 to 3, ഒരു ഒത്ത മനുഷ്യന് 3 ലിറ്റർ കുടിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാം. എത്ര സമയം ഗ്യാപ്പ് വിട്ടിട്ടാ അങ്ങനെ? അതില്ല, അത് നമുക്ക് കുറേശ്ശെ കുടിക്കുക എന്നുള്ളതാണ്. അത് ഒന്നായിട്ട് ലോഡാക്കരുത്. പിന്നെ ലോഡാക്കി എന്താണെന്ന് അറിയോ, ഈ ആമാശയം ഒന്നായിട്ട് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഒന്നായിട്ട് കുടിച്ചു വിചാരിച്ചോ, അപ്പൊ ഒരു വിശപ്പിന്റെ ടെൻഡൻസി വരും ആ വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ കുറേശ്ശെ കുടിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ അതിന്റെ ഒരു ഹിക്മത്ത് കൂടി പറഞ്ഞുതരാം. ഈ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, ഈ വെള്ളത്തിന് ശുദ്ധമായ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും, അതിന്റെ ദഹന പ്രക്രിയ ഒന്നും വേണ്ടല്ലോ, അത് എല്ലാവരുടെ കിഡ്നി കൂടെ പോയിട്ട് മൂത്രമായിട്ട് പോകും. അതുകൊണ്ട് പെട്ടെന്നാണ് മൂത്രമായിട്ട് പോകും. പക്ഷെ വെള്ളം കുറച്ച് ഹോൾഡ് ചെയ്യണം നമ്മുടെ ബോഡി. അതിനെന്ത് ചെയ്യുക, ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ്, ഇപ്പൊ ആണെങ്കിൽ ഒരു ടീസ്പൂണിന്റെ പകുതിയൊക്കെ മതി 1 ലിറ്റർ വെള്ളത്തിൽ. അതുപോലെ കുറച്ച് പഞ്ചസാര, ഒരു ടീസ്പൂണിന്റെ പകുതിയോ മതി. അതെന്താ, ഈ ശുദ്ധവെള്ളം എന്ന ക്വാളിറ്റി പോകാൻ കുറച്ചതിൽ കലക്കിയാൽ ഈ വെള്ളം എത്തുന്നതോട് കൂടിയിട്ട് വെള്ളം ബോഡി ഹോൾഡ് ചെയ്യും. ആ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അണക്കെട്ടിൽ വെള്ളം ഹോൾഡ് ചെയ്ത നാട്ടിലുള്ള നദി, പിന്നെ എന്താ പറയുക, കനാലിലൊക്കെ വെള്ളം എത്തുന്നത് പോലെ നമ്മുടെ ബോഡിയിൽ വെള്ളം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിലേക്കൊക്കെ വെള്ളത്തും ബ്ലഡിൽ ഒക്കെ ഭയങ്കരമാണ്. അപ്പൊ അത് ആ ഒരു ഹോൾഡിങ് പ്രൊസീജിയർ നല്ലതാ. അത് പ്രത്യേകിച്ച് നമ്മൾ വർക്കൗട്ട് ഒക്കെ ചെയ്ത് ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം. വന്നു കഴിഞ്ഞാൽ ജിമ്മിൽ നിന്ന് ആദ്യം ഒരു 1.5 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളം മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഇങ്ങനെ കുടിച്ചിട്ട് ഉച്ചയാകുമ്പോഴേക്കും 2 ലിറ്റർ കുടിച്ചു തീർക്കും. പിന്നെ വൈകിട്ടും ഇതേമാതിരി കുടി. ഇപ്പം വെള്ളം ഇവിടെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അങ്ങനെ ഒരു 3 ലിറ്റർ വെള്ളം പറഞ്ഞത്, 3 മണിക്കൂറല്ല, 3 ലിറ്റർ വെള്ളം ഒരു ദിവസം ഒരാളുള്ളിലാക്കുക. റംസാനിൽ അപ്പൊ എന്താ ചെയ്യാ? അത് പറ്റില്ല, അപ്പൊ പകല് പറ്റില്ല, അല്ലാത്ത സമയത്ത് നമ്മൾ കുടിക്കേണ്ടി വരും. അതന്നെ, അല്ലാത്ത സമയം എന്ന് പറഞ്ഞാല് പിന്നെ അതെ, നമ്മൾക്കിപ്പോ ഉറങ്ങുന്നത് വരെയല്ലേ അതെ, കുടിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ അത് പിന്നെ സ്വാഭാവികമായിട്ടും പക്ഷെ എന്നാലും വെള്ളം കിട്ടണം നമുക്ക്. അപ്പൊ അത് പിന്നെ പല രൂപത്തിലും കഞ്ഞിയായിട്ടും തരിക്കഞ്ഞിയായിട്ടും ജ്യൂസായിട്ടും ഒക്കെ ആവാം. വെറും വെള്ളം തന്നെയല്ല, വെള്ളം ഉള്ളിലേക്ക് എത്തണം, അങ്ങനെയാണ്. അത് വെള്ളത്തിന് പകരമാവൂലെന്നും കേൾക്കുന്നുണ്ട്. അല്ല, നമ്മൾ 3 ലിറ്റർ വെള്ളം കുടിക്കുന്നത് ശുദ്ധമായ വെള്ളം ആയിരിക്കണം എന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവാലും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അറിഞ്ഞിടത്തോളം നമ്മൾ തന്നെ ക്ലബിലൊക്കെ പറയാറുള്ളത്, നമ്മൾ വായിച്ചിടത്തോളം ഒക്കെ ഉള്ളത് 3 ലിറ്റർ വെള്ളം കിട്ടണം എന്നുള്ളതാണ്. ചിലപ്പോൾ ജ്യൂസ് ആകാം, അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഡയല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ ഹോൾഡിംഗ് ഉണ്ടാവും, അതിന്റെ ദഹനത്തിന് സമയം എടുക്കും. അപ്പൊ അതൊരു റിച്ച്നെസ്, ഒരു ഫ്രഷ്നെസ് നൽകുമല്ലോ ഭൂമിയിൽ, അതുകൊണ്ടായിരിക്കണം. ഏതായിരുന്നാലും വെള്ളം നല്ല കുടിക്കണം. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഇപ്പൊ സ്ത്രീകൾക്ക് എത്രയോ ഉണ്ടാകുന്ന പ്രശ്നം, അവർ വെള്ളം കുടിക്കൂല, പണിയെടുത്തുകൊണ്ട് അങ്ങനെ നടക്കും. അല്ലെങ്കിൽ കോഴ്സിനോ കോളേജിലോ പോയി രാവിലെ പോകുന്ന കുട്ടികൾ വീട്ടിൽ നിന്ന് കുടിച്ച വെള്ളം അവർ കുടിക്കൂല, അങ്ങനെയാണ്. അതുകൊണ്ട് അധിക സ്ത്രീകൾക്കും മൂത്രപ്പഴുപ്പും പിന്നെ കടച്ചിലും ഒക്കെ ഉണ്ടാവും. അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായി മാറും പിന്നീട്. വെള്ളം കുടിക്കണം. അത് വെയിറ്റിനനുസരിച്ചാന്നും പറയുന്നില്ലേ? ഉണ്ട്, വെയിറ്റിനനുസരിച്ചും പറയാറുണ്ട് ആളുകൾ. ഒരു അവറേജ് 2.5 ലിറ്റർ 3 ലിറ്റർ നമ്മൾ ക്ലബിലൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത്, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളത്. ബിസ്മില്ലാ. എനിബഡി എൽസ് ഉണ്ടെങ്കിൽ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. വളരെ നല്ല ക്ലാസ് ആയിരുന്നു.
ഈ അൽഹംദുലില്ലാ ഖലാ ഖദർ എപ്പോഴും ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. മേ ബി ഇനി വരും ക്ലാസ്സുകളിൽ അത് യെസ്, റിപ്പീറ്റ് ചെയ്ത് തീർച്ചയായിട്ടും. വരുമ്പോൾ അതിന് കുറച്ചുകൂടി നല്ലൊരു ക്ലാരിറ്റി വരും എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. യെസ്. അപ്പൊ അനുഗ്രഹിക്കട്ടെ. ഇത്രയും ഒരു എന്താ പറയാ, ഒരു അത്രയും ഒരു ഒഴുക്കോട് കൂടിയിട്ട് അങ്ങനെ ആ, അത് പറഞ്ഞു തരാനുള്ള ഒരു ഇൽമ താങ്കൾക്ക് തന്നതിന് ഞാൻ റബ്ബിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ജസാക്കല്ലാ ഹൈറൻ എന്റെ കസീറൻ. പിതാവിനെ പഠിപ്പിച്ചതാണ്. എന്റെ പിതാവിനെ പഠിപ്പിച്ചത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നിനക്ക് ഞാൻ ഏറ്റവും കൂടുതൽ നിനക്ക് ഞാൻ തന്ന ഒരു ഗുണം, നീ പഠിക്കാതെ നടന്ന സമയത്ത് 7ാം ക്ലാസ്സിലൊക്കെ അന്ന് ഇരുന്ന് പഠിക്കാൻ ഒരു 8 മണിവരെയൊക്കെ എങ്ങനെങ്കിലും ഇരുന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാ. ആ സമയത്ത് നിന്നെ ഇരുത്തി പഠിപ്പിച്ചു എന്നാണ്. ഇരുത്തി പഠിപ്പിക്കാൻ ഇരിക്കും, എണീക്കാൻ അയക്കൂല, ഇരുന്ന് വായിക്കും. അപ്പൊ ഫാദർ തന്നെ പറഞ്ഞു പിന്നെ എന്നോടത് ഇപ്പൊ ഇവിടെ ഒരു മരിക്കുന്നതിന് ഒരു കുറച്ചൊരു 6 മാസം മുമ്പ് കൂടി പറഞ്ഞു, എന്റെ മക്കളെ ഞാൻ ഇരുത്തി പഠിപ്പിച്ചു എന്നതാണ് അവരുടെ. അങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങി, മനസ്സിലാക്കി ഇൻട്രസ്റ്റ് ആയി, അപ്പൊ വായിക്കാൻ തുടങ്ങി. അങ്ങനെ അൽഹംദുലില്ലാ റിലിജ്യനും അല്ലാത്തതും ചാർട്ടേഡ് അക്കൗണ്ടൻസിയും മെറ്റാഫിസിക്സും PhDയും എല്ലാം. അപ്പൊ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ അവരെ വിദ്യ അഭ്യസിപ്പിക്കാനുള്ള ആയുധം കൊടുക്കുക, അതിനവരെ പ്രാപ്തരാക്കുക എന്നൊക്കെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ പറയാനുള്ളത്, വീട്ടിലെ ബാക്കി ഡിസ്ഫങ്ഷൻ കംപ്ലീറ്റ് വിട്ടേക്ക് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് മക്കളുടെ എഡ്യൂക്കേഷൻസിൽ നോക്കണം. ആ മക്കൾക്ക് നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അറിവിലൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിലൂടെ എനിക്ക് എത്രത്തോളം അറിവ് കരസ്ഥമാക്കാൻ പറ്റും, അത് ദുനിയാവിൻ്റെതും ആഖിറത്തിൻ്റെതുമാണ്, ബാലൻസ് ചെയ്ത് പോകണം. അത്രത്തോളം ഞാൻ കരസ്ഥമാക്കിയാൽ അത് മുഴുവൻ എനിക്ക് എല്ലാ അർത്ഥത്തിലും സമ്പത്ത് മാത്രമല്ല, ഇതാണ് ഈ വെളിച്ചം. അതാണ് ഇബിൽ കയ്യമൊക്കെ പറഞ്ഞ വെളിച്ചമായി. ഖബറിലെ വെളിച്ചം എന്താ? ഖബറിലെ വെളിച്ചം എന്ന് പറയുന്നത് ആത്മാവിന്റെ വെളിച്ച. ഇപ്പൊ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ ആത്മാവിന് വെളിച്ചുണ്ടെങ്കിൽ ഈ ഖബറിൽ ഇപ്പൊ വെളിച്ചം ഉണ്ടാവുള്ളൂ. ഖബറിൽ വെളിച്ചം ഉണ്ടാവും, വേറെ പ്രത്യേകിച്ച് ദുആ ചെയ്യിപ്പിച്ചിട്ടൊന്നുമല്ല. ഖബറിൽ വെളിച്ചം ഉണ്ടാകുവാൻ ആത്മാവിന്റെ പ്രകാശമാണ് ഖബറിലെ പ്രകാശം. ആ പ്രകാശം തന്നെയാണ് നാളെ സിറാത്തിലേക്ക് നമുക്ക് ഫ്ലക്സ് ലൈറ്റ്, മറ്റെന്താ പറയാ ലൈറ്റ് ആയിട്ട് കാണുന്നത്. ഇപ്പൊ ഇവിടുത്തെ പ്രകാശമാണ് നമ്മളെ സിറാത്ത് പാലം കിടക്കാൻ നമുക്ക് വെളിച്ചം കാണിച്ചു തരുന്ന പ്രകാശം ഇവിടുത്തെ പ്രകാശമാണ്. അത് ഇവിടുന്ന് ഉണ്ടാക്കേണ്ടതാണ്. ആ പ്രകാശം നോളജാണ്. അറിവ് കൊണ്ടാണ് നോളജ് കൂടുക. അമല് കൊണ്ട് കൂടുകയൊക്കെ ചെയ്യും. എങ്ങനെ? അത് കുറച്ചൊക്കെ കൂടും. അതുകൊണ്ട് കുറേ നിസ്കാരം ഭാഗത്ത് കൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതെല്ലാം ചെയ്യണം. പക്ഷെ അതിനപ്പുറത്തേക്ക് അറിവ് കൊണ്ടാണ് പ്രകാശം കൂടുക. അതുകൊണ്ട് അറിവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദർ എന്നെ ഇരുത്തി പഠിപ്പിച്ച അൽഹംദുലില്ലാ അത് വലിയൊരു ഗ്രേറ്റ് റിച്ച്നെസ് ആണ്. ഇപ്പോഴും ഞാനത് ചെയ്യുന്നു. അതുകൊണ്ട് ഓരോ ഇതിലും ഫാദറിനെ ഓർത്തിട്ടേ ഞാൻ അതൊക്കെ ചെയ്യുള്ളൂ. ഒന്ന്, എൻ്റെ മദറും അങ്ങനെയാണ്. എന്നെ ABCD അക്ഷരം 26 അക്ഷരം പഠിപ്പിച്ച എൻ്റെ മദറാ. പലപ്പോഴും വിചാരിക്കാറുണ്ട്, എൻ്റെ മദർ പഴയ 4ാം ക്ലാസ്സാണ്, പക്ഷെ എൻ്റെ മദറാണ് എന്നെ ഇംഗ്ലീഷ് അക്ഷരം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇംഗ്ലീഷ് 10ാം ക്ലാസ് കംപ്ലീറ്റ് ഇംഗ്ലീഷല്ലേ പഠിച്ചത്. ആ ഇംഗ്ലീഷിൽ ഓരോ അക്ഷരത്തിനും അള്ളാഹ് ഇൻഷാ അല്ലാഹ് എൻ്റെ മദറിന് പ്രതിഫലം കൊടുക്കും ഇൻഷാ അല്ലാഹ്. യെസ്, പറയൂ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ തന്നെ ആവട്ടെ. ആമീൻ. ഒരു അഹ്കാമുൽ ഹംസയുടെ ഒരു 5 into 3 ഒരു മെട്രിക്സ് പറഞ്ഞല്ലോ, ആ 3 എന്തായിരുന്നു? അത് പിന്നെ അത് ഞാൻ അൽ ഈമാൻ കൗലും അമലും എത്തിക്കാത്. ഈമാൻ എന്ന് വെച്ചാൽ കൗലും സംസാരം, അമല് പ്രവർത്തനം, എത്തിക്കാത് കൽബ് കൊണ്ടുള്ള ആക്സെപ്റ്റൻസ്, സ്വീകരിക്കുക. ഇപ്പോൾ ഹൃദയം കൊണ്ട് അറിഞ്ഞ് നാവ് കൊണ്ട് ഉച്ചരിച്ച് ശരീരം കൊണ്ട് പ്രവർത്തിക്കുക. ശരീരം മാത്രമല്ല കൽബ് കൊണ്ട് പ്രവർത്തിക്കും. അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിനെ ക്ലാസിഫൈ ചെയ്തത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയാണ് ഈ വിഷയത്തെ ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് വിശദീകരിച്ചത്. അത് ഇബ്നു തൈമിയ എന്ന് മാത്രമല്ല, ഈ കൗലും അമലും എത്തിക്കാതെ എന്നുള്ളത് ഇമാം ഇബ്നു അബ്ബാസിൽ നിന്ന് പോലെയുള്ള ആളുകളിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മദ്ഹബിന്റെ 3 ഇമാമിങ്ങൾ ഇതേ വിശദീകരണം ഉണ്ട്. ഒരു ഇമാമ് പറഞ്ഞിട്ടില്ല. ആര്? ഇമാം അബു ഹനീഫ് അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അൽ ഈമാൻ കൗലും കൗലും ഇഅ്തിഖാദ് ബല അമൽ, അമലില്ലാതെ എന്നാണ് ഇമാം അബു ഹനീഫ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുർജിയത്തുൽ ഫുഖഹ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പറയുന്നു. ഈ കൗലും അമലും ഇഅ്തിഖാദ് യസീദ് ബി താഖാത്ത് വ യൻഖുസു ബിൽ മആസി എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മൾ നാളെ ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് വിശദീകരിച്ചു തരാം. ഒരു കുറച്ചുകൂടി ആളുകൾ കേൾക്കേണ്ടതുമാണ് വിഷയം. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇൻഷാല്ലാഹ് നാളെ വിശദീകരിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. 2013 ഞാൻ ഡീപ്പായിട്ട് ഇത്തരം വിഷയങ്ങൾ ഏകദേശം ഒരു 10-20ഓളം മണിക്കൂർ ഇങ്ങനത്തെ വിശ്വാസപരമായ കാര്യങ്ങൾ 2013 ഞാൻ ഇറക്കിയ വീഡിയോ ഇപ്പോൾ ഉണ്ട്. ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം. ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം അൽഹംദുലില്ലാ. പക്ഷെ അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ
ഡീപ്പായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്ന ഫിർക്കകൾ ഏത്, കക്ഷികളേത്, കക്ഷികളെ ഏത് അഹ്ലുസുന്ന, ഏത് അഹ്ലുസുന്നത്ത് ആര് പിൻപറ്റുന്നു, അത് ലോകത്തുള്ള വിദഗ്ധകൾ ഏത്, ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിദഗ്ധ ഏത്, എല്ലാം പിന്നെ ഇൽമു ശറിയ എന്ന് പറഞ്ഞിട്ട് 2013 ഞാൻ ഇറക്കിയ വീഡിയോസ് ഞാൻ വിട്ടുതരാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. നോ പ്രോബ്ലം ഇൻഷാ അല്ലാ. ബിസ്മില്ലാ. എനിത്തിങ് മോർ? മറ്റൊരാളുടെ പ്രശ്നങ്ങള് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ അതായത് ആളെ അത് പറയാതെ ആ ആളുകൾ പറയാതെ ആളുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതായത് ഒരു എൽമി ആയിട്ടുള്ള തരത്തിൽ, അതിൽ ടു പേഴ്സണൽ ആയിട്ടുള്ള അവരെന്താ പറയാ, കിടപ്പറ വിഷയം അങ്ങനത്തെ ഒന്നും വേണ്ട. പിന്നെ അല്ലാതെ ഒരു ജനറൽ ആയിട്ട് ഒരു സദസ്സ് പറയാൻ പറ്റുന്ന ഇൻഫർമേഷൻ മറ്റുള്ളതാണെങ്കിൽ ഒരാളെ എന്തെന്ന് അറിയാത്ത രീതിയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയൊക്കെയല്ലേ നമുക്കിത് പിന്നെ പഠനങ്ങൾ മുന്നോട്ട് നടക്കാൻ പറ്റുള്ളൂ. പറഞ്ഞോളൂ. വേറൊരു 10-30 വയസ്സായ കുട്ടി തീരെ ജോലിക്കൊന്നും പോവാതെ, അവന്റെ ഉമ്മ ഒരു 13 വയസ്സാകുമ്പോ മരിച്ചതാണ്. ആ. എന്നിട്ട് അവര് പിന്നെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് കഴിയാണ് വീട്ടില്. ഉം. പിന്നെ ഞമ്മക്കാണെങ്കിൽ ഒന്നും ഉപദേശിക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു രാത്രി ഫുള്ള് മൊബൈലിൽ നോക്കി പകല് ഫുള്ള് ഉറങ്ങുക, അങ്ങനെയൊക്കെ. ഉം. അവർക്ക് ഒരു തങ്ങളോട് ചോദിച്ചപ്പോ അവര് കൈവശാണ്, പിന്നെ എന്താണ്, ചെറിയ മാനസിക പ്രശ്നമുണ്ട്, പിന്നെ പാരമ്പര്യമായി കിട്ടിയ ഒരു സ്വഭാവ ദൂഷ്യങ്ങളും അതും ഉണ്ട്. ഉം. ഇത് മൂന്നാണ് അതിന് കാരണം എന്ന് പറഞ്ഞു. ഉം. പക്ഷെ ഇതിന് ട്രീറ്റ് ചെയ്യാൻ ആരാരും ഇല്ല. ഒരു ഉം. ഉമ്മ മരിച്ചതുമാണ്, വാപ്പ അതിന് പറ്റാത്തൊരു സ്ഥിതിയിലുമാണ്. ഉം. അപ്പൊ അവരെ ശരിയാക്കി എടുക്കാനുള്ള ഒരു വഴി എന്താന്ന്? അതെ, ഇതിൽ വരുന്ന വിഷയം ഈ പറഞ്ഞ തങ്ങളുണ്ടല്ലോ, ഈ തങ്ങളടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ തങ്ങളടുത്ത് പോവുക. എന്തിന്? തങ്ങളടുത്ത് ബാക്കി ചോദിക്കാനല്ല, നിങ്ങൾ ഒരു കളവ് പറഞ്ഞിട്ട് പോവുക തങ്ങളടുത്ത്. ഇപ്പൊ ഉദാഹരണം, നിങ്ങൾക്കൊരു പിന്നെ മകളില്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഉദാഹരണം ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു മകളില്ല. തങ്ങളടുത്ത് പോയിട്ട്, ഉസ്താദേ എനിക്കൊരു മകളുണ്ട്, അവള് കല്യാണം കഴിച്ചിട്ട് അവള് ഹസ്ബൻഡിനായിട്ട് തീരെ യോജിക്കണില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കളവ് പറയാം, ഉസ്താദേ എനിക്കൊരു മകളുണ്ട്, അവൾക്ക് ഇത് എന്നും ബ്ലീഡിങ് ആണ് ഉസ്താദ്, എന്താ ചെയ്യാന്ന് പറയാം ഉസ്താദിനോട്. അപ്പൊ ഉസ്താദ് പറയും, ഓ തന്നെ, ആ കുട്ടിക്ക് അവൾക്കൊരു സിഹിർ ഉണ്ടല്ലോ, അവൾക്ക് ഇതേമാതിരി ഒരു പാരമ്പര്യമുണ്ട്, പിന്നെ അവൾക്ക് നിങ്ങൾ അതിര് തർക്കുണ്ടായിരുന്നു അല്ലേ, ആ എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, ഈ തെങ്ങിന്റെ ഓല ഉണ്ടല്ലോ, അതിന്റെ മട്ടക്കണ എന്ന് പറയും നമ്മുടെ നാട്ടിൽ, അത് കൊണ്ടുപോകണം, നന്നാക്കി നാരായണ കൊടുക്കുക. എന്നിട്ട് തങ്ങളോട് ചോദിക്കുക, തങ്ങളെ എനിക്ക് മകളും ഇല്ല, ആരുമില്ല, ഞാൻ കളവ നിന്നോട് പറഞ്ഞത്, അതുകൊണ്ട് നിനക്കത് പിടുത്തം കിട്ടിയില്ലോ, ഇല്ല, പിന്നെ നീ ബാക്കി ഒപ്പിച്ചതല്ലേ, മട്ടക്കണ്ണോണ്ട് നാലെണ്ണം അടിച്ചിട്ട് പറ്റുമെങ്കിൽ പിന്നെ ഐഫോൺ കൊണ്ടുപോയിട്ട് ക്യാമറ എടുത്തിട്ട് യൂട്യൂബ് അപ്പൊ തന്നെ സ്ട്രീം ചെയ്തേക്ക്. എന്നിട്ട് പോരാ, ഒന്ന് ഫോർഗെറ്റ് അബൌട്ട് യു. ഇതാണ്, അതായത് ഇവന്റെ വാക്കേ എടുക്കണ്ട. രണ്ട്, ഈ കുട്ടിക്ക് ഉണ്ടാവുന്നത്, ഞാൻ പറയാം സിഗർ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഈ ഉണ്ടാവുന്നത്, ഈ കുട്ടിക്ക് ഉണ്ടാവുന്നത്, ഈ കുട്ടിയുടെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടിക്ക് പേടി ഇനത്തിൽപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അത് പാമ്പിനെ കണ്ടതോ, പൂച്ചനെ കണ്ടതോ, പാമ്പിനെ കണ്ടതോ, പിന്നെ പൂച്ചനെ കണ്ടതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ ആ ഈ കുട്ടിയുടെ ഉള്ളിൽ കുറെ വിഷമം, ദുഃഖം, സങ്കടം, പ്രയാസം ഇങ്ങനെ കുറെ ഉണ്ടാവും. ഇതിനപ്പുറത്തേക്ക് ഈ കുട്ടിയെ വളർത്തിയവരിൽ ബൗണ്ടറി വയലേഷൻ, കുട്ടിയുടെ സ്പേസ് കൊടുക്കാതെ വളർത്തിയ ആളുകൾ, ഈ വളർത്തിയ ആളുകളിൽ നിന്നുണ്ടാകുന്ന സ്വഭാവ ദൂഷ്യം കുട്ടിയിലേക്ക് എത്തും. അതാണ് ഈ പാരമ്പര്യം എന്നൊക്കെ പറയുന്ന സാധനം. ആ സ്വഭാവ എമോഷണൽ ട്രാൻസ്ഫറൻസ് അത് ഈ കുട്ടിയിലേക്ക് എത്തും. ഇങ്ങനെ ഈ കുട്ടിയിൽ ഇതൊക്കെ കൂടെ ലോഡായി കുട്ടിയുടെ കൽബിനകത്ത് നിറയെ നെഗറ്റിവിറ്റി തന്നെ ഉള്ളത് കൊണ്ട് കുട്ടിയിൽ ഇങ്ങനെ വന്നതാണ്. അതിനെ കുട്ടിയെ ശരിയാക്കി എടുക്കണമെങ്കിൽ തെറാപ്യൂട്ടിക് സെഷൻസ് കൊടുക്കേണ്ടി വരും. ഈ അതൊക്കെ വന്ന് 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 കുട്ടിയുടെ ആത്മാവിന് തന്നെ അത് ബാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് റൊക്കിയയും വേണ്ടി വരും, റൊക്കിയയും കൊടുക്കണം, തെറാപ്യൂട്ടിക് സെഷൻസ് കൊടുക്കണം. കുട്ടിയുടെ പേഴ്സണാലിറ്റി തന്നെ റീഫ്രെയിം ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അത് ഫുൾ റീഫ്രെയിമിംഗ് വേണോ, അതല്ല ചില ടോപ്പിക്കുകൾ മാത്രം മതി എന്ന് കുട്ടിയോട് സംസാരിച്ചറിയാം. അതിന് അങ്ങനെ ആ കുട്ടിയെ സഹകരിക്കുകയും കുട്ടിയുടെ ആളുകൾ സഹകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ സാവധാനം ശരിയാക്കി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഡിവൈസിന്റെ ഹെൽപ്പോട് കൂടി ഒരു 1 മന്ത് കൊണ്ട് നല്ലൊരു ലെവലിലേക്ക് കുട്ടിയെ എത്തിക്കാൻ പറ്റും. അതിന് കുട്ടിയും സഹകരിക്കുന്നില്ല, നമ്മള് വീട്ടുകാരും അതിന് തയ്യാറല്ല. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്താ പറയാ, പുറമക്കാർ കുടുംബക്കാർക്കൊക്കെ ഇതിനൊരു പരിധി ഉണ്ടാവും, റീച്ച്.
അപ്പൊ നിങ്ങൾക്ക് അത് ആ കുട്ടിയെ സ്വാധീനിക്കാൻ പറ്റുന്ന ആരെങ്കിലൂടെ സ്വാധീനിക്കാൻ നോക്കുക. ആ കുട്ടി അംഗീകരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, കുട്ടി ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ കുട്ടി പറഞ്ഞാൽ അനുസരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവരിലൂടെ സമീപിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ സമീപിച്ചു നോക്കി ഫ്രണ്ട്സുകളൊക്കെ അറിയുന്ന ഫ്രണ്ട്സുകളെ കൊണ്ടൊക്കെ വിളിപ്പിച്ചു അത് സംസാരിപ്പിച്ചു. പക്ഷെ ഇവനെ കിട്ടാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കിട്ടുന്നില്ല. അവനെ കിട്ടാതെ നടക്കൂല. പിന്നെ വിദ്യാഭ്യാസമുള്ള കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും സാർ, ഇപ്പൊ നെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഒരു ലെവലിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ നമ്മളെ കയ്യിൽ വരാറുണ്ട്. +2 വരെ പഠിച്ചിട്ടുണ്ട്. ഉം. ആയിക്കോട്ടെ ഇൻഷാല്ലാ. പിന്നെ എന്തെങ്കിലും ആക്സസ് കിട്ടുകയാണെങ്കിൽ നോക്ക് കേട്ടോ. ഓക്കെ. യെസ്, ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു ഡെയിലി ലൈഫ് റൊട്ടീൻ എന്നുള്ള നിലയ്ക്ക് ഒന്ന് എല്ലാവർക്കും കൂടെ ഒരു റൊട്ടീൻ എങ്ങനെ പറഞ്ഞു തരാമോ? എങ്ങനെ ഡെയിലി ലൈഫ് റൊട്ടീനായിട്ട് ഓരോ ദിവസമുള്ള ലൈഫ് റുട്ടീൻ ആ, ലൈഫ് റുട്ടീൻ ആയിട്ടുള്ളത് പിന്നെ പലരും ചോദിക്കാറുണ്ട്. ലൈഫ് കോച്ചിങ്ങിന് അത് പ്രതീക്ഷിച്ചിട്ടാണ് ആൾക്കാർ ചേരാറുള്ളത്. അല്ല, ഡെയിലി ചെയ്യേണ്ടുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തരുമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്തിനാ തരുന്നത്? ഗൂഗിളിന്റെ ലിസ്റ്റ് ചെയ്താൽ എനിക്ക് കിട്ടൂലേ? ഈ ലിസ്റ്റോട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മൾ ഈ ആത്മീയമായ ആത്മാവിന്റെ അറിവിലൂടെ മാറ്റം ജീവിതത്തിൽ വരുത്തി 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 അങ്ങനെ ചെയ്യപ്പെട്ടത്. ആ റുട്ടീനിൽ ഒരു ടൈം മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു മണിക്കൂർ ആത്മീയമായ പ്രവർത്തനം വേണം, 1 മണിക്കൂർ പുതിയ അറിവ് പഠിച്ചെടുക്കണം, 1 മണിക്കൂർ തന്റെ ശരീരം വർക്ക് ചെയ്യണം. അത് മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത, ശാരീരികമായിട്ട് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ശരിക്ക് കാർഡിയോ എക്സർസൈസ് കിതച്ച് പണിയെടുക്കണം. ദാറ്റ് ഓടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ സ്കിപ്പിംഗ് റോപ്പോ അതല്ലെങ്കിൽ ട്രെഡ്മില്ലോ അതല്ലെങ്കിൽ സൈക്ലിങ്ങോ ചെയ്തിട്ട് കാർഡിയോ എക്സസൈസ് 1 മണിക്കൂർ ഇങ്ങനെ കിതച്ച് പണിയെടുക്കണം. ആ 1 മണിക്കൂർ ഫുള്ള് കിതക്കണ്ട, ഒരു 20 മിനിറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതോട് കൂടി തന്നെ ഒരുപാട് സ്ട്രെസ്സും എമോഷനും ദുഃഖവും വിഷമവും ഒക്കെ പോയി. അപ്പോൾ മൈൻഡ് ബോഡിയോട് കൂടി പ്രവർത്തിപ്പിക്കണം, ബോഡി മൈൻഡോട് കൂടി പ്രവർത്തിപ്പിക്കണം. അങ്ങനെയാണ് നമുക്ക് മാറ്റുക. അപ്പൊ അങ്ങനെ വരുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, പിന്നെ പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ മൊത്തത്തിലുള്ളതാണ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ആളുകളുടെ കോച്ചിങ്ങിന് സമയത്ത് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യല്, കൃത്യമായ ടൈം ടേബിൾ കൊടുക്കാറുണ്ട്. നാളെ ഇന്നത് ചെയ്യണം, ഇന്നത് എഴുതണം, ഇന്നത് എഴുതണം. ഇപ്പൊ ഇന്നൊരു കുട്ടിക്ക് നാളെ ഒരു പിന്നെ 30 പേജ് 2 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ വേണ്ടി അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ കൊടുക്കാറുണ്ട്. അത് ജനറലി അങ്ങനെ അല്ലാതെ പിന്നെ ഒരു എന്താ പറയാ, ഇപ്പം നാളെ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട അമേനകളുടെ ലിസ്റ്റ് ചോദിച്ചു, അങ്ങനെ ഉണ്ട്. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെയൊക്കെ അങ്ങനെയാണ് കൊടുക്കുന്നതിന് അർത്ഥമില്ല, അത് ഇംപ്ലിമെന്റ് ആവൂല. ആയാലും അതിൽ വലിയ കഥയൊന്നും ഉണ്ടല്ലോ, 4 ദിവസം നിലനിൽക്കുള്ളൂ. സോ ഉള്ളു മാറ്റിക്കൊണ്ട് വൈജ്ഞാനിക തലത്തിൽ മാറ്റിക്കൊണ്ടാണ് ഏറ്റവും നല്ലതുള്ളത്. ഓക്കെ. ബിസ്മില്ലാ ഇൻഷാ അല്ലാ. ഇനി എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നു ഇൻഷാ അല്ലാ. എന്നാ ഇൻഷാ അല്ലാ ഹൈറാട്ടെ, അള്ളാഹു ഹൈറാക്കി തരട്ടെ കാര്യങ്ങൾ. ഇനി നമുക്ക് FMW അല്ലേ, ഫ്രൈഡേ ഉണ്ടാവും ഇൻഷാ അല്ലാ, മറ്റന്നാ അതിന്റെ ബാക്കി ഉണ്ടാവും ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം ഉം. വറഹ്മത്തുള്ളാഹി.